എല്ലാവർക്കും എൻ്റെ സാഷ്ടാംഗ പ്രണാമം. വളരെ 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 സന്തോഷം. ശരിക്ക് ഒരു ഭാഗ്യം തന്നെയാണ് ഇങ്ങനെ ഒരു വേദിയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ നടക്കുന്നൊരു യജ്ഞമാണ് ഇപ്പോൾ ശരിക്കും. അപ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ള എല്ലാ ഗുരുഭൂതന്മാർക്കും ആദ്യം തന്നെ നമസ്കാരം പറയട്ടെ. എനിക്ക് ഇവിടെ നെടുങ്ങാടി ഹരിദാസ് സാറെ മാത്രമേ പരിചയമുള്ളൂ, ബാക്കി ആരെയും എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് അറിയില്ല. നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പ്രണാമം. ഗുരുവായൂരപ്പൻ്റെ സ്വരൂപമായിരിക്കുന്ന ഇതിലെ എല്ലാ ശ്രോതാക്കൾക്കും പ്രണാമം പറഞ്ഞുകൊണ്ട് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പ്രൗഢമായിട്ടുള്ളൊരു ഇതുവരെ നടന്നിട്ടുള്ള പോലെ പ്രഭാഷണമൊന്നും ആയിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണുന്ന ചില വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന വളരെ വൈയക്തികമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ കൂടെ നോക്കി കാണാനുള്ളൊരു ശ്രമമാണ്. സാധാരണ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനൊരു അവസരം എനിക്ക് അനുഗ്രഹിച്ച് നൽകണ സമയത്ത് ഹരിദാസ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ശരത്ത് മുമ്പ് ഗുരുവായൂർ വെച്ചിട്ടൊരു നരസിംഹതത്വം ഉണ്ടായല്ലോ, അതേപോലെ ഒന്ന് വേണം എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ നരസിംഹത്തിൻ്റെ തത്വം എന്ന അർത്ഥത്തിൽ നരസിംഹം എന്താണ്, ആ അവതാരത്തിൻ്റെ ഒരു കാരണം എന്തായിരിക്കാം എന്ന് എൻ്റെതായൊരു വഴിയിൽ ചിന്തിക്കുകയാണെന്ന് ചെയ്തത്. ഇത് അന്ന് പറയാതെ വിട്ടുപോയ കുറേ കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഈ യജ്ഞവേദിക്ക് അതിന് റെലവൻ്റായിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളതുകൊണ്ടാണ് നരസിംഹവും പ്രഹ്ലാദനും എന്നുള്ള ഒരു ഇത് വെച്ചത്. ശരിക്ക് ടൈറ്റിൽ ഇടേണ്ട ക്രമം ഹിരണ്യകശിപുവും പ്രഹ്ലാദനും നരസിംഹവും എന്നാണ്. ഹിരണ്യകശിപുവിനെ മറന്നുകൊണ്ട് നമുക്ക് പ്രഹ്ലാദനെ മറന്നുകൊണ്ട് നരസിംഹത്തിനോ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. പ്രപഞ്ചത്തിലെ കറുപ്പും വെളുപ്പും നന്മയും തിന്മയും ഒക്കെ ഒരേ ചരടിൽ കോർത്ത് കിടക്കുന്ന ഒരു സത്യത്തിൻ്റെ സ്വരൂപം തന്നെയാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു മഹാകഥയാണ് ശരിക്ക് ഭഗവാൻ നൃഹരിയുടെ അവതാര കഥ. മേൽപ്പത്തൂര് എഴുതിയിട്ടുണ്ട്, അരേ ക്വാസൗ സകല ജഗതാത്മാ ഹരി രീതി പ്രഭിന്ദേസ്മെ സ്തംഭം ചരിത കരവാളോ ദിദിസുത അത പശ്ചാത് വിഷ്ണോ നഹി വദിതുമീശോസ്മി സഹസ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിനും ദൃഢേമ. ഭഗവാനെ സർവ്വവ്യാപിയായിട്ടുള്ള അങ്ങയോട് ഇതിനപ്പുറം ഉണ്ടായത് എങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. അതിന് ഞാൻ ശക്തനല്ല. ഏറ്റവും കൃപയുള്ളവനും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പ എന്നെ സന്തോഷിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ മഹാത്മാവ് എന്താണോ പറഞ്ഞത് അതിൻ്റെ ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് മാത്രമേ എനിക്കിത് തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം ഇതൊന്നും പറയാൻ നമുക്ക് ഒരു ശക്തി ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പ്രഹ്ലാദൻ ഏറ്റവും ആഹ്ലാദത്തോടു കൂടിയവൻ, ഏറ്റവും ഉന്നതമായ ആഹ്ലാദാവസ്ഥയെ പ്രാപിച്ചവൻ, അത് ജന്മനാ തന്നെ പ്രാപിച്ചവൻ. എന്താണ് ആഹ്ലാദം? നമുക്ക് ജീവിതത്തിൽ പലപ്പോൾ പല സംഭവങ്ങൾ ആഗ്രഹിച്ച് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നടന്നു കാണുമ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ ഇന്ന് ആഹ്ലാദം എന്ന് വിളിക്കുന്നത്. നമുക്കുണ്ടാകുന്ന ശ്രേയസ്സും വേറൊരാൾക്ക് ഉണ്ടാകുന്ന താഴ്ചയും ഒക്കെ ആഹ്ലാദ കാരണങ്ങളായിട്ടിരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിലുള്ള ആഹ്ലാദം ആ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജന്മനാ ലഭിച്ച ഒരു അത്യുത്തമനായിട്ടുള്ളൊരു ആത്മാവ്, വളരെ ഉയർന്നൊരാത്മാവ്. ഇന്നത്തെ പ്രചാരമുള്ള ചില വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ പ്രഹ്ലാദന് പിന്നെയും അനേക ജന്മങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്നു. രാഘവേന്ദ്രസ്വാമിയൊക്കെ പ്രഹ്ലാദൻ്റെ പുനരവതാരങ്ങളായിട്ടാണ് പറഞ്ഞു വരുന്നത്. പ്രഹ്ലാദൻ്റെ ജന്മാവലി, ആ വംശാവലിയുടെ ഉത്ഭവം ശരിക്ക് ഭഗവാനിൽ തന്നെയാണ്. വിഷ്ണുവെന്ന് ആ ക്രമത്തിൽ പറഞ്ഞ ബ്രഹ്മദേവെന്ന് മരീചി എന്ന് കശ്യപ മഹർഷി, കശ്യപൻ്റെ പുത്രനായിട്ട് ഹിരണ്യകശിപു എന്ന് പ്രഹ്ലാദൻ. അപ്പം ശരിക്ക് ഭഗവാന്റെ ജനിതകം ഈ പറയുന്ന ഓരോ ക്യാരക്ടറുകളിലും ഉണ്ട്. കശ്യപൻ വരെയും നമുക്ക് അത്യുത്തമന്മാരായിട്ട് തോന്നും. പക്ഷെ പിന്നെ ഹിരണ്യകശിപു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം തോന്നും. അയാളിൽ എങ്ങനെ ഭഗവാൻ ഉണ്ടാകാം എന്ന് ചിന്തിക്കാം. പക്ഷെ അയാളിൽ ഭഗവാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്
പ്രഹ്ലാദനിൽ ഭഗവാൻ പ്രകാശിച്ചത്. ഈ ഹിരണ്യകശിപുവിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലൻ, അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഈവൻ രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വാഗ്വാദങ്ങളിലും വാദമുഖങ്ങളിലും ഒക്കെ വളരെയധികം ഇന്ന് കോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഹിരണ്യകശിപുവിനെ കാണേണ്ട അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് കാണേണ്ടത് എങ്ങനെയാണെന്ന് ഭാഗവതം തന്നെ കാണിച്ചു തരുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മളിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശം മാത്രം നിന്ന് കാണാൻ കണ്ടീഷൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. ഭഗവാനെ തന്നെ നമ്മൾ ഒരു വശം മാത്രം നിന്നിട്ടാണ് കാണുന്നത്. കൊച്ചു കുഞ്ഞായിട്ടുള്ള ഒരു കുഞ്ഞുവാവയായിട്ടുള്ള ഭഗവാൻ വെണ്ണയൊക്കെ തിന്നണം, അസുരന്മാരെ അല്ലെങ്കിൽ പൂതനെ പോലുള്ള മഹാരാക്ഷസികളെ വധിക്കണതായിട്ടും, ആ കുഞ്ഞ് തന്നെ കുറച്ചുകൂടെ വളർന്ന് ഒരു 7 വയസ്സുള്ളപ്പോൾ ഗോവർദ്ധനം ഉയർത്തുന്നതും അല്ലെങ്കിൽ കാളിയനെ മർദ്ദിക്കുന്നതും, കുറച്ചുകൂടെ ഒരു വർഷം കൂടെ അല്ലെങ്കിൽ 1.5 വയസ്സുകൂടെ പ്രായം വരുമ്പോൾ രാസക്രീഡ നടത്തുന്നതും, 9 വയസ്സിൽ സ്വന്തം അമ്മാവനെ മാതുലിനെ അടിച്ചു കൊല്ലുന്നതും, അതിനുശേഷം വനത്തിൽ പോയി പഠിക്കുന്നതും, അതിനുശേഷം നമ്മൾ ഇതിൽ അദ്ദേഹത്തിന് ഒരു കാമുകൻ്റെ പരിവേഷമൊക്കെ ആ കാലമാകുമ്പോഴേക്കും പ്രായത്തിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിൻ്റെ പ്രായം എന്തായിരുന്നു ഒന്നും ചിന്തിക്കാണ്ട് അങ്ങനെ സങ്കല്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം യുവാവുന്നുണ്ട്, രാജാവാവുന്നുണ്ട്, അല്ലെങ്കിൽ രാജ്യതന്ത്രജ്ഞനാവുന്നുണ്ട്, കിങ് മേക്കർ ആവുന്നുണ്ട്, ലോകഗുരുനാഥനാവുന്നുണ്ട്, തന്ത്രജ്ഞനാവുന്നുണ്ട്, അപമാനിതനാവുന്നുണ്ട്, സെമന്തകം പോലുള്ള വലിയ വലിയ കോൺട്രവേഴ്സികളിൽ പെടുന്നുണ്ട്. ഇങ്ങനെ ഉള്ള അനേക മുഖഭാവങ്ങൾ അല്ലെങ്കിൽ അനേക ഭാവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഭഗവാനെ നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഉണ്ണിക്കണ്ണനായിട്ട് മാത്രമോ അല്ലെങ്കിൽ ഒരു കാമുകനായിട്ട് മാത്രമോ അല്ലെങ്കിൽ ഒരു ഗുരുനാഥനായിട്ട് മാത്രമോ അല്ലെങ്കിൽ ഒരു ശത്രു സംഹാരകനായിട്ടുള്ള ഒരു യോദ്ധാവായിട്ട് മാത്രമോ നമ്മൾ സെലക്റ്റീവായിട്ട് കാണുന്നത് നമ്മുടെ മനസ്സിൻ്റെ ടേസ്റ്റുകളാണ്. പക്ഷെ ഭഗവാൻ ഇതെല്ലാമായിരുന്നു. അദ്ദേഹം ഒരു കോമ്പോസിറ്റ് ഹോൾ ആണ്. അതേപോലെ തന്നെയാണ് അതിൻ്റെ പ്രതിരൂപമായിട്ട് അതിൻ്റെ എന്താ പറയുക ഒരു റിഫ്ലക്ഷൻ മാതിരി നിൽക്കുന്ന തിന്മയെ തന്നെ കാണുന്നുണ്ട്. കാരണം നമ്മുടെ ധർമ്മത്തിൽ നന്മ തിന്മ എന്നുള്ള കറുപ്പും വെളുപ്പും ഒക്കെ ഒറ്റ ഏകമാത്ര സത്യത്തിൻ്റെ വിവിധ വശങ്ങളാണ്. നമുക്കൊരു ദൈവവും ആ ദൈവത്തിന് എതിരെ നിൽക്കുന്ന വേറൊരു കറുത്ത ശക്തിയും ഒന്നും നമുക്കില്ല. എല്ലാം ആത്യന്തികമായിട്ട് എവിടെയാണോ ചെന്ന് ചേരേണ്ടത് ആ ഒരു ശക്തി മാത്രമേ നമ്മൾ അംഗീകരിക്കുകയും നമ്മുടെ വേദങ്ങൾ ഉദ്ഘോഷിക്കുകയും ചെയ്തു. ഹിരണ്യകശിപുവിൻ്റെ ജനനത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മഹത്തായ കഥകളുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് ജയവിജയന്മാരുടെ. എവിടെയൊക്കെ ഭഗവാനെ തൊഴാൻ പോയാലും കാവൽക്കാരാണല്ലോ പ്രശ്നം. കാവൽക്കാരെ ചീത്ത വിളിക്കാണ്ട് ഭഗവാനെ തൊഴാൻ പറ്റില്ല എവിടെ പോയാലും. ഇത് തന്നെയാണ് ആ കാലത്ത് സപ്തഋഷികൾക്ക് സംഭവിച്ചത്. കാവൽക്കാരാ തടഞ്ഞത്. അവർക്ക് നിഗ്രഹാനുഗ്രഹ ശക്തികളും ശപിക്കാനും ഒക്കെ കഴിവുള്ളതുകൊണ്ട് അവർ ശപിച്ചു. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശപിച്ചിട്ട് പോരും. പക്ഷെ എന്നാലും അത് ഫലിക്കണമെന്നില്ല. മഹത്തുക്കൾ ശപിച്ചാൽ പോലും നന്മ ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് അവർക്ക് അതീവ പുണ്യം നിറഞ്ഞ ജന്മങ്ങൾ കിട്ടി. ആ ജന്മങ്ങൾ കൊണ്ട് ലോകത്തിന് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. ഭഗവാന്റെ വിശേഷപ്പെട്ട 3 രൂപങ്ങൾ കാണാനുള്ള ഭാഗ്യം ലോകർക്ക് കൊടുത്തു. ശാപം കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ ശാപമൊക്കെ കിട്ടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ശരിക്ക് ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപു എന്നുള്ള ഈ 2 സഹോദരങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യം അവരുടെ പിന്നീടുള്ള 2 ജന്മങ്ങളിലും കിട്ടുകയും ചെയ്തു. ഭഗവാന്റെ കൈകൊണ്ടുള്ള ഒരു മരണം, ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ പോലും ഒരു യോഗ്യത വേണം. നമ്മളൊക്കെ പലപ്പോഴും ചിലർ ചോദിക്കാറുണ്ട്, കൃഷ്ണൻ എന്തുകൊണ്ട് ജരാസന്ധനെ കൊന്നില്ല, അല്ലെങ്കിൽ ഒരു നിമിഷാർദ്ധം കൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ കൗരവ സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിക്കാമായിരുന്നില്ലേ? പക്ഷെ ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണം എന്നുള്ളത് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസാണ്. ഭഗവാന്റെ കൈകൊണ്ടുള്ളൊരു മരണം മോക്ഷത്തിലേക്ക് അദ്ദേഹത്തിലേക്ക് ലയിക്കാനുള്ളൊരു പാതയാണ്. ആ പാതയിലേക്ക് അതൊരു രാജപാതയാണ്. ഭഗവാന്റെ കൈകൊണ്ടുള്ളൊരു മരണത്തിലേക്കുള്ളൊരു വഴി ഒരു രാജപാത തന്നെയാണ്. അതിലേക്ക് പ്രവേശിക്കാൻ മഹാഭാഗ്യമുള്ളവർക്കേ സാധിക്കുള്ളൂ. ആ അവസ്ഥ അത് പ്രേമപുരസ്സരമുള്ളൊരു ഭക്തി കൊണ്ട് മാത്രമല്ല എന്നുള്ളത് സ്പഷ്ടമാക്കിയിട്ടുള്ളതാണ് ഭഗവാൻ. ഹിരണ്യൻ എന്നൊരൊറ്റ നാമം കൊണ്ട് നമ്മൾ ഹിരണ്യകശിപുവിനും ഹിരണ്യാക്ഷനെയും പറയും. 2 അസുരന്മാർ, മഹാശക്തിമാന്മാരായിട്ടുള്ള 2 അസുരന്മാർ. അതിൽ കശ്യപ പ്രജാപതിക്ക് ദിതി എന്ന് പറയുന്ന ഭാര്യയിലും ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു, വജ്രാംഗൻ
എന്നു പേരുള്ള ഒരു സഹോദരനും പിന്നെ സിംഹിക എന്ന് പറയുന്ന ഒരു മകളോടും കൂടിയിട്ട് ഇങ്ങനെ 4 സന്താനങ്ങളുണ്ടായിരുന്നു. അതിൽ സിംഹിക വിപ്രജിത്തി എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയായി. ബാക്കി ഉള്ള ആൾക്കാരിൽ ഹിരണ്യകശിപുവിന് അനുഹ്ലാദൻ എന്ന് പറയുന്ന ഒരു മൂത്ത മകൻ, ഹ്ലാദൻ എന്ന് പറയുന്ന 2ാമത്തെ മകൻ, പ്രഹ്ലാദൻ എന്ന് പറയുന്ന 3ാമത്തെ മകൻ, സംഹ്ലാദൻ എന്ന് പറയുന്ന 4ാമത്തെ മകൻ. ഇങ്ങനെ 4 പേര് ജനിച്ചു എന്നാണ് വിഷ്ണുപുരാണം പറഞ്ഞത്. അതിൽ ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും ജനനം സംബന്ധിച്ചിട്ട് ഒരുപാട് പ്രക്ഷിപ്ത കഥകളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു രസകരമായിട്ടൊരു കഥയുണ്ട്. ഈ കൂടെയുള്ള ഭാര്യമാർക്കൊക്കെ മക്കൾ ജനിച്ചിട്ട് ദിതിക്ക് ഗർഭധാരണം ഉണ്ടായില്ല. ഒരുപാട് കാലം ഗർഭിണിയാവാതെ അവർ വളരെയധികം വിഷമിക്കുകയും അങ്ങനെ ഒരു പുത്രന് വേണ്ടിയിട്ട് കശ്യപനെ ഒരുപാട് നിർബന്ധിക്കുകയും ചെയ്തു. ഒരു സന്ധ്യാനേരത്ത് കശ്യപൻ ധ്യാനനിരതനായിരിക്കുന്ന സമയത്താണ് ദിതി കാമവിവേശയായിട്ട് അഗ്നിഗൃഹത്തിൽ പ്രവേശിച്ച് തൻ്റെ പുത്രന്മാരില്ലാത്ത ആ വളരെ മോശപ്പെട്ട അവസ്ഥയെ പറ്റിയിട്ട് ഒരുപാട് വിലപിക്കുകയൊക്കെ ചെയ്തിട്ട് തനിക്കൊരു പുത്രനെ തരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ നിർബന്ധിക്കും. സന്ധ്യാസമയത്തുള്ള മനുഷ്യൻ്റെ ചില വിക്രിയകളുടെ ഫലം എന്തൊക്കെ തലമുറകളിൽ അനുഭവിക്കുമെന്നുള്ളതിൻ്റെ ഒരു സ്പഷ്ട ഉദാഹരണമാണ് ശരിക്ക് ഈ കഥയിലുണ്ട്. കശ്യപൻ ധ്യാനഭംഗം വന്നു. ആ സമയത്ത് ഇങ്ങനെ ഇത്രയും ധർമ്മവിചാരമില്ലാണ്ട് എന്തൊരു വിഡ്ഢിത്തരാണ് ഈ ഭാര്യ പറഞ്ഞത് എന്ന് ചിന്തിച്ചു അദ്ദേഹം. അപ്പോൾ എന്നിട്ട് അദ്ദേഹം ഏതൊരു മഹാത്മാവും മറ്റൊരാളുടെ അത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ തെറ്റ് കാണുമ്പോൾ തിരുത്തി കൊടുക്കണ മാതിരി പറഞ്ഞു. ഇപ്പോൾ സമയം സന്ധ്യയാണ്, ദാമ്പത്യ ചിന്തകൾക്ക് പറ്റിയ സമയമല്ല. സാക്ഷാൽ ശ്രീപരമേശ്വരൻ ഭൂതഗണങ്ങളാൽ സമാവൃതനായിട്ട് നാട് ചുറ്റുന്ന സമയമാണ്. അത് ഈ സന്ധ്യ നേരത്താണ്. ചുടലക്കളത്തുനിന്ന് പുറപ്പെടുന്ന ചുഴലിക്കാറ്റുകളൊക്കെ വാരി വിതറുന്ന പൊടിയില ശിവൻ സ്വയമേവ ശരീരത്തിൽ അണിഞ്ഞിട്ട് സഞ്ചരിക്കുന്ന ഈ സമയത്ത് അത് പാടില്ല, ഈ സമയം ഒന്ന് കഴിഞ്ഞോളട്ടെ. പക്ഷെ ദിതി സമ്മതിച്ചില്ല. അവളെ പ്രാപിക്കാനായിട്ട് ഭഗവാനെ കശ്യപ മഹർഷിയെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുകയും ഒടുവിൽ കശ്യപൻ അവളുടെ ആഗ്രഹത്തിന് വഴിപ്പെടുകയും ചെയ്തതിനനുസരിച്ച് അവൾ ഗർഭിണിയായി. കശ്യപനാകട്ടെ സ്നാനം ചെയ്തിട്ട് പ്രാണായാമം അനുഷ്ഠിച്ച് മൗനം ഭരിച്ചു എന്നാണ് പറഞ്ഞു. അതിനൊരു ശിക്ഷയായിട്ട് അദ്ദേഹം എത്രയോ കാലം പിന്നെ മൗനാചരണം നടത്തി. ദിതി ഗർഭിണിയായി. സന്ധ്യാസമയത്ത് ചെയ്ത അപരാധത്തിനെ പറ്റിയിട്ട് പിന്നീട് പശ്ചാത്താപം ഉണ്ടായി ദിതിക്ക്. അപ്പോൾ അവളുടെ വിഷമം കണ്ടിട്ട് കശ്യപൻ പറഞ്ഞു, വിഷമിക്കണ്ട. അപ്പോൾ ഒരു എന്താ പറയുക, ഈ നിൻ്റെ മനസ്സ് അശുദ്ധമായി എന്ന് എനിക്ക് മനസ്സിലായി. ആ അശുദ്ധമായതുകൊണ്ടാണല്ലോ നീ ധർമ്മം പറഞ്ഞു തന്ന എൻ്റെ അടുത്ത് പോലും അത് കേൾക്കാതെ കാമത്തിനെ വശപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ നീ എൻ്റെ ആജ്ഞ അനുസരിച്ചില്ല, ദേവന്മാരെ നിന്ദിച്ചു, മഹാദേവനെ നിന്ദിച്ചു. നിൻ്റെ ഗർഭത്തിൽ അതുകൊണ്ട് അധമന്മാരായിട്ടുള്ള 2 പുത്രന്മാർ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. അവർ 3 ലോകങ്ങളിൽ അതികഠിനമായിട്ട് ഉപദ്രവിക്കും, നിരപരാധികളെ ഉപദ്രവിക്കും, സങ്കടപ്പെടുത്തും. മഹാവിഷ്ണു അത് സഹിക്കില്ല. സംസ്കാരങ്ങളുടെ നാഥനാണ് ഭഗവാൻ, നിലനിർത്തുന്ന ആളാണ് അദ്ദേഹം. അത് സഹിക്കില്ല. വിഷ്ണു അവതരിച്ചിട്ട് നിൻ്റെ പുത്രന്മാരെ സംഹരിക്കും. നിനക്ക് പശ്ചാത്താപമുള്ളതുകൊണ്ട് നിൻ്റെ ഒരു പൗത്രൻ സജ്ജന സമ്മതനാകും. അവൻ ഭക്തന്മാർക്ക് ആദർശ പുരുഷനായി തീരും. അതാണ് ഒരു പശ്ചാത്താപത്തിന് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്. പശ്ചാത്തപിക്കെങ്കിലും വേണം. അങ്ങനെ ദിതിയുടെ ഗർഭം വളരുകയാണ്. അവൾ 100 വർഷം ഗർഭം ധരിച്ചു. അതിന് ശേഷം ഇരട്ടക്കുട്ടികളെ പ്രസവിച്ചു അത്ര. ആദ്യം ജനിച്ച ശിശുവിന് ഹിരണ്യാക്ഷനും സ്വർണത്തിൽ കണ്ണുള്ളവൻ, ലാഭേച്ഛയുള്ളവൻ എന്ന അർത്ഥത്തിൽ. രണ്ടാമത് ജനിച്ച ശിശുവിന് ഹിരണ്യകശിപു എന്നും നാമകരണം ചെയ്തു. അതിൽ ഹിരണ്യാക്ഷൻ്റെ കഥ നമുക്കൊക്കെ അറിയാം. വരാഹാവതാരത്തിനെ സ്മരിക്കാതെ നമുക്ക് നരസിംഹാവതാരത്തിനെ സ്മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഹിരണ്യകശിപു എന്ന പേര് കിട്ടിയതിന് ഒരു കാരണമായിട്ട് വേറൊരു കഥയും കൂടി ഉണ്ട്. അത് ബ്രഹ്മാണ്ഡപുരാണത്തിലുണ്ട്. ഒരിക്കൽ കശ്യപ മഹർഷി ഒരു അശ്വമേധയാഗം ആരംഭിച്ചു അത്ര. യാഗത്തിൽ പങ്കെടുക്കാൻ വരുന്ന മഹർഷിമാരുടെ അവരെയൊക്കെ ഇങ്ങനെ ആനയിച്ച് ഇരുത്താനായിട്ട് അവിടെ വിശേഷമായിട്ടൊരു സ്വർണം കൊണ്ടുള്ളൊരു സിംഹാസനം പണിതു വെച്ചിട്ടുണ്ട്. ഈ സമയത്തായിരുന്നു ദിതിയുടെ ആ ഗർഭം അങ്ങോട്ട്
തികഞ്ഞു വരണ ഒരു കാല. യജ്ഞം നടന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം വർഷങ്ങളോളായിട്ട് ഈ 100 വർഷം ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിഥി ആ യജ്ഞവേദിയിൽ പ്രവേശിച്ചിട്ട് ക്ഷീണം കൊണ്ട് ഈ ഹോതാക്കളായിട്ടുള്ള മഹർഷിമാർ ഇരിക്കാനുള്ള ആ സ്വർണ്ണ സിംഹാസനത്തിൽ കയറിയിട്ട് അങ്ങോട്ട് ഇരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവൾ പ്രസവിക്കുകയും ചെയ്തു. ഇന്ന് ജനിച്ചു വീണ കുട്ടി ആ സ്വർണ്ണ സിംഹാസനത്തിൽ ഉദയം ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് ഹിരണ്യകശിപു എന്ന് പേരുണ്ടായി എന്നാണ് ബ്രഹ്മാണ്ഡപുരാണം പറഞ്ഞു. അപ്പോൾ ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഓർത്തെടുത്തൊരു കഥ ആണ്. അതിൽ തെറ്റുണ്ടാവാം, വേരിയേഷൻസ് ഉണ്ടാവാം, എന്നെക്കാളും ഒരുപാട് അറിയുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. ഞാനിത് പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തിന്മ ഉണ്ടാകുമ്പോഴും ഈശ്വരൻ നന്മയ്ക്കൊരു വഴി ഒരുക്കി വെക്കണമെന്നുള്ളതാണ്. ഒരു തിന്മയ്ക്കുള്ള ഒരു അരങ്ങൊരുക്കുമ്പോൾ, ഒരു വലിയ തിന്മയ്ക്കുള്ള ഒരു അരങ്ങൊരുക്കുമ്പോഴും അതിനെയൊക്കെ അതിൻ്റെ എല്ലാവിധ വിഷമങ്ങളെയും മറക്കാൻ നമുക്ക് അവസരമൊരുക്കി തന്നുകൊണ്ട് വലിയൊരു നന്മയ്ക്ക് ഭഗവാൻ എപ്പോഴും വഴിയൊരുക്കണം. അതാണ് കശ്യപൻ ആ സന്ധ്യാനേരത്ത് അത്തരമൊരു പാപം ചെയ്തെങ്കിലും പശ്ചാത്തപിച്ചതുകൊണ്ട് ഭാര്യയോട് പറയുന്നത്, ഒരു പൗത്രൻ നിനക്കുണ്ടാവും, ആ പൗത്രൻ സജ്ജന സമ്മതനായി തീരും, ലോകരെല്ലാം ആരാധിക്കും, മഹാഭക്തനായിരിക്കും. ഭക്തി എന്ന് പറയുന്ന വാക്ക് പ്രകാശത്തിനോട് ചേർന്നിരിക്കുന്ന അവസ്ഥ എന്നല്ലേ ഒരർത്ഥം. നമ്മുടെ കാലഘട്ടത്തിൽ ആരാധനയും ഭക്തിയും കൂടെ കൂട്ടിക്കുഴച്ചിട്ടാണ് പറയുന്നത്. ഭക്തി നിസ്വാർത്ഥമാണ്, ഒന്നും ആഗ്രഹിക്കാതെ തൻ്റെ ആത്മസ്വരൂപം എന്താണോ അതിനോട് ചേർന്നിരിക്കുന്ന ആ ഫീലിങ്ങിനെയാണ് വാസ്തവത്തിൽ ഭക്തി എന്ന് പറയുന്നത്. ലോകത്തിൽ ആരാധകർ വർദ്ധിക്കുന്നുണ്ട്, കാര്യസാധ്യത്തിനുള്ള ആരാധകരെ വർദ്ധിക്കുന്നു. ആരാധനയാണ് കച്ചവടമാക്കുന്നത്, ഭക്തിയെ കച്ചവടമാക്കാൻ സാധിക്കില്ല. ഭക്തി ഇന്നും ഭാഗവത മഹാത്മ്യത്തിൽ നാരദൻ ആ വൃന്ദാവനത്തിലേക്ക് പോകാൻ ഭക്തിയോട് പറയുന്നതിന് മുമ്പുള്ള ഭക്തിയുടെ ഒരു അവസ്ഥയുണ്ടല്ലോ, 2 പുത്രന്മാരോട് കൂടിയിട്ട് ഒരു വൃദ്ധയായിട്ട് കിടക്കണ കണ്ടു എന്ന് പറഞ്ഞില്ല. ആ അവസ്ഥയിൽ നിന്ന് കാര്യമായിട്ടൊന്നും മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. മനുഷ്യരെന്തിനാണ് ഈശ്വരനെ ഭജിക്കുന്നത്? പ്രധാന ലക്ഷ്യങ്ങൾ 4 എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ചതുർവിധ ഭജന്തേമാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ശ്ലോകത്തിൽ, ആ ഗീതാവാക്യത്തിൽ, അർജുന 4 തരക്കാരാണ് എന്നെ ഭജിക്കണത്. ദുഃഖിതനായവൻ, അറിയാൻ അറിവ് ആഗ്രഹിക്കണവൻ, ജിജ്ഞാസുവായവൻ, സമ്പത്ത് കാക്ഷിക്കുന്നവൻ, അതുപോലെ ജ്ഞാനി. ഇതിൽ സമ്പത്തിന് വേണ്ടി ഭഗവാനെ ഭജിക്കുന്നവർ മാത്രമാണ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ പറ്റാത്തത്. ഭാഗവതത്തിൽ നമുക്ക് ആ കാറ്റഗറിയിൽപ്പെട്ടവരെ കാണാൻ പറ്റും. കുബേരന് എക്സാമ്പിളായിട്ട് പലരും പറഞ്ഞേക്കാം, പക്ഷെ കുബേരൻ അങ്ങനൊരു എക്സാമ്പിൾ പെടുത്താൻ പറ്റുന്ന ആളല്ല. അദ്ദേഹം വാസ്തവത്തിൽ തൻ്റെ ഭാര്യ തൻ്റെ അടുത്ത് പോകാൻ, കൃഷ്ണൻ്റെ അടുത്ത് പോയി കൃഷ്ണനെ പോയി കാണാൻ പറഞ്ഞതിന് ഒരു നിമിത്തം മാത്രമായിട്ട് എടുത്തിട്ട് ദ്വാരകയിലേക്ക് ഭഗവാനെ കാണുക എന്നുള്ള ആനന്ദലബ്ധിക്ക് വേണ്ടി മാത്രം പോയ ആളാണ്. അതിൽ പരമൊരു മോഹം അദ്ദേഹം ഒരു നിമിഷം പോലും പുലർത്തുന്നില്ല. അദ്ദേഹത്തിനെ സമ്പന്നനാക്കുന്നത് ഭഗവാൻ അറിഞ്ഞ് ചെയ്യുന്ന കാര്യം. തൻ്റെ കൂട്ടുകാരൻ്റെ ദാരിദ്ര്യ ദുഃഖം കൊണ്ട് തപിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയ്ക്ക് അദ്ദേഹം നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ഗുരുവായൂരപ്പൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കുടുംബത്തെ കൊടുക്കുള്ളൂ. അദ്ദേഹത്തിനോട് നമ്മൾ എങ്ങനെ പെരുമാറണോ എന്നനുസരിച്ചിട്ടുള്ള എല്ലാവിധ ഗിഫ്റ്റും പണിഷ്മെൻറ്റും ഒക്കെ അദ്ദേഹം കുടുംബത്തെ കാണിക്കുക. അവനവന് ചിലപ്പോൾ നേരിട്ട് തന്നൊന്നും വരില്ല. അത് ഗുരുവായൂരപ്പൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് കുചേലൻ്റെ കഥ നമുക്ക് അദ്ദേഹം സമ്പത്തിന് വേണ്ടിയിട്ട് പോയതാണെന്ന് പറയാൻ പറ്റില്ല. കുചേലൻ്റെ ഗൃഹത്തിലാണ് ഭഗവാൻ സമ്പത്ത് കൊടുത്തത്. അജാമിളൻ, അംബരീഷൻ, ഇന്ദ്രദ്യുമ്നൻ, ഇവരൊക്കെ ആർത്തന്മാരാണ്. നേരത്തെ അമ്മ രമ മാഡം അവർ ചെല്ലണ കേട്ടു ഞാൻ, പതിതസ്കലിതശ്ചാർത്ത ക്ഷുത്വാവാ വിശോബ്രു എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം. അതിൽ ആർത്തൻ, അജാമളൻ, അംബരീഷൻ, ഇന്ദ്രദ്യുമ്നൻ ഇവരൊക്കെ ജീവിതത്തിൽ ദുഃഖങ്ങൾ പലതരത്തിൽ അനുഭവിച്ചവരാണ്. അജാമളൻ അജ്ഞാനം കൊണ്ടുള്ള ദുഃഖം, ചെയ്തു കൂട്ടിയ സകലത്തിൻ്റെ ഒരു വിവരമില്ലാണ്ട് നാരായണ എന്ന് വിളിച്ചു പോയി. അംബരീഷൻ്റെ കഥയും ഭക്തിയുടെ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചിട്ട് പോലും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൊരു ദുഃഖമാണ്, പരീക്ഷണമാണ്. ഇന്ദ്രദ്യുമ്നൻ ജീവൻ അനുഭവിക്കുന്ന സകലവിധ ബുദ്ധിമുട്ടുകളുടെയും ഒരു പ്രതീകമായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഇന്ദ്രദ്യുമ്നൻ്റെ കഥയാണല്ലോ
ഇതിന് മുമ്പുള്ള സെഷനിൽ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി നിജ്ഞാസുവിന് എക്സാമ്പിൾ ഉണ്ട്. ഉദ്ധവനാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണം. ഉദ്ധവനാണ്. ഉദ്ധവന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണ്. എത്ര ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നത്. പ്രഹ്ലാദനും വൃത്രാസുരനും കുചേലനും ഒക്കെ ജ്ഞാനികളുടെ ഗണത്തിലാണ് പറയുന്നത്. അവർ ജ്ഞാനികളാണ്. പ്രഹ്ലാദജ്ഞാനിയാണ്, വൃത്രജ്ഞാനിയാണ്, കുചേലജ്ഞാനിയാണ്. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട് ഓരോ പ്രത്യേക കാര്യങ്ങൾക്കായിട്ട് ആരെയാ ഭജിക്കേണ്ടതെന്ന്. വിദ്യാകാമസ്തു ഗിരിശം ദാമ്പത്യാർത്ഥം ഉമാം സതീം അകാമസർവകാമോ വാ മോക്ഷകാമ ഉദാരധി തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം വരുന്ന. ശ്രീപരമേശ്വരനാണ് അത്ര വിദ്യാഭ്യസനികൾ, വിദ്യ കിട്ടേണ്ടവൻ പഠിക്കണം. വിദ്യ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അദ്ദേഹം ആദിഗുരുവാണല്ലോ, അദ്ദേഹത്തിനാണ് ഭജിക്കേണ്ടതെന്നാണ്. ദാമ്പത്യ വിജയത്തിന് ശ്രീപാർവതി അത്ര വിളിക്കേണ്ടത്. അതിന് എക്സാമ്പിളും കാണിച്ചിട്ടുണ്ട്. കാത്യായനി വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട് ഗോപികമാർ. അതേസമയം സകല അഭീഷ്ടങ്ങൾ സാധിക്കുന്നതിനും മോക്ഷപ്രാപ്തിക്കും വിഷ്ണു സേവയാണ് അത്യുത്തമം എന്നാണ് അതിൻ്റെ ഫൈനൽ ഡിക്റ്റം. ഇത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നും ആഗ്രഹിക്കാത്തവന്മാർക്ക് അതേപോലെ എല്ലാം ആഗ്രഹിക്കുന്നവനും ഏറ്റവും പറ്റിയത് ഒറ്റ മെഡിസിനാണ്, അത് വിഷ്ണു സേവയാണെന്നാണ്. ഇവിടെ സകാമനും അകാമൻ എന്നുള്ള രണ്ട് തരക്കാരായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഭഗവത്ഗീത തിരിച്ച മാതിരി നിജ്ഞാസു, ആർത്തൻ, ജ്ഞാനി, സമ്പത്ത് ആഗ്രഹിക്കുന്നവനൊന്നും അവിടെ തിരിച്ചിട്ടില്ല. ഇതിൽ സകാമൻ ആയിട്ടുള്ള വ്യക്തിയല്ല പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ അകാമൻ തന്നെയാണ്. ഈ അകാമൻ വളരെ ന്യൂനപക്ഷമാണ്. അകാമരാണെന്ന് അഭിനയിക്കുന്നവരെ നമുക്ക് ഇഷ്ടമാതിരി കാണാൻ പറ്റും. പക്ഷെ അകാമർ വളരെ ന്യൂനപക്ഷമാണ്. കാരണം ഈ അകാമർക്ക് അറിഞ്ഞുകൂടാ അവർ അകാമരാണെന്ന്. അവരപ്പോഴും കരുതുന്നു എന്തൊക്കെയോ ആഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലോ ഭഗവാനെ, ഇതും മാറ്റിത്തരണേ, ഇതും പറിച്ചു കളയണമെന്നേ അവർ പറയുള്ളൂ. ജ്ഞാനി ഒരിക്കലും ഞാൻ ജ്ഞാനിയാണെന്ന് പറയില്ലല്ലോ. അതൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരാളോട് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഭക്തിക്ക് വേണ്ടി മാത്രമാണ്. തുളസിദാസ് പറഞ്ഞിട്ടുണ്ട്, സഗുണോപാസകർക്ക് മോക്ഷത്തിന്റെ ആവശ്യമില്ല, രാമന്റെ പാദപങ്കജ ഭക്തി മാത്രമേ ആവശ്യമുള്ളൂ. തുളസിദാസൊക്കെ ഇത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേദവാക്യം തന്നെയാണ്. അവരൊക്കെ ജീവിതം കൊണ്ട് അങ്ങനെ തെളിയിച്ചിട്ടുള്ള ആൾക്കാർ. ഭക്തിമാർഗത്തിൽ ഏറ്റവും ഉയർന്ന ആൾക്കാർ അവർ തന്നെയാണ്, യാതൊരു സംശയമില്ല. പ്രഹ്ലാദൻ ആ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെപ്രസെൻറ്റേറ്റീവാണ്. ഭഗവാൻ നരസിംഹസ്വാമി പ്രഹ്ലാദനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ വരം വേണ്ടത്? എൻ്റെ കുഞ്ഞ് നിനക്ക് എന്താ വരം വേണ്ടത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയണ, ഭഗവാനെ വരം തന്നേ കഴിയുള്ളൂ എങ്കിൽ. കാരണം ഭഗവാൻ എപ്പോഴും പ്രത്യക്ഷപ്പെട്ട എന്തെങ്കിലും കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഭഗവാന്റെ ഒരു സ്വഭാവം അതാണല്ലോ. നമ്മളെ മാതിരി വന്ന് ഊണ് കഴിച്ച് പോവില്ല കല്യാണത്തിന്, തന്നിട്ടേ പോകുള്ളൂ എന്തെങ്കിലും. ഭഗവാനെ വരം തന്നേ കഴിയുള്ളൂ എങ്കിൽ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനുള്ള വരം തരണേ എന്നാ പറയണം. യതിരാസീശമേന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ശ്ലോകത്തിലത് കൃത്യമായിട്ട് ആ സ്തുതിയുടെ ശേഷം വരണ ഭാഗത്ത് പറയുന്നു. ഈ ഇനത്തിൽ വരണ മറ്റൊരു മഹാൻ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി തന്നെയാണ്, സാക്ഷാൽ മഹാബലി. അവനവനെ തന്നെ കൊടുത്തിട്ട് ബലിയർപ്പിച്ചിട്ട് മഹാബലിയായ ആളോ അദ്ദേഹം. കയ്യൂക്ക് കൊണ്ട് മാത്രമല്ല മഹാബലിയാവുന്നത്, അവനവനെ തന്നെ ബലിയർപ്പിച്ചിട്ട് മഹാബലിയായ ആൾ. ആ വംശപരമ്പരയുടെ ആ ജനറ്റിക്സിന്റെ ഗുണം നോക്കൂ. എന്താ ജനിതക പരമ്പര! ഇതിനെ എങ്ങനെ നമ്മൾ അസുരൻ എന്ന് വിളിച്ചിട്ട് ചീത്ത വിളിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഹിരണ്യകശിപുവിനെ പോലും ചീത്ത വിളിക്കാൻ പറ്റില്ല. ഹിരണ്യകശിപുവിലേക്ക് എങ്ങനെ ഭഗവാൻ വരുമായിരുന്നു? ഇത്ര വിചിത്രമായിട്ട്, വിഷ്ണുവിന്റെ ഏറ്റവും വിചിത്രമായിട്ടുള്ള അവതാരം നമ്മൾ എങ്ങനെ കാണുമായിരുന്നു? ഹിരണ്യകശിപു ആ അർത്ഥത്തിൽ സ്തുതിക്കപ്പെടേണ്ടവനാണ്. പ്രപഞ്ചത്തിൽ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഇല്ല, സകലതും ഈശ്വരനാണ് എന്നതാ വീണ്ടും വീണ്ടും അടിച്ചുറപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ കണ്ണും കൂടെ കാണുമ്പോൾ. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്ന ആ 4 വിഭാഗത്തിലും പെടാത്തതിൽ കൂടെ കടന്നു മേലേക്ക് നിൽക്കുന്ന, ഔന്നത്യത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ പ്രഹ്ലാദൻ, മഹാബലി, വൃത്രാസുരൻ, ഗോപികമാർ, ഇവർക്കാർക്കും ഭക്തിയിൽ നിന്ന് ഒരു ഫലപ്രതീക്ഷയില്ല. അവർക്ക് എന്താ വേണ്ടത് ചോദിച്ചാൽ അവർക്ക് എന്തോ വേണം, അത് ഭഗവാനാണ്. അതിനെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്നില്ല.
അവർക്ക് ഭഗവാന്റെ രൂപം വേണ്ട, സാരൂപ്യം വേണ്ട, ഭഗവാന്റെ ലോകത്ത് പോയിരിക്കേണ്ട, സാലോക്യം വേണ്ട, സായുജ്യം വേണ്ട. ഇങ്ങനത്തെ ഒരു ഭക്തി ചില സമയത്ത് സൂക്ഷിച്ചു ചിലപ്പോൾ നമുക്ക് നോക്കും ഗീതയിലെ ഗണനയിൽ ആ ഗീത വിവക്ഷിക്കണയിൽ വരുന്നില്ല. തന്നെ ലക്ഷ്യബോധത്തോടെ ഭജിക്കുന്നവരുടെ കാര്യമേ ഗീതയിൽ വരുള്ളൂ. കാരണം അത് ആക്ച്വലി ഒരു യോദ്ധാവിന് അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറേണ്ട ഒരാൾക്ക്, ലക്ഷ്യബോധത്തോടെ മുന്നേറേണ്ട ഒരാൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളുടെ ഒരു സമാഹാരം കൂടി ആയിരുന്നുകൊണ്ടായിരിക്കാം ഭഗവാൻ അതവിടെ അവോയ്ഡ് ചെയ്തത്. ലക്ഷ്യമേ ഇല്ലാത്ത കേവല ഭക്തി, അവിടെ എന്താ ലക്ഷ്യം? സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ എന്ന് മാത്രം പറയണ സ്ഥലത്താണ് അതിന്റെ ചെറിയൊരു ലാഞ്ചന വരണം. ആ അവസ്ഥയിൽ ഏറ്റവും ഉയർന്ന അളഞ്ഞിരുന്നു. ആ അവസ്ഥയുടെ എല്ലാവിധ സൗഭാഗ്യങ്ങളും തൻ്റെ ജീവിതത്തിലും മനസ്സിലും ആചരണങ്ങളിലും ഒക്കെ അനുഭവിച്ച ആളായിരുന്നു പ്രഹ്ലാദൻ. ഇപ്പം ഭക്തന്മാരെ കുറിച്ച് നമ്മൾ പൊതുവായിട്ട് പറഞ്ഞ് പോരുമ്പോൾ ഭാഗവതത്തിലെ ഭക്തന്മാരെ കുറിച്ച് നമ്മൾ കുറേ പേരെ ഒന്ന് സ്മരിച്ചു. ഇപ്പം അംബരീഷിനെ പറഞ്ഞു, അല്ലെങ്കിൽ അജാമിളിനെ ഭക്തൻ എന്ന് പറയുന്നില്ല, ഇന്ദ്രദ്യുമ്നെ പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ വൃത്രാസുരനെ പോലും പറഞ്ഞു. വൃത്രൻ്റെ സ്തുതിയൊക്കെ എത്ര ഗഹനമായ അർത്ഥങ്ങളുള്ളതാണ്. ഒരു അസുരൻ്റെ വായിൽ നിന്ന് വരണതാണോ അതൊക്കെ? അപ്പോൾ ഈ പൊതുവിഭാഗങ്ങളിൽ പെടുത്തിയിട്ട് പേരെടുത്ത് പറഞ്ഞ ചിലർക്ക് ഒന്നുകിൽ ചില സവിശേഷതകൾ, ഞാൻ സകാമൻ അകാമൻ എന്നൊക്കെ ഇങ്ങനെ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. അതിൽ പ്രഹ്ലാദൻ, അജാമൻ, അംബരീഷൻ, ഉദ്ധവർ, ഈ 4 പേരും ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറുകളാണ്. അതിൽ അജാമൻ, അംബരീഷൻ, ഉദ്ധവരെ കുറിച്ച് നമുക്ക് ഇന്നിവിടെ പറയാൻ വിഷയത്തിൽ വരാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രഹ്ലാദന്റെ പ്രധാന കാര്യം, അദ്ദേഹം ജന്മനാ ജ്ഞാനിയാണ്. അത് ഗർഭാവസ്ഥയിൽ ജ്ഞാനോപദേശം കിട്ടിയതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്ന ഒരു ട്രിഗർ മാത്രമാണ്. എനിക്ക് തോന്നുന്നതാണ് അതിനെ എതിർക്കാം, കുഴപ്പം. എന്താ പറയുക, എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുന്ന ഒരു പൊരുളിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള കാര്യം. എങ്ങനെ ഒരു ശിശു ജന്മനാ ജ്ഞാനിയായിട്ട് തീരുന്നു? ജന്മനാ അവനിൽ എങ്ങനെ ഭക്തി അങ്കുരിക്കണം? പുനർജന്മ സിദ്ധാന്തമൊക്കെ നമുക്ക് പിടിക്കാം, പൂർവ്വജന്മ വാസനയാണ്, എല്ലാം ശരി. പക്ഷേ ചില ജന്മങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരു കലാപരമായിട്ടുള്ള വാസനയില്ലാത്ത വീട്ടിൽ വലിയ വലിയ കലാകാരന്മാർ ജനിക്കുന്നു, അല്ലെങ്കിൽ വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ളവർ ജനിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജനനമാണ് പ്രഹ്ലാദൻ്റെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഒരു ഭക്തനായിരുന്നു, വൺ ഓഫ് ദി ഡിവോട്ടീസ് എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനിൽ ഇടാൻ പറ്റുന്നില്ല. ഭഗവാൻ സ്വയം ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. ഭവാൻമേ ഖലു ഭക്താനാം സർവേഷാം പ്രതിരൂപതൃക്. ഭാഗവതത്തില് നരസിംഹസ്വാമി പറയുക, എൻ്റെ ഭക്തന്മാരുടെ പ്രതിനിധിയാണെന്നാ പറയണം. ആ കാൻഡിഡേച്ചർ കൊടുത്തിട്ടുണ്ട്, ആ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ മാതാവിൻ്റെ ഗർഭത്തിൽ സ്ഥിതി ചെയ്ത കാലത്ത് നാരദ മഹർഷി പ്രഹ്ലാദൻ്റെ അമ്മയായിട്ടുള്ള കയാധുവിന് ഉപദേശിച്ചതൊക്കെ കൊണ്ടത് മകനായിട്ടുള്ള, ഗർഭസ്ഥനായിട്ടുള്ള പുത്രനിലാണ്. അങ്ങനെയാണ് പ്രഹ്ലാദൻ ആത്മജ്ഞാനിയായതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനുമൊക്കെ എത്രയോ ജന്മങ്ങൾക്ക് മുമ്പ് മഹാദേവൻ വാമകേശ്വര തന്ത്രത്തിൻ്റെ തുടക്കത്തിൽ ശ്രീപാർവതിയോട് പറയുന്നത് 84 ലക്ഷം ഗർഭപാത്രങ്ങൾ കടന്നിട്ടാണ് ഒരു ജന്മം ആദ്യമായിട്ട് ഒരു ജീവൻ ആദ്യമായിട്ട് മനുഷ്യന്മം കിട്ടണം. പിന്നെ നമ്മുടെ കൈക്രിയകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഈ 84 ലക്ഷത്തിൻ്റെ പടിക്കെട്ടുകളിലേക്ക് എവിടേക്ക് വേണമെങ്കിലും വീണ്ടും വീണ് പോയിട്ട് കരകയറി വരാം. അത് നമ്മുടെ റിഫൈൻമെൻറ്റിൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ഒരു വലിയ സൈക്കിളാണ്. അതിൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് ഒരു വലിയ ലക്ഷ്യപൂർത്തിക്ക് വേണ്ടിയിട്ട്, ലോകത്തിനൊരു വലിയ പാഠമാവണതിന് വേണ്ടിയിട്ട് ഭഗവത് ഇച്ഛ കൊണ്ട് ആ ഗർഭത്തിൽ വന്ന് ജനിച്ചതായിരിക്കാം പ്രഹ്ലാദൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നാരദ മഹർഷിയുടെ ദിവ്യോപദേശം ആ ആത്മാവിനെ ഒന്ന് ഉണർത്തി, അല്ലെങ്കിൽ ഒന്ന് തയ്യാറെടുപ്പിച്ചു. നമ്മൾ ചില കമ്പനികളിലൊക്കെ പുതുതായിട്ട് ജോലി ചെയ്യുമ്പോൾ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടാവില്ലേ, അവിടെ ചെല്ലുമ്പോൾ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. ആ ട്രെയിനിങ് പീരീഡ് പ്രഹ്ലാദന് ഗർഭത്തിലാക്കി.
നാരദ മഹർഷിയെ പോലെ ഭഗവതുപാസനയിൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ വേറൊരാളില്ല. ധ്രുവനും ഇത് തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് ആ ട്രെയിനിങ് കൊടുത്തത്. ആ സംസ്കാരം ഗർഭത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെയാണ് തൻ്റെ അച്ഛനോട് യാതൊരുവിധ പ്രതികാര ബുദ്ധിയും പ്രഹ്ലാദനില്ലായിരുന്നു. ശരിക്കൊരു അച്ഛൻ കുട്ടിയായിട്ട് വളരേണ്ടതാണ്. നമ്മൾ തമിഴിൽ അപ്പാച്ചെല്ലെന്ന് പറയും. ഇപ്പം മദ്രാസിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ആ വാക്ക്. അമ്മാച്ചെല്ലം അപ്പാച്ചെല്ലം എന്ന് പറയും. അച്ഛൻ്റെ ഓമന മകനായിട്ട് വളരുന്നതും അച്ഛൻ കാണിക്കുന്നതും ഒക്കെ കണ്ടിട്ട് സാധാരണ മക്കൾക്ക്, ആൺമക്കൾക്ക് അച്ഛൻ ഒരു സൂപ്പർ ഹീറോ ആണെങ്കിൽ അച്ഛൻ ആയിരിക്കും ഏറ്റവും വലിയ റോൾ മോഡൽ. അച്ഛനെ കവിച്ചിട്ട് അവർക്ക് വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അച്ഛനെ റോൾ മോഡലായി കാണേണ്ട ഒരു പ്രായത്തിലുള്ളൊരു കുഞ്ഞ് അച്ഛൻ്റെ പ്രവർത്തികളൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് അച്ഛൻ ചെയ്യണതാണ് സത്യം തോന്നുന്നൊരു കുഞ്ഞിന്. പക്ഷെ ഇതല്ല ലോകം, ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്. ആ ലോകത്തിൻ്റെയൊക്കെ നാഥനായിട്ട്, നമ്മുടെ ഈ ലോകത്തിൻ്റെ അടക്കം നാഥനായിട്ട് ഒരാളുണ്ട് എന്ന ബോധം ഇംപ്ലാന്റഡ് ആയിട്ടാണ് ഈ ബാഹ്യലോകത്തേക്ക് അദ്ദേഹം വരണത്. അച്ഛൻ ധർമ്മനിഷ്ഠനല്ല എന്ന് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞതും അതിനെതിരായിട്ടുള്ളൊരു നിലപാട് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചത് അതുകൊണ്ടാണ്. പക്ഷെ അതിന് അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. പിതൃഹത്യ, സ്വന്തം അച്ഛനെ കൊല്ലുന്ന അവസ്ഥ. ഭഗവാൻ ഉണ്ടായില്ലേ, സ്വന്തം അമ്മാവനെ കൊല്ലുന്ന അവസ്ഥ ഉണ്ടായില്ലേ? ഭഗവാൻ വിഷമിച്ചിട്ടില്ല എന്നാണോ നമ്മൾ കരുതുന്നത്? നമ്മൾ വിചാരിക്കുന്നു കംസനെ വളരെ സന്തോഷത്തോടെ കൊന്നു. മഹാഭാരതം വായിച്ചു നോക്കുക, മൂലഭാരതം വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. കൗരവസഭയിൽ ഭഗവാൻ ദൂതിന് പോണ സമയത്ത്, ഞാൻ പറയുന്നത് മൂലമഹാഭാരതം കേട്ടോ, മൂലമഹാഭാരതത്തിൽ ഭഗവാൻ വിശ്വരൂപമൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ പിൽക്കാലത്ത് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളതാണെന്നാണ്, പ്രക്ഷിപ്തമാണെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. മൂലഭാരതത്തിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ശരിക്ക് ഇദ്ദേഹത്തെ പോലെ നമുക്ക് അല്പമെങ്കിലും ആകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. അതിനുശേഷമാണ് അദ്ദേഹം നമുക്ക് ഭഗവാനാവണം. വലിയൊരു പ്രസംഗം, പ്രൗഢമായിട്ടൊരു പ്രസംഗം ഭഗവാൻ നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ ഒരിടത്ത് അദ്ദേഹം ഉള്ളിൽ തട്ടിയിട്ട് പറയുന്നുണ്ട്, അങ്ങേക്ക് ധൃതരാഷ്ട്രോട് പറയണം, അങ്ങേക്ക് വാസ്തവത്തിൽ കണ്ണ് കാണാത്തത് ഒരു ശരീരത്തിന്റെ വൈകല്യമൊന്നുമല്ല, അങ്ങേക്കിപ്പോൾ ശരിക്ക് കണ്ണ് കാണാതായിട്ടുള്ളത് പുത്രവാത്സല്യം കൊണ്ടാണ്. നമ്മളിന്നൊക്കെ പറയുന്നില്ലേ നെപ്പോട്ടിസം, രാഷ്ട്രീയത്തിലും സിനിമയിലും ബിസിനസ്സിലും ഒക്കെ കാണുന്നതാണ് നെപ്പോട്ടിസം. സ്വജനപക്ഷപാതം എന്ന് മലയാളത്തിൽ പറയും. ഭഗവാൻ അതിനെയാണ് സ്ട്രെയിറ്റ് അറ്റാക്ക് ചെയ്യണം. ധൃതരാഷ്ട്രോട് പറയണം, അങ്ങയുടെ കണ്ണ് അന്ധത ബാധിച്ചിരിക്കണു. അന്ധത ബാധിച്ചിരിക്കണതിനെ എങ്ങനെയാ വെച്ചാൽ പുത്രനോടുള്ള സ്നേഹം കൊണ്ട് ഇപ്പോഴെങ്കിലും കറക്റ്റ് ചെയ്യുക. ഇനി അവൻ പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ അവനെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുക. എൻ്റെ അവസ്ഥ അങ്ങേക്ക് ഉണ്ടാവരുത്. അധർമ്മിയായി പോയത് കൊണ്ട് മാത്രം സ്വന്തം മാതുലിനെ കൊല്ലേണ്ടി വന്ന ഗതി ഉണ്ടായ ഒരാളാണ് ഞാൻ. വ്യാസമഹർഷിയുടെ വാക്കുകളാണ്. അല്ലെങ്കിൽ വ്യാസമഹർഷി സഞ്ജയനെ കൊണ്ട് നമുക്ക് പറയിച്ചു തന്ന ആ യുദ്ധത്തിൻ്റെ ഒരു സീനുണ്ടല്ലോ, ആ സീനിലേക്ക് എത്താതിരിക്കാൻ ഭഗവാൻ എടുത്തിട്ടുള്ള ഒരു എഫർട്ടാണ്. അപൂർവ സന്ദർഭങ്ങളിലാണ് ഭഗവാൻ തൻ്റെ പേഴ്സണൽ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുള്ളത്. ഏതൊരു പ്രാസംഗികനും, ഏതൊരു ലീഡറും, ഏതൊരു യോദ്ധാവും, ഒരു മഹാരഥി ആവട്ടെ, അല്ലെങ്കിൽ ജനതതികളെ നയിക്കുന്ന ഒരാളാവട്ടെ, മനുഷ്യരാശിയെ നേർവഴിക്ക് നയിക്കുന്ന ഒരാളാവട്ടെ, ആ വ്യക്തി തൻ്റെ സ്വന്തം ഉദാഹരണങ്ങൾ എടുത്ത് പറയുമ്പോൾ നമ്മൾ 2 വട്ടം കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ട് ചെവി കൊടുക്കണം. കാരണം അദ്ദേഹം പറയുന്നത് ഒരു ലോകതത്വമല്ല, താൻ അനുഭവിച്ചറിഞ്ഞ ഒരു വേദനയെന്നോ അല്ലെങ്കിൽ താൻ പഠിച്ചൊരു പാഠത്തിനെയോ നമുക്ക് പറഞ്ഞു തരും. ഭഗവാൻ പറയട്ടെ, സ്വന്തം അമ്മാവനെ കൊല്ലേണ്ട ഗതികേടുണ്ടായ ആളാണ് ഞാൻ, ആ യോഗമുണ്ടായ ആളാണ് ഞാൻ എന്ന് പറയുന്ന അവിടെ കൃഷ്ണൻ്റെ അകത്ത് ഒരു വേദന നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ സ്വന്തം അച്ഛനെ വധിച്ചു, താൻ അതിന് കാരണമായി. അവിടെ കഥകളിയിൽ ഭഗവാൻ വിളിക്കുന്നുണ്ട്. നരസിംഹസ്വാമി അടുത്തേക്ക് ആട്ടക്കഥയിൽ അത് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അജ്ഞാതകർത്തൃകമാണ്, നമുക്ക് അറിഞ്ഞൂടെ ആരാണ് ആട്ടക്കഥ എഴുതിയതെന്ന്. വരിക സമീപേ ഭക്ത പ്രഹ്ലാദ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നൊരു വാചകമുണ്ട്. അദ്ദേഹം പറയാണ്, അരുതരുതിനിയും പിതൃവധ ഖേദം. അച്ഛൻ മരിച്ചു, അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനായി എന്ന് വിഷമിക്കേണ്ട കുട്ടി, ദുരിതം ചെയ്താൽ വരുമോ നന്മകൾ എന്നാ ചോദിക്കണം. ദുരിതം ചെയ്യണവന് എന്തെങ്കിലും നന്മകൾ ഉണ്ടാവുമോ? നരസിംഹസ്വാമി ചോദിക്കുകയാണ് പ്രഹ്ലാദനോട്. വാസ്തവത്തിൽ കേരളത്തിലൊരു വലിയ നടൻ
അദ്ദേഹം ആ കഥാപാത്രത്തിൽ അത്ര ഉൾക്കൊണ്ട് അഭിനയിക്കണുണ്ട്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. പ്രഹ്ലാദനെ നോക്കിയിട്ട് പിതൃവധ ഖേദം വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഓഡിയൻസിനെ മുഴുവൻ നോക്കിയിട്ട്, ആ സദസ്സിലേക്ക് ഓരോരുത്തരെയും നോക്കിയിട്ട് തൻ്റെ നഖമുള്ള വിരൽ ചൂണ്ടിയിട്ട് പറയും, ഓരോരുത്തരെയും എണ്ണി 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 കാണിച്ചിട്ട് പറയും, ദുരിതം ചെയ്താൽ വരുമോ നന്മകൾ എന്ന്. ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തണം. അത്ര എന്താ വളരെ വിശേഷപ്പെട്ട ഒരു അവതാര പുരുഷൻ തന്നെയായിരുന്നു പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദന്റെ ഒരേ ഒരു പ്രാർത്ഥന, അതിനൊരു ആഗ്രഹം എന്ന് വിളിക്കാൻ പറ്റില്ല, പിതാമേ പൂയേതാ, എൻ്റെ പിതാവിനെ ശുദ്ധീകരിക്കണേ ഭഗവാനെ, ദുരന്തത്തിൽ അവസാനിച്ച് മഹാഭാവത്തിൽ നിന്ന് എൻ്റെ അച്ഛനെ മോചിപ്പിക്കണേ എന്നാ പറഞ്ഞു. അപ്പൊ അച്ഛൻ അവിടെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ഭയം എന്ന വികാരം തൊട്ട് തെറിച്ചിട്ടില്ലായിരുന്നു പ്രഹ്ലാദന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സദാ ആഹ്ലാദവാനായിട്ടിരിക്കാൻ സാധിച്ചത്. ഭയമില്ലാത്തവനെ ആഹ്ലാദമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. മനുഷ്യന് ആത്യന്തികമായിട്ട് ഒരൊറ്റ വികാരമുള്ളൂ, അത് മരണഭയമാണ്. ഞാൻ നശിക്കുമോ, ഞാൻ നശിക്കുമോ, ഞാൻ നശിക്കുമോ. ജീവന്റെ അടിസ്ഥാന വികാരത അത് മറന്നിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുന്നത്. അത് മറന്നിരിക്കുന്ന അവസ്ഥയാണ് ബാക്കിയല്ല, നമ്മുടെ ബാക്കിയുള്ള സകല വികാരങ്ങൾ. ഈ ഭയത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ദുഃഖവും മറ്റു പല പ്രശ്നങ്ങളൊക്കെ. എന്തിന് വേറൊരുത്തൻ്റെ ഉയർച്ചയിൽ നമുക്കുണ്ടാവുന്ന അസൂയ പോലും നമ്മുടെ മരണഭയം, നമ്മുടെ നാശത്തിനെ കുറിച്ചുള്ള നമ്മുടെ ഭയമാണ്. അവൻ എന്നെക്കാട്ടിലും ഉയരുമോ, അത് എൻ്റെ പതനത്തിന് കാരണമാവുമോ. ഇതിനെ മറികടന്നൊരാത്മാവായിരുന്നു അദ്ദേഹം. യോഗിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിഷം ബാധിക്കാൻ, മുക്കിക്കൊല്ലാൻ നോക്കിയപ്പോൾ ശ്വാസം നിലച്ച് അദ്ദേഹം മരിക്കാനും. എന്തൊക്കെ തരത്തിൽ അത് ഭഗവാന്റെ ഒരു മാജിക്കായിട്ട് നമ്മൾ കാണരുത്. ഭഗവാന്റെ മാജിക്കാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കണമെന്നുള്ളത്, ഈ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. അതിൽ കവിഞ്ഞ് വലിയൊരു മാജിക്കൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മാന്ത്രികതകളുണ്ട്. നമ്മൾ എത്രത്തോളം അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുമോ ആ മാന്ത്രികതകളുടെ ആ സ്വത്തിൻ്റെ ഒരു അവകാശികളിലോ ഒരംശം നമുക്കും വന്നു ചേരുള്ളൂ. അങ്ങനെ വലിയൊരു അവകാശിയായ ഒരാളായിരുന്നു പ്രഹ്ലാദൻ. ആത്മജ്ഞാനത്തിൻ്റെ കരുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭയമില്ലാണ്ടിരുന്നത്. പക്ഷെ ജ്ഞാനികളാണെങ്കിലും പ്രാരബ്ധങ്ങൾ അവസാനിക്കുന്നത് വരെ ജീവിച്ചിരിക്കണം, ജീവിതം നയിക്കണം, അത് അനുഭവിച്ച് തീരണം. അത് പുണ്യമാവാം പാപമാവാം, സുഖാനുഭവമാണോ ദുഃഖാനുഭവമാണോ, അത് അനുഭവിച്ചെന്നെ തീരണം എന്നാണ് നമ്മുടെ സിദ്ധാന്തം, നമ്മുടെ സനാതന ധർമ്മ സിദ്ധാന്തം. പ്രവൃത്തി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. കർമ്മത്തിന് ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് വൈഷ്ണവ പദ്ധതിയിൽ. കൃഷ്ണൻ കർമ്മയോഗിയായിരുന്നു. കർമ്മത്തിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ചോമ്പേരിത്തരങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചില്ല. അദ്ദേഹം പറഞ്ഞതിനെ എന്ന് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തോ അന്നാണ് ഭാരതം നശിച്ചത് തന്നെ. കർമ്മണ്യേവ അധികാരസ്ഥ എന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റായിട്ട് ധരിച്ചാൽ പറ്റിയ പ്രശ്നമാണ്. പ്രോസസ്സിൽ ശ്രദ്ധിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളൊരു സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സാമ്പാറിൻ്റെ റെസിപ്പി കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നന്നാവോ, അതിന് ടേസ്റ്റ് ഉണ്ടാവുമോ, ഇതിൽ ഉപ്പ് കൂടുമോ കുറയോ, ഇത് കഴിക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുമോ, ഇങ്ങനത്തെ ഫലയച്ചകളൊന്നും ഇല്ലാണ്ട് നിങ്ങൾ ആ പ്രോസസ്സിൽ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്വാദിഷ്ടമായിട്ടൊരു സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. പ്രോസസ്സാണ് ഇമ്പോർട്ടൻറ്റ്. ഭഗവാൻ പ്രോസസ്സിനെയാണ് ശ്രദ്ധിച്ചത്. പ്രോസസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സാഖ്യവും ജ്ഞാനവും ഭക്തിയും ഒക്കെ ഉപദേശിച്ച് ഇനി അതൊന്നും പോരാണ്ട് തൻ്റെ സ്വരൂപം കാണിച്ചു കൊടുത്തത്. അങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന്. ഇങ്ങനെ ജ്ഞാനലാഭത്തിനും ജീവിക്കാനും ആ ജ്ഞാനം കിട്ടി. ജി വിജയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫോണ് ഒന്ന് മ്യൂട്ട് ചെയ്താൽ കൊള്ളാം. എനിക്കിവിടെ ഫീഡ്ബാക്ക് വരുന്നു. താങ്ക് യു. ഓക്കെ താങ്ക് യു. അപ്പോൾ ഇങ്ങനെ ജ്ഞാനലാഭത്തിന് മേലും ജീവിക്കാനും പ്രവർത്തിക്കാനും ബാധ്യസ്ഥരായിട്ട് തീരുന്ന ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഞാൻ ജ്ഞാനിയാണ്, ജ്ഞാനി ആയിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു വ്യക്തി ജ്ഞാനിയാണ്, ആ ജ്ഞാനി ആയിട്ടുള്ള അവസ്ഥയിൽ അയാൾക്ക് പ്രാരബ്ധങ്ങൾ ഒടുങ്ങിയിട്ടില്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചേ പറ്റൂ. അങ്ങനെയുള്ളവൻ എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത്? ഒരു വലിയ അപകടം പിടിച്ച ക്വസ്റ്റ്യനാണ്. എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമല്ല അത്. പക്ഷെ
മഹാഭാഗ്യവന്മാരിൽ കുറച്ചു പേർക്ക് വരുന്നൊരു അവസ്ഥയാണത്. പ്രഹ്ലാദന് വന്ന അവസ്ഥയാണ്. ആ ഒരു സ്റ്റേറ്റ് എത്തിയിട്ട് എങ്ങനെ ജീവിക്കും? നമുക്കൊന്നും കുഴപ്പമില്ല. നമ്മൾ പുസ്തകങ്ങൾ വായിച്ച് ജ്ഞാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ട് നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അതാണെന്ന് സങ്കല്പിച്ച് പോവാണ്. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നമ്മുടെ അകത്ത് ഉദയം ചെയ്തിട്ടില്ല. 99% നമ്മൾ കേൾക്കുന്ന പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കുന്ന വചനങ്ങളും നമ്മൾ കേൾക്കുന്ന പ്രബോധനങ്ങളിലും അത് പറയുന്ന വ്യക്തികൾക്ക് അവർക്ക് ഒരിക്കലും ഉണ്ടാവാത്ത, അല്ലെങ്കിൽ ഇന്നേവരെ അവർ അനുഭവിക്കാത്തൊരു കാര്യത്തിന് അവർ നമുക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുക എന്നുള്ളൊരു വലിയ അപകടത്തിൽ കൂടെ നമ്മുടെ ധർമ്മം കടന്നു പോകുന്നതാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ആ ജ്ഞാനലാഭം ലഭിച്ചവൻ എങ്ങനെയാണ് അവന് ജീവിതം പിന്നെയും ശേഷിക്കണ്ടെങ്കിൽ ജീവിക്കേണ്ടത്. ജ്ഞാനലാഭം കിട്ടിയവൻ ഒരു നിമിഷം പോലും ശരീരത്തിൽ ഇരിക്കാൻ തോന്നില്ല എന്നാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയുന്നത്. വിവേകാനന്ദ സ്വാമിക്ക് സർവ്വവും മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാനത് മുഴുവൻ നിന്റെ അത് തിരിച്ചെടുക്കുകയാണ്, കാരണം നിനക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നീ അത് കയ്യിൽ വെച്ചോണ്ടിരുന്ന നീ ശരീരം ഇട്ടിട്ട് പോകും എന്ന് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ പ്രഹ്ലാദൻ ഇത്രയും ഉയർന്ന ഒരു ആത്മാവ്, ചെറിയ കാലമൊന്നുമല്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്, അനേക വർഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അസുര ചക്രവർത്തിയായിട്ട്. അതിനുശേഷം അദ്ദേഹം മഹർഷിയായിട്ടും ജീവിച്ചിട്ടുണ്ട്, സന്യാസം സ്വീകരിച്ചിട്ടുണ്ട്. നരനാരായണന്മാരുമായിട്ട് അദ്ദേഹത്തിന് വലിയൊരു യുദ്ധം ഉണ്ടായ കഥ തന്നെയുണ്ട്. പക്ഷെ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന് മാർഗനിർദ്ദേശം കൊടുക്കാൻ വരുന്നത് സ്വയമേവ ഭഗവാൻ തന്നെയാണ്. അതാണൊരു ഭക്തന്റെ ഭാഗ്യം. ഇപ്പം ഞാൻ ചെറുതായിട്ട് പെട്ടെന്ന് ഒന്ന് ഡീവിയേറ്റ് ചെയ്തു പോയി, ആ ഓഡിയോൻ്റെ പ്രശ്നം വന്നപ്പോൾ. ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജ്ഞാനലാഭം കിട്ടിയിട്ടും എങ്ങനെയാണ് ഒരുത്തൻ ജീവിക്കേണ്ടത്. അവന് ജീവിതം ബാക്കിയുണ്ടെങ്കിൽ, ഭഗവാൻ അവനെ അത് നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ലോകസംഗ്രഹമയവാവി സമ്പശ്യൻ കർത്തുമർഹസി എന്ന് പറഞ്ഞു. ലോകോപകാരപ്രദമായ കാര്യങ്ങളിൽ മുഴുകിക്കഴിയണം അങ്ങനെയുള്ളവൻ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതം നമമ എന്ന് വേദം ഉദ്ഘോഷിക്കുന്നത് തന്നെ, സംശയമില്ല. ഇതൊന്നും എൻ്റെ അല്ല, ഈ ചെയ്യുന്നതൊക്കെ അങ്ങയുടെയാണ്, ഇതൊക്കെ ലോകത്തിലേക്കാണ്. ഈ ദൈവിക നിയോഗത്തിനെ അക്ഷരം പ്രതി അനുസരിച്ചിട്ട് ഉദ്ധരേതാത്മാത്മാനം എന്ന് ഭഗവാൻ അവനവൻ്റെ ആത്മാവിനെ ഉദ്ധരിച്ചിട്ട് എല്ലാവരും ഉദ്ധരിച്ചുകൊണ്ട് ലോകോദ്ധാരപ്രവണമായ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ജീവിതം നയിച്ച ജ്ഞാനിയായിട്ടുള്ള ഏറ്റവും ഉത്തമനായിട്ടൊരു ഭക്തൻ തന്നെയാണ് പ്രഹ്ലാദ സ്വാമി. ഞാൻ പ്രഹ്ലാദനെ സ്വാമി എന്നാ പറയുക. കാരണം സമമായി കാണുന്നവനാണ് യഥാർത്ഥത്തിൽ സ്വാമി, അല്ലാത്തതൊന്നും സ്വാമിയല്ല. സ്വാമി എന്ന വാക്ക് സമമായിട്ട് സകലത്തിനെയും കാണാൻ സാധിക്കുന്നവന് മാത്രം അവകാശമുള്ളൊരു വാക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ പ്രഹ്ലാദൻ വിഷ്ണു പുരാണത്തിൽ നരസിംഹസ്വാമിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സാരാംശം ഇങ്ങനെയാണ്: സാധാരണ മനുഷ്യർക്ക് ലൗകിക സുഖങ്ങളോടുള്ള ഉണ്ടാവുന്ന ഒരു താല്പര്യമുണ്ട്, അത് ഭയങ്കരമായിട്ടുള്ള ഒരു ആകർഷണീയതയാണ്. ആ ആകർഷണീയത എനിക്ക് അങ്ങയോടുണ്ടാകണേ എന്നാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പ്രഹ്ലാദൻ്റെ നരസിംഹസ്വാമിയായിട്ടുള്ള സംവാദം അല്ലെങ്കിൽ പ്രാർത്ഥന തുഞ്ചത്താചാര്യൻ എഴുതിയിട്ടുള്ളതും അല്ലെങ്കിൽ വിഷ്ണുപുരാണത്തിലുള്ളതും അല്ലെങ്കിൽ വാമനപുരാണത്തിലുള്ളതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഭാഗവതത്തിലുള്ളതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് പ്രഹ്ലാദൻ എന്ന ആ ജ്ഞാനിയുടെ മഹത്വത്തിനെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇത് ഓരോന്നിലുള്ളൂ. സാധാരണ മനുഷ്യർക്ക് ലൗകികാസക്തി ഉണ്ടാവും. ആ ലൗകികമായിട്ടുള്ള സുഖങ്ങളോടുള്ള ആ ഒരു താല്പര്യം, ഭഗവാനെ എനിക്ക് അതേപോലുള്ളൊരു താല്പര്യം എനിക്ക് അങ്ങയോടുണ്ടാകണേ എന്നാ പ്രാർത്ഥിക്കുന്നത്. ബന്ധത്തിന്റെ തീവ്രത കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനും ലൗകിക സുഖവും തമ്മിലുള്ള അടുപ്പമാണ്. സാധാരണക്കാരൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ലോകസുഖത്തിനോട് തോന്നുന്ന അത്ര ഒരു വാക്ക്, ഒരു ഡെറോഗേറ്ററി വാക്കാണെങ്കിലും വേഴ്ച എന്ന് തന്നെ പറയാം. ഒരാൾക്ക് ഈശ്വരനോട് തോന്നുന്നത് യഥാർത്ഥ ഭക്തിയായിട്ടാണ്. ഈ പ്രാർത്ഥനയാണ് ശരിക്കും ഭക്തിയുടെ ഏറ്റവും ബെസ്റ്റ് ഡെഫിനിഷൻ. ഇതാണ് ഭക്തി. സ്നേഹം, പ്രേമം എന്നൊക്കെ അമൂർത്ത ആശയങ്ങളിൽ കൂടെ നമുക്കൊരിക്കലും പറയാൻ പറ്റാത്ത കോൺക്രീറ്റ് അല്ലാത്ത അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയകളിൽ കൂടെ പറഞ്ഞ ആൾക്കാരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് പകരം
ഏത് മനുഷ്യനും ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന തരത്തിൽ വിഷ്ണു പുരാണത്തിൽ ആ പ്രാർത്ഥന, ആ പ്രഹ്ലാദൻ്റെ പ്രാർത്ഥനയെ കൂടെ എന്താ ഭക്തി എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കി കൊടുക്കും. കാമാദികളായിട്ടുള്ള ഏത് വികാരത്തിൻ്റെയും മാധ്യമത്തിൽ കൂടെ ഭക്തി ആകാം എന്ന സൂചനയും ഇതിലുണ്ട്. അതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ മഹത്വം. എല്ലാം ഭഗവാനിലേക്കുള്ള വഴിയാണ്, സകലതും ഭഗവാനിലേക്കുള്ള വഴിയാണ്. ഇത് മോശം അത് മോശം എന്നുള്ളൊരു നിർവചനം ഇല്ല അവിടെ. സകലതിനെയും ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ളൊരു ഹോളിസ്റ്റിക് ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ സാഹിബ് പറഞ്ഞാൽ മാത്രം മനസ്സിൽ എടുത്ത് വായിച്ചിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന ആശയങ്ങളൊക്കെ എന്നോ നമ്മുടെ പദ്ധതികളിലുണ്ട്. ഇങ്ങനെ നിർദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് ഏതെങ്കിലും ഒരു വഴി കൂടെ, പൂന്താനം പറഞ്ഞ മാതിരി ഏതെങ്കിലുമൊക്കെ വഴി കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ ബോധപൂർവം മുന്നേറുന്ന ഭക്തി കാവ്യം തന്നെയാണ് ഭാഗവതം. പക്ഷെ അതിൽ ഒരു ബോധമില്ലാത്ത ഒരുത്തിനെയും അവിടെ എത്തിച്ചിട്ടുണ്ട്, അത് അജാമിളനാണ്. അത് അവസാനത്തെ ആ ഒരു വെപ്രാളത്തിൽ മൂപ്പര് സംഭവിച്ചു പോയതാണ്. അതും ഒരു ഭാഗ്യമാണ് വാസ്തവത്തിൽ. ഭക്തിയുടെ പ്രാക്ടിക്കൽ സൈഡ് ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ഇതെല്ലാം പറയാൻ എളുപ്പമാണ്. പ്രഹ്ലാദനാണ് ഭക്തിയുടെ പ്രാക്ടിക്കൽ സൈഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ഇത് എങ്ങനെയാണ് ഈ ഭക്തി പ്രകടിപ്പിക്കേണ്ടത്, ഇത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഇതാരും നമുക്ക് പറഞ്ഞു തരില്ല. അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ആ ഗ്രന്ഥം വായിക്കൂ, ഇത് വായിക്കൂ, ഭഗവാനോട് പ്രേമം വളർത്തൂ. എങ്ങനെ വളർത്തും? മുജ്ജന്ന സംസ്കാരം ഇല്ലാത്തൊരുത്തൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ അതിൻ്റെ സാഹചര്യങ്ങളില്ലാത്തൊരുത്തൻ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തൊരുത്തൻ. ഞാൻ പറയുന്നത് ഒരു ഗുരുസ്ഥാനം ഇല്ലാത്ത ഒരാളെന്നുള്ളതിനെ ഏറ്റവും ഗ്രാമ്യമായിട്ട് രീതി പറഞ്ഞു. പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ലാത്ത ഒരാൾ. ഉള്ളിൽ എവിടെയോ ഒരാഗ്രഹം മുളയ്ക്കണോ, എനിക്ക് ഈശ്വരനോട് അടുക്കണം. അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ മഹാദേവൻ ദേവിയോട് പറഞ്ഞ 84 ലക്ഷം ഗർഭപാത്രങ്ങളിൽ കൂടെ ജീവൻ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റാൻസിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഇതുണ്ടാവും. അതെന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. ആ ഫസ്റ്റ് സ്പാർക്ക്. പക്ഷെ നമ്മൾ മനുഷ്യജന്മം എടുത്തിരിക്കുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഭക്തിയെ എങ്ങനെ പ്രായോഗികമായിട്ട് ആചരിക്കാം എന്ന് കൃത്യമായിട്ട് ഭാഗവതത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. സ്വന്തം അച്ഛൻ്റെ അടുത്ത് പ്രഹ്ലാദൻ ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് പറയുന്നത് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ 9 മാർഗങ്ങളുണ്ടെന്നും പറഞ്ഞിട്ടാണ്. അത് നാരദ ഭക്തി സൂത്രത്തിലൊക്കെ വളരെ വിശേഷമായിട്ട് പറഞ്ഞിട്ടാണ്. ശ്രവണം കീർത്തനം, വിഷ്ണു സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യാമാത്മനിവേദനം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസിദ്ധ ആത്മസമർപ്പണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ഉപദേശം. ഈ അച്ഛന് മക്കൾ ഉപദേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെ രസകരമായിട്ടുള്ള 2 ഇൻസ്റ്റൻസസ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള. ഒന്ന്, സാക്ഷാൽ മഹാദേവൻ്റെ തോളത്തിരുന്നിട്ട് സുബ്രഹ്മണ്യ സ്വാമി അദ്ദേഹത്തിന് പ്രണവത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്താണ്. സ്വാമിനാഥൻ എന്ന പേര് ഭഗവാന് സുബ്രഹ്മണ്യ സ്വാമിക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അതേപോലെ അച്ഛൻ്റെ മടിയിലിരുന്നു കൊണ്ട് പ്രഹ്ലാദം പറഞ്ഞു കൊടുത്തിരുന്നു. ശ്രവണം, കീർത്തനം തുടങ്ങിയിട്ടുള്ള 9 വിധ മാർഗങ്ങളിൽ കൂടെ, അതിനെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് തോന്നുന്നില്ല. അതൊക്കെ നിങ്ങളെല്ലാവർക്കും അറിയുന്നതാണ്. എന്നെക്കാളും കൂടുതൽ അതൊക്കെ പ്രാവർത്തികമാക്കുന്ന ആൾക്കാരുമായിരിക്കും. ഏറ്റവും ബഹുമാനത്തോടെ ഞാൻ ആണ് ആ ഭാഗം ഞാൻ വിട്ടുകളയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പം പ്രഹ്ലാദിൻ്റെ ഈ പ്രസ്താവനയിൽ ഭക്തിയുടെ പ്രാക്ടിക്കൽ സൈഡിനെ ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഭക്തി വളർത്താം, എങ്ങനെ നമുക്ക് ഭക്തിയിൽ അധിഷ്ഠിതമായിട്ടൊരു ജീവിതം നയിക്കാം, ഈശ്വരോന്മുഖമായിട്ടൊരു മനോഭാവം എങ്ങനെ വളർത്താം, അതിനനുസൃതമായിട്ടുള്ള ആചരണം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ശാന്തം, ദാസ്യം, സഖ്യം എന്ന 3 തരം ഭക്തികൾക്ക് മാത്രമേ പ്രഹ്ലാദൻ ഇവിടെ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ. വാത്സല്യം, പ്രേമം, ദ്വേഷം എന്ന് ഭാഗവതത്തിൽ പിന്നീട് പറയുന്ന ഭക്തികളെക്കുറിച്ച് മൂപ്പര് മിണ്ടുന്നില്ല. വാത്സല്യം കുഞ്ഞുണ്ണിയോടുള്ളത്, ഉണ്ണിക്കണ്ണനോടുള്ളത്. പ്രേമം കൗമാരക്കാരനായിട്ടുള്ള കൃഷ്ണനോടുള്ളത്. ദ്വേഷം സ്വന്തം അച്ഛൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നീട് കംസരാദികളൊക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ രാവണനൊക്കെ ചെയ്യുന്നതും. ഈ 3 ഭക്തിയെക്കുറിച്ചിട്ടും അദ്ദേഹത്തിന് വലിയ മതിപ്പില്ല. അതുകൊണ്ട് അദ്ദേഹം മിണ്ടുന്നില്ല. ശാന്തം, ദാസ്യം, സഖ്യം ഇതിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സഖ്യത്തിനും ഗോപകുമാരന്മാർക്ക് ഭഗവാനോടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല അദ്ദേഹത്തിൻ്റെ. സുഗ്രീവ വിഭീഷണന്മാര് കൊടുക്കുന്ന ആ ബഹുമാനത്തോടു കൂടിയുള്ള ഭക്തി, എടാ പോടാതെ വിളിച്ച് ഭഗവാന്റെ തോളത്ത് കീഴുന്ന ഭക്തി പ്രഹ്ലാദന്റെ മനസ്സിലില്ല കേട്ടോ.
അത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത്രയും ഗൗരവഭാവത്തിലാണ് ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്നത്. ഒരുപക്ഷെ വിഷ്ണുവിന്റെ ഏറ്റവും ഗൗരവഭാവം എന്ന് ചോദിച്ചാൽ അതാണല്ലോ, അതിന്റെ അപ്പുറത്തേക്ക് ഇല്ലല്ലോ. ആ നിലപാടിൽ നിന്നുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നതിന്റെ വിധങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇത് മാത്രമാണ് സത്യം എന്ന് എവിടെയും പ്രഹ്ലാദൻ അടിച്ചു കയറ്റി പറയുന്നില്ല. നമ്മുടെയൊക്കെ പലപ്പോഴും പല പ്രഭാഷണങ്ങളും കിട്ടുന്ന പ്രശ്നമാണ്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തെറ്റാണ്, ഇങ്ങനെ പാടുള്ളൂ എന്ന് പറയും. പ്രഹ്ലാദൻ അങ്ങനെ പറയുന്നില്ല, സ്വന്തം അച്ഛനോട് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം പ്രഹ്ലാദൻ അറിയാം, ദ്വേഷം ഒരു ഭക്തിയുടെ ഭാവമായിട്ട് പറഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ അതിൽ കയറി പിടിക്കുന്നു. അതിനൊരു കാരണമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ചുരുക്കത്തില് വിഷ്ണു പുരാണത്തിലെ പ്രഹ്ലാദനെ പോലെ ലൗകിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഈശ്വരനുമായിട്ടുള്ളൊരു ബന്ധപ്പെടലല്ല ഭാഗവതത്തിലുള്ളത്. ഭക്തൻ എപ്പോഴും ഭഗവാന്റെ സേവകനായിരിക്കണം. ആ സേവനത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് അത്ര കേൾക്കുക, ശ്രവണം, ഓർക്കുക, ഭഗവാനെ സ്മരിക്കുക, പുകഴ്ത്തുക, കീർത്തിക്കുക, വന്ദിക്കുക, നമസ്കരിക്കുക, പൂജിക്കുക, അർച്ചന കഴിക്കല്, പാദസേവ ചെയ്യാണ് പാദസേവനം എന്ന് പറഞ്ഞാൽ. ദാസ്യവൃത്തി ചെയ്യുക, സഖ്യകാര്യങ്ങൾ ചെയ്യുക, പൂർണ്ണമായിട്ട് സമർപ്പിക്കുക, ആത്മസമർപ്പണം, ബലി ചെയ്തതാണ് മഹാബലി. ഈശ്വരോന്മുഖമായിട്ട് ഇവിടെ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ക്രമത്തിനും നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒന്നിനൊന്നിന് പവർ കൂടി വരുന്നത്. ചിലർ പറയും ഞാൻ ജപിക്കാറൊന്നുമില്ല, യൂട്യൂബിൽ ഇങ്ങനെ കേൾക്കാറുണ്ട് സഹസ്രനാമം, അല്ലെങ്കിൽ മൊബൈലിൽ വെച്ച് കേൾക്കും പറയും. അതാണ് ഒന്നാമത്തെ പടി, ശ്രവണം. അവിടെ നിന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ വേറൊരാൾ ചെല്ലണം കേൾക്കുക, അവിടെ നിന്ന് ഇങ്ങനെ പടിയായിട്ട് കയറി വരണം. നമ്മൾ യൂട്യൂബിൽ വെച്ച് കേട്ടോണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ആ മഹാബലിയുടെ അവസ്ഥയിലെത്തണം. അതിങ്ങനെ തീവ്രമായിട്ട് വരണം ആത്മസമർപ്പണം. അങ്ങനെ ഈ ഓരോ ആചരണങ്ങളിൽ കൂടിയും ഭഗവാനെ സന്തോഷിപ്പിച്ചിട്ട് വരുന്ന ഭക്തന്മാരുടെ, ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരുടെ, അത് അസുരനായിട്ട് ദേവനാവട്ടെ അല്ലെങ്കിൽ മനുഷ്യനാവട്ടെ രാക്ഷസനാവട്ടെ, അവരുടെ കഥയാണ് ഭാഗവതത്തിലെ ഓരോ കഥയും. ശ്രവണം എന്നുള്ളത് ഏറ്റവും താഴത്തെ തലത്തിൽ നിന്നാണ് തുടങ്ങണത്. അത് പരീക്ഷത്തിൻ്റെ സൈഡിൽ നിന്നാണ് തുടങ്ങണേ തന്നെ. പരീക്ഷിത്താണ് കേൾക്കണത്. ഈവൻ യുധിഷ്ഠിരൻ പോലും കേൾക്കുകയാണ്. നരസിംഹാവതാര കഥ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുക യുധിഷ്ഠിരൻ. അതിനുപോലും ഈ പരീക്ഷത്തിന്റെ കാര്യത്തിൽ പോലും എത്രമാത്രം ആ ശ്രവണം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഭാഗ്യം എന്താന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു എന്താ പറയുക, ശ്ലോകമുണ്ട് നമ്മുടെ മുകുന്ദമാലയിലോ ഒറ്റ ഒരു മിനിറ്റ്, ഞാൻ ഒത്തിരി വെള്ളമൊന്നും കുടിച്ചോട്ടെ, തൊണ്ടയ്ക്ക് ക്ഷമിക്കണം. അതായത് മുകുന്ദമാലയിൽ കുലശേഖര ആൾവാർ അഥവാ കുലശേഖര പെരുമാൾ ഒരു ശ്ലോകം എഴുതി വെച്ചിട്ട്, ശ്രീകൃഷ്ണശ്രവണേ പരീക്ഷിതഭവൻ വ്യാസാത്മജകീർത്തനെ പ്രഹ്ലാദസ്മരണേ തദംഗ്രിവചനെ ലക്ഷ്മീ പൃഥുപൂജനെ അക്രൂരസ്ത്വഭിവന്ദനെ സഹനുമാൻ ദാസ്യേജ സഖ്യേ അർജുന ദേവസ്യാത്മസമർപ്പണേ ബലിരഭൂത് സർവസ്വദാതാപുരാന്ന്. ഇത് പ്രശസ്തമായിട്ടൊരു കീർത്തന ശ്ലോകമാണ്. എക്സാമ്പിൾസ് പറയാണ് ഭഗവാന്റെ ഭക്തന്മാരുടെ. അതിൽ ഹനുമാൻ ഒഴിച്ചിട്ട് ഇതിൽ ഹനുമാനെ പറയുന്നത്. ബാക്കി 8 ആൾക്കാർ ഭാഗവതത്തിൽ. ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് രുക്മിണിയായിട്ട് കണക്കാക്കിയാണ്. അപ്പൊ ശ്രവണത്തിൽ ആരംഭിച്ചിട്ട് സർവസമർപ്പണത്തിൽ എത്തി നിൽക്കുന്നതാണ് ഇവർ ഓരോ എക്സാമ്പിളുകളും കൊടുത്തിരിക്കുക. അതിൽ പ്രഹ്ലാദന്റെ സ്മരണമായിട്ടാണ് പറയുന്നത്, ഭജനമായിട്ടാണ് ലക്ഷ്മിയെ പറയുന്നത്, പൃഥുവിനെ പൂജിക്കുന്നവനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അക്രൂരൻ വന്ദിച്ചുകൊണ്ടേയിരിക്കുന്നവൻ, ഹനുമാൻ ദാസൻ, അർജുനൻ സഖ്യം, ദേവസ്യ ആത്മസമർപ്പണേ ബലിരഭൂത്ത് എന്നാ പറയുന്നത്. മഹാബലി ആത്മസമർപ്പണം ചെയ്തത്. അതുകൊണ്ട് ബലിയുടെ മുകളിൽ വേറൊരാളില്ല, സർവസ്വദാതാപുരാന്ന. ഏറ്റവും വലിയ ആളായിട്ട് ബലിയെ അവിടെ വെച്ചിരിക്കുന്നത് കുലശേഖര പെരുമാൾ. അപ്പൊ ഈ 9 തരത്തിലുള്ള ആരാധനാ രീതികൾക്കും ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ ഭാഗവതത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും എഡ്ജിലെത്തി നിൽക്കുന്നത് ആത്മസമർപ്പണമാണ്. അത് മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുന്നത്. കാരണം ആത്മസമർപ്പണം കഴിച്ചാൽ നമ്മൾ ഭഗവാങ്കൽ ലയിക്കുകയാണ്. നമ്മളപ്പോൾ നോർമൽ സാധാരണക്കാരൻ മരണം എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിൽ അത് ശരീരം പോലും പോവുകയാണ്. അതിന്റെ വ്യക്തമായിട്ടൊരു ചിത്രവും ഭാഗവതം കൊടുക്കുന്നുണ്ട്. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവാനു ശ്രുത സ്വഭാവാത്. കുറച്ച് വ്യത്യാസമുണ്ട് സാധാരണ ചലന ശ്ലോകത്തിന്. കരോതിയത്ത സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതത് എന്ന് പറയുന്നുണ്ട്. നാരദൻ പറയുന്നതാണ്,
മനുഷ്യൻ ചെയ്യുന്നതൊക്കെ ഈശ്വരാർപ്പണമാകണം. അങ്ങനെ അത് ഒരു നിർദ്ദേശമായിട്ട് പറയണം. ചെയ്യുക എന്ന് പറയണത് കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കണത് എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ആദ്യത്തെ സ്റ്റാൻസിൽ. കരോതി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയതത്ന. ചെയ്യുന്നതൊക്കെ നാരായണന് സമർപ്പിക്കാൻ. എന്താണ് ചെയ്യുന്നത്? കായേന, ശരീരം കൊണ്ട്, വാച, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ബുദ്ധി കൊണ്ട്, എന്തൊക്കെ തൻ്റെ സ്വഭാവം കൊണ്ട് ചെയ്യുന്നോ, താൻ എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് വെച്ച് മതി. കാളിയൻ പറഞ്ഞല്ലോ, ചവിട്ട് കൊണ്ടിട്ട് രക്തം തൂപ്പി വീഴുമ്പോഴും കാളിയൻ പറയുന്നുണ്ടല്ലോ, ഭഗവാനെ ആരാണ് എന്നെ ഇങ്ങനെ കോപസ്വഭാവനായിട്ടും വിഷത്തോടു കൂടി സൃഷ്ടിച്ചത്? അവിടുന്നല്ലേ അല്ലേ, എന്നിട്ട് എന്നെ ശിക്ഷിക്കാൻ പാടുമോ എന്ന് ചോദിക്കുന്നില്ലേ? നമ്മൾ ഓരോരുത്തർക്കും അനേകം കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും, ഭഗവാൻ തന്നെ സൃഷ്ടിച്ച്. പക്ഷെ നമുക്ക് ഇതിന്നൊക്കെ പുറത്തു കിടന്ന് അദ്ദേഹത്തിലേക്ക് പോകാൻ, നമ്മുടെ ഈ സ്വഭാവം വെച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വഴി ഭഗവാൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഭക്തിയിൽ മുന്നേറുന്നതിൻ്റെ ആദ്യത്തെ ഭാവം. അതിലെന്ത് വികാരം വെച്ചിട്ടാണെന്നുള്ളത് ചിന്തിക്കേണ്ട. ഈ പറയുന്ന 9 വിധ മാർഗങ്ങളിൽ കൂടെ പോകാം. ഇത് പ്രഹ്ലാദൻ സ്വന്തം അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും ജന്മാന്തര പ്രേരണ കൊണ്ടുള്ള നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മാന്തര പ്രേരണയാണ്. മുജ്ജന്മങ്ങളിൽ നിന്നൊക്കെയുള്ള നമ്മുടെ പ്രേരണ. നേരത്തെ എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഈ 84 ലക്ഷം ഗർഭപാത്രങ്ങളിൽ കൂടെ കടന്നു വന്നപ്പോൾ നമ്മൾ എന്തൊക്കെയോ വാസനകൾ ആർജിച്ചിട്ടുണ്ട്. ചിലത് ക്ഷയിച്ചിട്ടുണ്ട്, ചിലത് കുറച്ച് നിൽക്കുന്നുണ്ട്, കുറച്ച് നല്ല കൂടിയിട്ടുണ്ട്. ഇത് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങൾ ചെയ്യുക. അപ്പം ചില സമയത്ത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം പറയാം. ഞാൻ ഗുരുവായൂരപ്പൻ്റെ ദേവസ്വത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളാണ് ദേവസ്വത്തിനെ. അപ്പം മിക്ക ദിവസവും രാവിലെ ഞാൻ നാരായണീയം ഓരോ ഭാഗങ്ങൾ ഒരു മനോഹരമായിട്ടൊരു കീഴ്ശാന്തി അദ്ദേഹം ചൊല്ലി തരുന്നുണ്ട്. അതിനെ ഞാൻ വീഡിയോ ആക്കി അതിനെ പോസ്റ്റ് ചെയ്യാൻ റെഡിയാക്കി കൊടുക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയണൊരു പണി ഇതാണ്. ആ പണി വെച്ചിട്ട് ഞാൻ ഭഗവാനെ പൂജിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും വിനയത്തോട് ഏറ്റവും എളിമയോട് കൂടിയിട്ടാണ് ഞാൻ പറയണത്. നമുക്കങ്ങനെ ഓരോരുത്തർക്കും സാധിക്കും. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാവും. എല്ലാവർക്കും ഭാഗവതം തുറന്നു വെച്ചിട്ടിരുന്ന് വായിക്കാൻ പറ്റണമെന്നില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ജോലികളുണ്ട്, കാര്യങ്ങളുണ്ട്, കുടുംബം നോക്കണം, കാര്യങ്ങൾ ഓരോ സ്ഥലത്തും. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമിക്ക് ഏറ്റവും വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുള്ളത്. വ്യാധഗീതയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് മനസ്സിലാവും. ഭഗവാനെ സാക്ഷാത്കരിക്കാൻ മനസ്സ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. തീർത്ഥയാത്രകൾ ചെയ്യാനും മനസ്സ് മാത്രം മതി എന്നാൽ മതി. അപ്പോൾ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായതി സമർപ്പയാമി. നാരായണീയത്തിലും പറയുന്നുണ്ടല്ലോ, ഭവൻമൂർത്തിയാലോകേ നയനമഥ തേപാദ തുളസി പരിഘ്രാണേ ഘ്രാണ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ വേൽപ്പത്തൂർ പറഞ്ഞു, അതാണ് ശ്രവണോപിതയെ ചാരുചരിതേ അല്ലേ. ഇതന്നെയാണ് ഹരിനാമകീർത്തനത്തിൽ ആചാര്യം പറഞ്ഞത്. യാതൊന്നു കാണുന്നത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായതമാണ്. ഈ ഒരു അവസ്ഥയിൽ എത്താൻ സാധിച്ചാൽ ഇതിൽ പരമായിട്ട് നമുക്ക് വേറൊരു ഭാഗ്യം വരാനില്ല. ഈ ഒരു ഒരു മെൻ്റൽ കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അത് സ്വാധ്യായം, സ്വന്തം അഭ്യാസം, സാധന, ഇതൊക്കെ അവനവൻ ചെയ്യേണ്ടതാണ്. വേറൊരാൾ പറഞ്ഞു തന്നിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ തന്നെ ഗുരു, വേറൊരാളെയും തേടി പോകും വേണ്ട. മനുഷ്യരിൽ പോകുമ്പോഴൊരു വലിയ കുഴപ്പം പലപ്പോഴും വരുന്നത് സബ്ജക്റ്റീവായിട്ട് അവരവർ മാത്രം വിശ്വസിക്കുന്ന രീതികൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഭഗവാനാണ് ഗുരു, ഒരു സംശയമില്ല. യഥാർത്ഥ ഭക്തിയുടെ സ്വരൂപം ഇത് തന്നെയാണെന്ന് ഏകാദശ സ്കന്ധത്തിലെ ഉദ്ധവോപദേശം അവസാനിപ്പിക്കുന്ന സമയത്തും ഭഗവാൻ പറയുന്നുണ്ട്. കുര്യാത് സർവാണി കർമാണി മദർത്ഥം ശനകൈ സ്മരൻ മയ്യർപ്പിത മനശ്ചിത്തോ മദ്ധർത്ഥം ആത്മമനോരഥി എന്ന് പറഞ്ഞു. വീണ്ടും 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 പറയാം. പ്രഹ്ലാദനെ കൊണ്ട് പറയിപ്പിച്ചൊക്കെ തന്നെ കൃഷ്ണാവതാരത്തിൽ വരുന്നുണ്ട്. ഞാൻ വേറൊരു സ്ഥലത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ എല്ലാ സീരിയസ് അവതാരങ്ങളാണ്. ചിരിക്കുകയില്ല, ഒരു സ്ഥലത്തും ചിരിക്കില്ല. ഭയങ്കര രൗദ്രത. മീന്, ആമ, പന്നി, സിംഹം, ഇങ്ങനത്തെ വിചിത്ര ജീവികൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് വളരെ ഗൗരവത്തോടു കൂടിയുള്ള വാമനൻ എന്ന് പറയുന്ന ഒരു കുറിയ ഒരാൾ, അതിനൊരു വൈകല്യമായിട്ട് പറയണം, ഒരു അംഗവൈകല്യമായിട്ട് ഒരു വടു എന്നാണ് വിളിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് എപ്പോഴും കോപവും സ്വന്തം അമ്മയെ കൊല്ലേണ്ടി വന്ന ഒരു അവതാരമായിട്ട് പരശുരാമസ്വാമി, അദ്ദേഹത്തിനും ചിരിക്കാൻ സമയമില്ല. ശ്രീരാമസ്വാമിക്ക് ഒട്ടും ചിരിക്കാൻ സമയമില്ല. അദ്ദേഹത്തിന് ജീവിതം മുഴുവൻ ദുഃഖം.
ഒരുപക്ഷെ മരണവക്ത്രത്തിൽ പോലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സദാ ആഹ്ലാദചിത്തനായിരിക്കുന്ന ഈ പ്രഹ്ലാദനെ മടിയിലിരുത്തിയപ്പോൾ അതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട് ഭഗവാൻ ആലോചിച്ചിട്ടുണ്ടാവും, എനിക്കൊരിക്കൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കണമെന്ന് വിചാരിച്ചിട്ട് ജനിച്ചതായിരിക്കാം കൃഷ്ണനായിട്ട്. വാസ്തവത്തിൽ കൃഷ്ണനായി ജനിക്കാനുള്ള ഭഗവാന്റെ പ്രചോദനം പ്രഹ്ലാദനാണ്. അപ്പോ ഈ പവിത്രമായിട്ടുള്ള ആ ഭാഗവത ധർമ്മം എന്ന് പറയുന്നത് മൃത്യും ചെയ്തി ദുർജയം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നുണ്ട്. മനുഷ്യന് ദുർജയമായിട്ടുള്ള മരണത്തിന് ജയിക്കാൻ പറ്റും. എങ്ങനെ? എല്ലാം എനിക്ക് അർപ്പിച്ചിട്ട് ജീവിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവസാനിപ്പിച്ച കൃഷ്ണാവതാരത്തിൽ നിന്ന് തൻ്റെ ശരീരം വെടിഞ്ഞ് അദ്ദേഹം പോകുമ്പോൾ പറഞ്ഞത് സകലതും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് തൻ്റെ ഭക്തന്മാരിൽ കൂടെ ഒക്കെ വെളിവാക്കി തന്നതിന് ശേഷമാണ്. പ്രഹ്ലാദനിൽ കൂടെയും ബലിയിൽ കൂടെ ധ്രുവനിലും പ്രഹ്ലാദനിലും ബലിയിലും ഒക്കെ വെളിവാക്കി തന്നതിന് ശേഷമാണ് ഗോപികമാരിൽ കൂടിയും ഒക്കെ ഭഗവാൻ ഭക്തിയുടെ സകല വശങ്ങളെയും ടച്ച് ചെയ്ത് കാണിച്ചു തന്നതിന് ശേഷമാണ് പോകുന്നത്. അതിൽ അദ്ദേഹം ടച്ച് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്തി നമുക്കിപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ കൂടിയുണ്ട്. അപ്പം ഞാൻ കുറച്ച് സ്പീഡപ്പ് ചെയ്യാം. വിദ്വേഷഭക്തി. വിദ്വേഷഭക്തിയെക്കുറിച്ച് പറയണമെന്നാണ് ഞാൻ ഇന്ന് വിചാരിച്ചത്. ദേഷ്യം കൊണ്ടുള്ള ഭക്തി, വെറുപ്പ് കൊണ്ടുള്ള ഭക്തി. നരസിംഹാവതാര കഥ ഭാഗവതത്തിൽ നാരദ മഹർഷി യുധിഷ്ഠിരനെ കേൾപ്പിക്കണ മാതിരിയാണ് പറയണമെന്ന് പറഞ്ഞത്. ഇതേ നാരദ മഹർഷിയാണ് ഭക്തിയുടെ സൂത്രം രചിച്ചിട്ടുള്ളത്, നാരദഭക്തി സൂത്രം രചിച്ചിട്ടുള്ളത്. ആ നാരദ മഹർഷി നാരദഭക്തി സൂത്രത്തിൽ ഭക്തിയുടെ ഒരു വിചിത്ര രൂപത്തിനെ പ്രകീർത്തിക്കുന്നുണ്ട്. ആ പ്രകീർത്തിക്കുന്നത് ഭാഗവതത്തിലുമുണ്ട്. നാരദൻ ഭക്തിയുടെ വിചിത്ര രൂപത്തെ പ്രകീർത്തിച്ചു. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തള്ളിക്കളയേണ്ടതല്ല. ചുമ്മാ ഒരു വില്ലനല്ല ഹിരണ്യകശിപു, ചുമ്മാ ഒരു വില്ലനല്ല രാവണൻ, വെറും ഒരു വില്ലനല്ല കംസൻ. വിദ്വേഷഭക്തി, ഭഗവത് ഭക്തി ഉണ്ടായിരുന്നു ഇവരിലൊക്കെ, അത് വിദ്വേഷഭക്തി എന്ന വിഭാഗത്തിലാണ് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതും കീർത്തനീയമായിട്ടുള്ളൊരു ഭക്തിഭാവമാണെന്നാണ് നാരദൻ ഉറപ്പിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഭാഗവതി പറയും, തസ്മാത് വൈരാനുരോധേന നിർവൈരേണ ഭയേനവാ സ്നേഹാത് കാമേനവായുഞ്ജാത് കഥഞ്ചിന്നക്ഷതേ പൃഥക്. മഹർഷി പറയണ വിരോധം, സൗഹൃദം, ഭയം, സ്നേഹം, കാമം, ഇവയിൽ ഏത് വികാരത്തോടെയാണെങ്കിലും തന്നിൽ മനസ്സർപ്പിക്കുന്നവരെ കുറിച്ചൊക്കെ സമാനമായിട്ടുള്ള വീക്ഷണം തന്നെയാണ് ഭഗവാനുള്ളത്. എന്നോട് കൂടുതൽ പ്രേമുണ്ടെന്ന് വെച്ചിട്ട് വിരോധം തോന്നുന്നവനേക്കാളും കൂടുതൽ സ്നേഹമൊന്നും അവിടെ ഇല്ല. നാരദന്റെ അഫിഡവിറ്റ് അത് നമ്മൾ സുപ്രീം കോടതിയിലൊക്കെ കൊടുക്കണമായിട്ടുള്ളൊരു അഫിഡവിറ്റാണത്. ഭഗവാന്റെ പ്രധാന വക്കീലന്മാരിൽ ഒരാളാണ് നാരദ മഹർഷിയാണ് പറയണത്. വിരോധം, സൗഹൃദം, ഭയം, സ്നേഹം, കാമം, ഇവയിൽ ഏത് വികാരത്തോടെയാണെങ്കിലും എന്നിൽ മനസ്സർപ്പിക്കണവരെ കുറിച്ച് എനിക്ക് സമാനമായിട്ടുള്ള വീക്ഷണമാണ് ഉള്ളത് ഭഗവാന് എന്നാണ്. തസ്മാൻ വൈരാനുരോധേന നിർവൈരേണ ഭയേനവാ സ്നേഹാത് കാമേനവാ യുഞ്ജാത് കഥഞ്ചിന്നേക്ഷതേ പൃഥക് എന്ന് പറഞ്ഞ അവസാനിക്കും. തുടർന്ന് അതിനുശേഷം വിദ്വേഷഭക്തി ഭക്തിയോഗത്തിനേക്കാൾ ഒരു പടി കൂടെ മുകളിൽ നിൽക്കണമെന്ന് വരെ നാരദൻ കയറി പറയുന്നുണ്ട്. പലർക്കും ദഹിക്കില്ല അത് കേൾക്കുമ്പോൾ. പക്ഷേ നാരദ മഹർഷിയാണ് പറഞ്ഞിരിക്കണം, ഞാനല്ല പറയണം. യഥാ വൈരാനുബന്ധേന മർത്യസ്തന്മയ താമിയാത് ന തഥാ ഭക്തിയോഗേന ഇതിമേ നിശ്ചിതാമതി. തന്മയീഭാവം, ഭഗവാനുമായിട്ടുള്ള ചേർച്ച, അതിനെയുള്ള ഭക്തി എന്ന് വിളിക്കുന്നത്. ആ തന്മയീഭാവം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് വിദ്വേഷത്തിലത്രേ. നമ്മുടെ ശത്രുവിനെ വിചാരിച്ച് നമ്മൾ ആ ശത്രുവായി മാറുകയാണ്. അത് മനഃശാസ്ത്രം അനുസരിച്ച് ആ ഫ്രോയിഡ് പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് പൂച്ചയും എലിയും കളിക്കുന്ന ഒരു പോലീസുകാരനും ഗിരിജ എന്ന് പറയുന്നവരുടെ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്താൽ അവരുടെ ഓഡിയോ ലീക്ക് വല്ലാതെ വരുന്നെങ്കിൽ ഫീഡ്ബാക്ക്. ഞാൻ ഈ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫീഡ്ബാക്ക് വരും. സോറി, ഒന്ന് അഡ്മിൻ ഒന്ന് മ്യൂട്ട് ചെയ്ത് തന്നാൽ സന്തോഷം. അത് ഫീഡ്ബാക്ക് വരുന്നുണ്ട് സാർ. എനിവേ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഹെവി ആയിട്ട് വരും. താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ വിദ്വേഷഭക്തി ഒരു പടി കൂടെ കടന്നാണെന്ന് നാരദൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ.
അപ്പം നമുക്ക് മനസ്സിലൊരു കടുത്ത ശത്രു ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അയാളെക്കുറിച്ചുള്ള ഭയാശങ്കകൾ, അല്ലെങ്കിൽ നമുക്ക് അവനെ അത് ചെയ്യണം ഇത് ചെയ്യണം, അതൊക്കെ നമ്മുടെ മരണഭയം, നമ്മുടെ നാശത്തിനെ നമ്മൾ മനസ്സിൽ കാണുന്നതുകൊണ്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഏക വികാരം മരണഭയമാണ്. അതിൻ്റെ ഇല്ലായ്മ ഉള്ള അവസ്ഥകളിന് ബാക്കിയെല്ലാം. ഈ മരണഭയത്തിനെ വെച്ചിട്ട് ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇൻറ്റൻസിറ്റി കൂടിയിട്ടുള്ള ആ വികാരത്തിനെ വെച്ചിട്ട് ഭഗവാങ്കൽ എത്താനുള്ള പരിപാടിയാണ് ഈ വിദ്വേഷഭക്തി. ഒരു ഡിസ്ട്രാക്ഷനും വരില്ല, ധൈര്യമായിട്ട് പോവാം ആ വഴിക്ക്, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല. ഊണിലും ഉറക്കത്തിലും അവനെ അത് ചെയ്യണം ഇത് ചെയ്യണം, കൊല്ലണം, നശിപ്പിക്കണം, ഇങ്ങനെ വിചാരിച്ചു പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് മാറി നിന്നിട്ട് കുറച്ചു നേരം ജപിക്കണം എന്നുള്ള പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. ഇല്ലാത്ത സ്നേഹം കാണിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. കിളിപ്പാട്ടിൽ ആചാര്യൻ പറയുന്നുണ്ട്, വിദ്വേഷഭക്തി എങ്ങനെയാണ് വെച്ചാൽ, നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉൾക്കാമ്പിൽ ഒരിടത്ത് പോയി കിടന്നിടുമ്പോഴും കുളിക്കുമ്പോഴും ഭുജിക്കുമ്പോഴും യഥാരുചി കളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ന് വേണ്ട സർവകാലവും മനക്കാമ്പിൽ നിന്നിളകാതെ സർവലോകേശൻ തങ്കലുറച്ച ഭയസ്മൃതി സർവദാ കലർന്ന് കാണായതും കേൾക്കായതും സർവവും വിഷ്ണുമയമെന്ന് വിസ്മയം പൂണ്ട് ദുർവൈരധ്യാനത്തോടെ മേവിനാൻ ഭോജാധിപൻ എന്നാണ് കംസനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥയിലായി ഇത്ര കംസൻ. ശത്രുത എന്നത് മിത്രതയാക്കുന്ന ഈ വിസ്മയത്തിനെയാണ് നമ്മൾ വിദ്വേഷഭക്തി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഏറ്റവും ശത്രുവായിട്ട് കാണുന്ന ആളെ സദാ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലെത്തുമ്പോൾ അതിനെ മിത്രതയാക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ബ്രേക്ക് വരുന്ന മുമ്പ് പറഞ്ഞത്, കള്ളൻ പോലീസ് ഒരു കള്ളൻ, ഭയങ്കരനായ ഒരു കള്ളനോട് അവനെ പിടിക്കാനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു പോലീസിന് വലിയൊരു ബഹുമാനം തോന്നാൻ തുടങ്ങും. ആ കള്ളനും തന്നെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിനോട് ഒരു ബഹുമാനം തോന്നാൻ തുടങ്ങും. അവർ അന്യോന്യം ഒരു ചേർച്ചയിലെത്തും. ഇതൊരു ലോകനീതിയാണ്. ഭഗവാൻ ആ കള്ളനാ, നമ്മളാ പോലീസാന്ന് വിചാരിക്കുക. ഇനി ഭഗവാനെ പോലീസായിട്ട് വിചാരിക്കണ്ട. അങ്ങനെ ഇങ്ങനെയുള്ള ഞാനിപ്പോൾ ഈ പറഞ്ഞ ആ ശത്രുതയും മിത്രതയാക്കണ ടെക്നിക്ക്, ആ മാജിക്, ആ ഒരു സർപ്രൈസ്, ആ സ്പെൽ ബൗണ്ട്നെസ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് ഒരു സംശയത്തിന് ഇടകൊടുക്കാണ്ട് നാരദ മഹർഷി പറയുന്നുണ്ട്, തസ്മാത് കേനാപ്യുപായേന മനഃകൃഷ്ണയെ നിവേശയെ. ഇത് തന്നെയാണ് പൂന്താനം പറഞ്ഞത്. എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഹൃദയം ഭഗവാനിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിന് ഏത് മാർഗമാവാം, ഏതുകൊണ്ടാണോ ഉറപ്പിക്കലിൽ കൂടുതൽ ശക്തി വരുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ടുള്ള മാർഗം ആ ജീവന്. അപ്പം ചിലവർക്ക് അത് ഭഗവാനെ ദ്വേഷിച്ചിട്ടാവാം, അതിനെ മോശമായിട്ട് കാണാൻ പറ്റില്ല. ദ്വേഷഭാവനയും ഭക്തിയാണെങ്കിൽ ഈ വേറെ മതങ്ങളെ ദ്വേഷിക്കുന്നത് മതദ്വേഷം എന്ന് നമ്മൾ വിളിക്കുന്നത് ഭക്തിപ്പെടില്ലേ എന്ന് ആരെങ്കിലും ചോദിക്കും. പക്ഷേ അതിൽ ഒരു യുക്തിയില്ല എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉണ്ടെന്ന് ബലമായിട്ട് വിശ്വസിക്കുന്ന ശക്തിയെക്കുറിച്ചുള്ള ബലമായിട്ടുള്ള വിരോധമാണ് വിദ്വേഷഭക്തി. ഭഗവാൻ അവിടെ ഉണ്ടെന്നറിയാം, എന്നിട്ട് അതിനെ ദ്വേഷത്തോടുകൂടി വിചാരിക്കുന്നതാണ്. വേറൊരു മതത്തിൽപ്പെട്ടവൻ ഇങ്ങനെ ഒരു ചൈതന്യത്തിന്റെ അസ്തിത്വത്തിനെ തന്നെ നിരാകരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ആ ദ്വേഷത്തിനെ വിദ്വേഷഭക്തിയായിട്ട് കാണാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അവരുടെ വിരോധങ്ങൾ ആശയാധിഷ്ഠിതമായിരിക്കും, അവരുടെ വിശ്വാസ ശ്രേണിയിൽ പെടാത്തതായതുകൊണ്ട് അവർ പറയുന്നതാണ്. അതേമാതിരിയാണ് നിരീശ്വരവാദികൾ. നിരീശ്വരവാദിക്ക് മോക്ഷത്തിന് അർഹത കിട്ടുന്നില്ല, അവരുടെ അത് വിദ്വേഷഭക്തിയല്ല. അവർ ദൈവത്തിനെ വെറുക്കണു എന്ന് പറഞ്ഞാൽ അതിൽ ഈശ്വരന്റെ അസ്തിത്വത്തിനെ അവർ അംഗീകരിക്കണമെന്ന് വന്നില്ലേ. അവർ ഈശ്വരന്റെ അസ്തിത്വത്തിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈശ്വരൻ ഉണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഈശ്വരനെ വെറുക്കുന്നതാണ് വിദ്വേഷഭക്തി എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൽ ജന്മന ഉള്ള ഉൾക്കരുത്തും ഔദ്ധത്യമാണ് ഹിരണ്യാക്ഷനെ ധിക്കാരിയാക്കണം. ഭൂമി പ്രളയജലത്തിൽ ആണ്ടുപോയി അതിനെ ഉദ്ധരിക്കാനായിട്ടായിരുന്നു വരാഹാവതാരം. ജലത്തിലാണ്ടു എന്നതിന് എന്ത് അർത്ഥത്തിലും നമുക്ക് പറയാം. അപ്പം പ്രളയം എന്നുള്ളതിന് പ്രളയം അത് വെള്ളം ആവണമെന്നില്ല. സകലതും ഒടുങ്ങിയിട്ട് ഇന്ന് നമ്മളൊരു മോഡേൺ സയൻസിന്റെ കണക്ക് പറഞ്ഞ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് പോകുന്ന അവസ്ഥയാവാം, അല്ലെങ്കിൽ അത് ഒരു അധർമ്മത്തിന്റെ കടലാണെന്നുള്ളത് അർത്ഥത്തിലാവാം, അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ ഒരു കടലിൽ പോയി മനുഷ്യനാവാം, അല്ലെങ്കിൽ അപരിഷ്കൃതരായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ തിരിച്ചു പോയെന്നാവാം. ഏകദേശം നമ്മളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തന്നെ. ആ അവസ്ഥയിൽ നിന്ന് മാനവരാശിയെ ധർമ്മത്തിലേക്കും അറിവിലേക്കും പരിഷ്കാരത്തിലേക്കും, പരിഷ്കാരം ഞാൻ പറഞ്ഞല്ലോ, മഹാവിഷ്ണു എന്ന് പറഞ്ഞ സംസ്കാരങ്ങളുടെ നാഥനാണ്. ആ സംസ്കാരങ്ങളെ പോഷിപ്പിക്കാനുള്ള സമൃദ്ധിയും ശ്രേയസ്സുമാണ് ലക്ഷ്മിയായിട്ട് അദ്ദേഹത്തിന്റെ പത്നി സ്ഥാനത്തിരിക്കുന്നത്.
അങ്ങനെയുള്ളൊരു അവതാരം തന്നെയായിരുന്നു വരാഹം. ഉയർത്തുകയാണ് വരാഹം കുത്തി ഉയർത്തുകയാണ്. ആണ്ട് പോണൊരു സാധനത്തിനെ ഒരു ലിവർ വെച്ചിട്ട് പൊക്കി ഉയർത്തുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അങ്ങനെ ബലോദ്ധതനായിട്ടുള്ള ഹിരണ്യാക്ഷൻ ഭഗവാന്റെ ആ പരിശ്രമത്തിന് തടസ്സം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ലോകത്തിന് ഉയർത്തിയിരുത്തിയ തടസ്സം സൃഷ്ടിക്കുമ്പോഴാണ് ആ ദൈത്യനെ വരാഹം വധിക്കുന്നത്. കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള വർണ്ണന മാത്രമേ പുരാണത്തിലുള്ളൂ. ഗദയുമായിട്ട് വിഗ്രഹം സൃഷ്ടിച്ച ദൈത്യനെ അതിയായിട്ട് കോപിച്ചിട്ട് ആ മഹാശക്തനായിട്ടുള്ളവനെ സിംഹം ഒരു ആനയെ അടിക്കുന്ന പോലെ നിസ്സാരമായിട്ട് വധിച്ചു എന്നും പറഞ്ഞിട്ട് വളരെ എളുപ്പത്തിൽ അത് അവസാനിപ്പിച്ചിരിക്കുക ഭാഗവതത്തിൽ. വരാഹാവതാരത്തിനെ കുറിച്ച് കാര്യമായിട്ടുള്ളൊരു ഡിസ്കോഴ്സ് ഒന്നും നടക്കുന്നില്ല. പക്ഷെ അങ്ങനെയല്ല നരസിംഹത്തിന്. സ്വന്തം സഹോദരന്റെ വധത്തിൽ ദുഃഖിതനായിട്ടുള്ള, അതേപോലെ തന്നെ അനിയന്ത്രിതമായിട്ടുള്ള കോപമുള്ളവരായിട്ട് തീർന്നിട്ടുള്ള ആ ഹിരണ്യകശിപു തൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് തപസ് ചെയ്ത് ആ തപോബലത്തിലാൽ കരുത്തനായിട്ട് മനുഷ്യനും മൃഗവും അടക്കം ബ്രഹ്മാവ് സൃഷ്ടിച്ച ഒരു ജീവിയും പകലോ രാത്രിയോ ആകാശത്തോ ഭൂമിയിലോ അതേമാതിരി അകത്തോ പുറത്തോ അതുപോലെ ഒരായുധം കൊണ്ടോ അതുപോലെ ആകാശത്തോ ഭൂമിയിലോ ഇങ്ങനെ അനേകം ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്ത അത്ര വലിയ കണ്ടീഷൻസിൻ്റെ ഒരു വലിയ ലിസ്റ്റ് ഇട്ടിട്ട് ഒരു വരം വാങ്ങിയിട്ട്, ബ്രഹ്മദേവനാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ എപ്പോഴും ഒരു പഴുത് വയ്ക്കുമല്ലോ, അല്ലെങ്കിൽ എന്ത് പ്രശ്നത്തിനും അപ്പുറത്തേക്ക് ഒരു പഴുത് കണ്ടെത്താൻ പറ്റുമല്ലോ ഈശ്വരന്. എന്തുകൊണ്ടാണ് ജ്യോതിഷത്തിൽ വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളായിട്ടുള്ള എല്ലാ ചൈതന്യങ്ങളും ബുധന്റെ അതിദേവതകളായത്? ബുധൻ ഉപായത്തിന്റെ ദേവനാണ്, ഉപായത്തിന്റെ ഗൃഹമാണ് ബുധൻ. ആ ബുധന്റെ അതിദേവതകളായിട്ട് നമ്മൾ ഉപാസിക്കാൻ പറയാം. ബുധന്റെ ദോഷം ഉണ്ടെങ്കിൽ അറിവ്, ഉപായം, വഴി, ഇതിനൊക്കെ ഉപാസിക്കാൻ പറയാം ശ്രീകൃഷ്ണനോ നരസിംഹത്തിനെയോ ശ്രീരാമസ്വാമിയൊക്കെയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ പ്രപഞ്ചത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഉപായങ്ങളായിരുന്നു ഭഗവാന്റെ ഓരോ അവതാരവും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കണ്ടീഷൻസ് പറഞ്ഞിട്ട് ഹിരണ്യകശിപു വരം ചോദിച്ചിട്ട് പോലും നരസിംഹാവതാരം ഉണ്ടാവുകയും വളരെ സിമ്പിളായിട്ട് നരസിംഹം ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുകയും ചെയ്തു. ആ അവതാരത്തിൻ്റെ കഥയിൽ ഭക്തിയുടെ ഏറ്റവും വിശേഷപ്പെട്ട 2 ഭാവങ്ങളെ ചർച്ച ചെയ്തിട്ടുണ്ട് വ്യാസമഹർഷി. ഹിരണ്യകശിപുവിൻ്റെ വിദ്വേഷഭക്തി എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു ഭക്തി, അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്ന പ്രഹ്ലാദന്റെ ജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭക്തി, ഒന്നും ആഗ്രഹിക്കാത്ത അഗാമമായിട്ടുള്ള ഭക്തി. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഒരസലിൽ 2 അരണികൾ, 2 അരണിയാ, ഒറ്റയ്ക്ക് കടഞ്ഞാൽ കിട്ടില്ല. പക്ഷെ 2 അരണികൾ തന്നെയാണ്, ഒരു സംശയമില്ല. അത് അച്ഛൻ്റെ വിദ്വേഷഭക്തി, മകൻ്റെ ജ്ഞാനഭക്തി, ഇത് രണ്ടും തമ്മിലുള്ള ഒരസലിൽ നിന്നുണ്ടാവുന്ന അഗ്നിയാണ് നരസിംഹം. ഭക്തന്മാര് സാധാരണഗതിക്ക് പ്രതീക്ഷിക്കാത്ത ക്രൗര്യത്തോട് കൂടിയിട്ട് ഭഗവാൻ കത്തിജ്വലിച്ചുകൊണ്ട് ആ സ്തംഭത്തിൽ നിന്ന് പുറത്തു വരും. മഹാവിഷ്ണുവിന്റെ അതിമനോഹര രൂപങ്ങളാണല്ലോ ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ എപ്പോഴും നെല്ലിക്കുക. നാരായണീയത്തിൽ പറയില്ലേ പ്രതിനിമിഷ നവീനൻ എന്നൊക്കെ, എപ്പോൾ കണ്ടാലും പുതിയതായിട്ട് എപ്പോൾ ജനിച്ചവനെ പോലെ ഇരിക്കണവൻ, പുതുമയുള്ളവൻ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. പക്ഷെ നരസിംഹത്തിൽ അങ്ങനെയല്ല, വരാഹത്തിലും അങ്ങനെയല്ല. പക്ഷെ നരസിംഹത്തിൽ അതിഭയങ്കരമാണ്. ബ്രഹ്മാവിന്റെ മൂക്കിന്റെ ദ്വാരത്തുനിന്ന് ഒരു വിരലിന്റെ മുഴുപ്പിൽ ചാടിയ ആളാണ് വരാഹം. അത് നിമിഷങ്ങൾ കൊണ്ട് വലുതായി പർവ്വതാകാരമായിട്ട് വളർന്നു. അതിനെയും ഭൂമിയെക്കാട്ടിലും പ്രപഞ്ചത്തിനെയൊക്കെ അതിരുകളില്ലാതെ വളർന്നിട്ട് ഭൂഗോളത്തിനെ തന്റെ തേറ്റയിലെടുത്ത് ഹിരണ്യാക്ഷനെ വെറും തമാശ മട്ടിൽ തല്ലിക്കൊല്ലുകയും ചെയ്തു. പക്ഷെ അങ്ങനെ ഒക്കെ പറയുമ്പോഴും നരസിംഹത്തിന്റെ ഭീകരത എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ്. കിടിലം കൊള്ളിക്കുന്ന മട്ടിലാണ് ശരിക്കും വർണ്ണിക്കുന്നത്. അത് ഒരു കവിയും ഒരു ഭക്തകവിയും മഹർഷി വേദവ്യാസ മഹർഷി തുടങ്ങിയിട്ട് ആരും തന്നെയും ഒരു പിശുക്കും കാണിച്ചിട്ടില്ല നരസിംഹാവതാരം വർണ്ണിക്കുന്നതിൽ. എന്താ മേൽപ്പത്തൂരൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്, സ്തംഭേ കട്ടയതോ എന്നൊക്കെ പറഞ്ഞാൽ ശബ്ദങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം ഒരു വിചിത്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നാരായണീയത്തിൽ. അങ്ങനെ രൂപത്തിന്റെ ക്രൗര്യവും അതിൻ്റെ ഒപ്പം തന്നെ ചേർന്ന ക്രോധവും ഇതൊക്കെ ചേർത്തിട്ട് ബ്രഹ്മാവ് സ്രഷ്ടാവടക്കുള്ള സകല ലോകനാഥന്മാർ പോലും നടുങ്ങിപ്പോകുന്ന വിധത്തിൽ നമ്മൾ പറയില്ലേ, സ്വതേ ശാന്തനായിട്ടുള്ള ഒരാൾ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ നരസിംഹത്തിനെ പോലെയാണെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഭഗവാനെ കൊണ്ടെത്തിച്ചു തുടങ്ങി. എന്താ ഭഗവാനെ എനിക്ക് കൊണ്ടെത്തിച്ചു? ഹിരണ്യകശിപുവിനോടുള്ള ദേഷ്യമാണോ? എനിക്കൊരിക്കലും തോന്നുന്നില്ല ഹിരണ്യകശിപുവിനോടുള്ള ദേഷ്യമാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിദ്വേഷഭക്തി ജ്ഞാനഭക്തിയും തമ്മിലുള്ള ആ ഒരസലിലുണ്ടായിട്ടുള്ളൊരു തീയാണ്. തൻ്റെ ഭക്തനെ
അവൻ അനുഭവിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളിലും അവൻ നിശ്ചേഷ്ടനാണ്, തന്നിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നവനാണ്. അതിനാൽ അവനെ അതൊന്നും ബാധിക്കുന്നില്ല. പക്ഷേ അവൻ്റെ ആ ദുഃഖത്തിനെ കണ്ടിട്ടുള്ള ഭഗവാന്റെ അഗാധമായ ദുഃഖത്തിൽ നിന്ന് ഉളവായതാണ് ക്രോധം. ദുഃഖത്തിൽ നിന്നാണ് എപ്പോഴും ക്രോധം ഉണ്ടാകുന്നത്. ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മുടെ നിരാശയാണ് നമ്മളെ ക്രോധത്തിലെത്തിക്കുന്നത്. നമ്മളെ വേറൊരാൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള നമ്മുടെ ഈഗോയിൻ്റെ ഹർട്ടിങ്ങിൽ നിന്നാണ് നമുക്ക് ക്രോധം ഉണ്ടാകുന്നത്. ക്രോധം എപ്പോഴും ഉണ്ടാകുന്നത് ദുഃഖത്തിൽ നിന്നാണ്. എന്നെ മനസ്സിലാക്കണില്ല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല, ഇങ്ങനെ അനേകം പരാതികളുടെ ദുഃഖത്തിൽ നിന്നാണ് നമുക്ക് ക്രോധം ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ധാർമ്മിക രോഷം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടാവും. വേറെ അവരുടെ വിഷമങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ലെങ്കിലും അവരെ ഉപദ്രവിക്കുന്നവരോട് നമുക്ക് അത്യധികമായ കോപം ഉണ്ടാവും. പക്ഷെ നമ്മൾ മിണ്ടാതിരിക്കും, കാരണം നമ്മൾ അശക്തരാണ്. അതിനെതിരെ ചെറുവേറിൽ ഉയർത്താൻ പോലും നമുക്ക് പറ്റില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയുള്ളൊരവസ്ഥയിലുള്ള ഒരാളല്ല. അദ്ദേഹത്തിന് എന്തും സാധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്രോധം, അദ്ദേഹത്തിൻ്റെ പ്രഹ്ലാദൻ്റെ അവസ്ഥയിലുണ്ടായിട്ടുള്ള അത്യധികമായിട്ടുള്ള ക്രോധം, ആ വളരെ അഗാധമായിട്ട് അദ്ദേഹത്തിനുണ്ടായ സങ്കടം, ആ സങ്കടത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ക്രോധം ഉണ്ടായിട്ടുള്ളത്. ആ കോപാവേശം ശമിപ്പിക്കണമെങ്കിലും അതിൻ്റെ ആൻറ്റിഡോട്ട്, അതിൻ്റെ മരുന്ന് പ്രഹ്ലാദം തന്നെയാണ്. അത് ബ്രഹ്മാവിനോ ലക്ഷ്മിക്കോ സാധിക്കില്ല എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഒരു ഭക്തനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഏതൊരു വികാരവും, ഈശ്വരങ്കൽ സൃഷ്ടിക്കപ്പെടുന്ന ഏതൊരു വികാരവും, ഈശ്വരനും വികാര വിചാരങ്ങളോട് കൂടിയിട്ട് നമ്മൾ സമൂർത്തമായിട്ട് സഗുണോപാസനയിൽ അത് ശമിപ്പിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അതിന് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, അത് അടക്കപ്പെടണമെങ്കിൽ ആ ഭക്തന്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണ്. ദേവന്മാരുടെ പ്രേരണ കൊണ്ടാണ്. കോപാവേശം അല്പം പോലും ശമിപ്പിക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കാൻ ഒന്ന് എത്തി നോക്കിയേ ചെയ്യുള്ളൂ ലക്ഷ്മീദേവി. ആ അമ്മയുടെ അവസ്ഥ തന്നെ ഭാഗവതി പറയുന്നുണ്ട്. ദേവന്മാർ പ്രേരിപ്പിച്ചിട്ടുള്ള ലക്ഷ്മീദേവി ഇന്നേ വരെ കാണാത്തതും ഇന്നേ വരെ കേൾക്കാത്തതായിട്ടുള്ള ഈ അത്ഭുത സത്വത്തെ കണ്ടിട്ട് മുന്നോട്ട് നീങ്ങാൻ സംശയിച്ചു പോയി. അവർ തൻ്റെ ഭർത്താവിന് ഇങ്ങനത്തെ ഒരു രൂപം കണ്ടിട്ടില്ല. അമ്മ ഇങ്ങനെ ഒരു രൂപം വിഷ്ണു ഭക്തന്മാരും കേട്ടിട്ടില്ലായിരുന്നു അന്നേ കാലം വരെ. അതുകൊണ്ടാണ് ആർക്കുതാൻ നോക്കാം ഹരേ താദൃശം ഭവദ്രൂപം ആക്കുമാരകനായ പ്രഹ്ലാദൻ ഏകനന്യെന്ന് ഉള്ളൂർ എഴുതി വെച്ചത്. ഭാഗവി ഉള്ളൂരിൻ്റെ വരികളാണ്. എങ്ങനെ ആർക്കാ നോക്കാൻ പറ്റുക പ്രഹ്ലാദൻ ഒരാൾക്കല്ലാണ്ട് അങ്ങയുടെ നേർക്കെന്ന്. ആ മഹാസഭയിൽ ആ ഉമ്മറപ്പടിയിൽ കിടന്ന് പീച്ചി ചീന്തിയിട്ടുള്ള മൃതശരീരം എടുത്തിട്ട് ഭഗവാൻ ആ സിംഹാസനത്തിൽ വിരാജിച്ചിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പ്രഹ്ലാദൻ അല്ലാണ്ട് ഒരാൾക്ക് സാധിച്ചില്ല. അഹങ്കാരിയും വരബലാന്ധനായിട്ടുള്ള ഹിരണ്യകശിപു ഭഗവാന്റെ മടിയിൽ കീറി ചിന്നിക്കിടക്കുന്ന ഭഗവാന്റെ ചെറു നഖം കൊണ്ട്, മധ്വാചാര്യർ എഴുതിയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള നഖസ്തുതിയിൽ പറയുന്നുണ്ട്, അങ്ങയുടെ ഒരു ചെറു നഖം കൊണ്ട്, വെറും ഒരു ചെറു നഖം കൊണ്ട് പിളർന്നു കളഞ്ഞാണ് അദ്ദേഹത്തിന് ഹിരണ്യകശിപുവിൻ്റെ ശരീരത്തിൽ. ആ ചെറു നഖം കൊണ്ട് പിളർക്കപ്പെട്ട് കിടക്കുന്ന ഒരു ശവശരീരമായിട്ടാണ് നമ്മൾ ഇന്ന് ചിത്രങ്ങളിൽ കാണുന്നത് ഹിരണ്യകശിപു. പക്ഷേ ആ ഹിരണ്യകശിപുവിൻ്റെ വേറൊരു വ്യത്യസ്തമായിട്ടൊരു ചിത്രം കൂടെ ഭാഗവത്തിൽ കാണാൻ പറ്റും. ആ ഭാഗം ഒന്ന് ചെറിയ രീതിയിൽ സ്പർശിച്ചിട്ട് സന്ധ്യാസമയം ആവുകയാണെന്നുള്ളതുകൊണ്ട് ഭഗവാന്റെ അവതാര കഥയിലേക്ക് നമുക്ക് പോകാം. ഹിരണ്യാക്ഷൻ മരിച്ച സമയത്ത്, ഹിരണ്യാക്ഷൻ വരാഹത്തിനാൽ വധിക്കപ്പെട്ട സമയത്ത് തൻ്റെ അമ്മയായിട്ടുള്ള ദിതിയെ ഹിരണ്യകശിപു സമാധാനിപ്പിക്കുകയുണ്ടായി. അവിടെ പറയുന്ന ആ സംസാരിക്കുന്ന ഹിരണ്യകശിപുവിനെ നമ്മളാരും അറിയുന്നൊരു ഹിരണ്യകശിപു അല്ല. അത് ഭാഗവതത്തിൽ ശരിക്ക് 7ാമത്തെ സ്കന്ധത്തിൽ 2ാം അധ്യായത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഹിരണ്യകശിപുണ്ട്. കോപം കൊണ്ട് വിറച്ചുകൊണ്ടും ചുണ്ട് കടിച്ചുകൊണ്ടും കണ്ണുകൾ തീക്കട്ട പോലെയായിട്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം ആരോടെന്നില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു അത്രേ, സ്വന്തം സഹോദരൻ മരിച്ച ദുഃഖത്തിൽ ഭീകര ദ്രംഷ്ടകളാൽ ഏറ്റവും ഉഗ്രമായിട്ടുള്ള ദൃഷ്ടി കൊണ്ട് ഒരാൾക്ക് നേർക്ക് നിൽക്കാൻ പോലും ഭയം തോന്നിപ്പിക്കുന്ന വിധമുള്ള പുരികങ്ങൾ, അങ്ങനെയുള്ള മുഖം കൊണ്ട് ഭയാനകമാക്കപ്പെട്ടിട്ടുള്ള ഒരു വദനത്തോട് കൂടിയിട്ടുള്ള ഹിരണ്യകശിപു ശൂലം ഉയർത്തിപ്പിടിച്ചിട്ടെന്നാണ് പറയണത്. നാരദ മഹർഷിയുടെ വാക്കുകളാണ്, നമ്മൾ ഭാവനയിൽ പറയുന്നതല്ല. നാരദ മഹർഷി പറയുന്നതായിട്ട്
പറയുന്ന വാക്കുകളാണ്. ഒരു യുദ്ധത്തിന് കാഹളം ഒരുക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നു. അല്ലയോ അസുരന്മാരെ, കുറെ അസുരന്മാരെ പേര് വിളിക്കുന്നുണ്ട്. ദ്വിമൂർധാവ്, ത്രക്ഷൻ, ശംബരൻ, ശതബാഹു, ഇങ്ങനെ അനേകം അസുരന്മാരുടെ പേര് വിളിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ വാക്കുകൾ കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാം തരം ലീഡറും കൂടിയാണ് ഹിരണ്യകശിപു. അതുകൊണ്ട് പറയുന്നത് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക, കേട്ടതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. പ്രവർത്തിക്കാൻ ഒരു താമസം കാണിക്കാനും പാടില്ല. എന്നിട്ട് ഭഗവാനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ആ ശ്ലോകം ഒന്ന് കേൾക്കാം. അദ്ദേഹം പറയണ്, സപത്നൈർഘാതിത ക്ഷുദ്രൈർ ഭ്രാതാമേദയിത സുഹൃത് പാർഷ്ണിഗ്രാഹേണ ഹരിണ സമേനാപ്യുധാവനെ. എന്താ ഇത് പറയണെച്ചാൽ, തൻ്റെ സമത്വ സ്വഭാവം കൈവിട്ടു മഹാവിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ അവൻ സമത്വമുള്ളവനാണ്, സമമായിട്ട് എല്ലാറ്റിനെയും കാണേണ്ട അവൻ അത് കൈവിട്ടു. അതാണ് എൻ്റെ വിഷമം. അവൻ അസുരനെയും സൂര്യനെയും ഒരേമാതിരി കാണേണ്ടവനാണ്, പക്ഷെ അവൻ ഇന്നതാ അത് കൈവിട്ടിരിക്കണു. അത് നമ്മൾ പറഞ്ഞില്ലേ, എനിക്ക് അവനോട് വലിയ ബഹുമാനമായിരുന്നു, പക്ഷെ അവൻ ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്ത് നമ്മൾ വിചാരിച്ചില്ല. അവൻ എല്ലാവരും ഒരേമാതിരി കാണുന്ന ആളായിരുന്നു, പക്ഷെ അവൻ ഇങ്ങനത്തെ ഒരു ഗൂഢമായ അജണ്ടയുണ്ട്, അവൻ ഇന്ന ആൾക്കാരുടെ സൈഡിൽ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതിയില്ല എന്ന് നമ്മൾ പറയുന്ന അതേ കാര്യമാണ് ഹിരണ്യകശിപു അവിടെ പറയുന്നത്. തൻ്റെ സമത്വ സ്വഭാവം കൈവിട്ടവും തേജോമയനാണ്, മായയാൽ വരാഹവേഷം എടുത്തിട്ട് പക്ഷെ അവൻ ഇങ്ങോട്ട് ഭജിക്കുന്നവരെ അങ്ങോട്ട് ഭജിക്കുന്നവനാണ്. ഇത് ഒരു നല്ലത് പറയുക, ഒരു ചീത്ത പറയുക, ഒരു നല്ലത് പറയുക, ഒരു ചീത്ത പറയുക. നമ്മൾ ഈ MGR MN നമ്പ്യാരുടെ ഫൈറ്റ് മാരിയാ, ഒരടി നിലത്ത് വീണ MGR എണീപ്പിക്കും, എന്നിട്ട് വീണ്ടും അടിക്കും. ഇത് സ്ഥിരം നമ്മൾ പഴയകാലത്തെ തമിഴ് സിനിമകളിൽ കാണുന്ന ഒരു ഫൈറ്റിംഗ് പാറ്റേൺ മാതിരിയാണ് ഈ വിഷമം പറയല്. ആദ്യം പറയുന്നത് അവൻ്റെ സമത്വ സ്വഭാവം വിട്ടു എന്ന് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞു അവൻ തേജോമയനാണ്, മൂന്നാമത് പറഞ്ഞു അവൻ മായ കൊണ്ട് അവൻ വരാഹത്തിന്റെ വേഷം എടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറയണ് ഇങ്ങോട്ട് ഭജിക്കുന്നവരെ അങ്ങോട്ട് ഭജിക്കുന്നവനാണ്. ഇതറിയാം ഹിരണ്യകശിപുവിന്, എന്നെ ഭജിക്കുന്നവനെ ഞാൻ അങ്ങോട്ട് ഭജിക്കണു എന്ന് ഭഗവാൻ പറയുന്നു. അത് ഹിരണ്യകശിപു കൂടെ ആവർത്തിക്കണം. എന്നിട്ട് അടുത്ത് പറയണ് ഒരു കൊച്ചുകുട്ടിയുടെ മാതിരി ഒരു മനസ്സിന് ഒരു സ്ഥിരതയില്ലാത്തവനാണെന്ന്, അസ്ഥിരചിത്തനാണെന്നാണ് പറയണത്. തസ്യ തെക്ത സ്വഭാവസ്യ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ബാലസ്യേവാസ്ഥിരാത്മന എന്നാ പറയണത്. ബാലന്റെ പോലെ അസ്ഥിരമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടുള്ളവനായിട്ട് എന്ന് പറഞ്ഞിട്ട് പറയണേ, എൻ്റെ ശൂലം കൊണ്ട് കഴുത്ത് മുറിഞ്ഞവനായിട്ടുള്ള ആ ഹരി, അതായത് വരാൻ പോണൊരു കാലത്ത് നടക്കാൻ പോണൊരു കാലത്തെ കാര്യത്തിന് ഇപ്പൊ സംഭവിക്കുന്നതായിട്ട് പറയുന്നു. നാളെ നടക്കാൻ പോണ് ഹരിയുടെ കഴുത്തിനെ ഞാൻ ശൂലം കൊണ്ട് കുത്തി കീറും. ആ ധാരധാരയായിട്ടുള്ള ആ ഹരി ഉണ്ടല്ലോ, ആ രക്തപ്രിയനായിട്ടുള്ള എൻ്റെ സഹോദരൻ ഹിരണ്യാക്ഷനെ അവൻ്റെ മരണം കൊണ്ടുണ്ടായിട്ടുള്ള അവൻ്റെ ദുഃഖത്തിനെ മാറ്റിയിട്ട് തൃപ്തിപ്പെടുത്തുന്ന അങ്ങനെയുള്ള ഹരി. അതിൻ്റെ അർത്ഥം ആ ശ്ലോകത്തിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നോക്കും. ദോഷവും ഗുണവും ദോഷവും ഗുണവും പറഞ്ഞിട്ട് ഭഗവാനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ രക്തം മരിച്ചു പോയിട്ടുള്ള എൻ്റെ സഹോദരൻ്റെ ആ മരണ ദുഃഖത്തിൽ നിന്ന് അതനുഭവിച്ചിട്ടുള്ള അവനെ തൃപ്തിപ്പെടുത്തും എന്ന് പറയുന്നു. കപടനും ശത്രുവായിട്ടുള്ള ഹരി നശിച്ചു പോയാൽ ഹരിയാകുന്ന പ്രാണങ്ങളോട് കൂടിയിട്ടുള്ള ദേവന്മാർ, വൃക്ഷങ്ങൾ മുറിക്കപ്പെട്ടാൽ അവയുടെ കൊമ്പുകൾ എങ്ങനെയാണോ നശിച്ചു പോവുക അതേമാതിരി അവരും നശിച്ചോളും. അതുകൊണ്ട് തായ്തടി തന്നെ വെട്ടാം, ഹരിയെ കൊന്നുകളയാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ പോയിട്ട് ഇത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ബ്രാഹ്മണരെ ക്ഷത്രിയരെ മുതലായിട്ട് ധാരാളമുള്ള എല്ലാ ഭൂപ്രദേശങ്ങളിലും ചെന്നിട്ട് തപസ്സും യജ്ഞവും സ്വാധ്യായവും വ്രതങ്ങളും ദാനങ്ങളും ചെയ്യുന്ന സകല ആൾക്കാരെയും കൊല്ലുക. യജ്ഞങ്ങൾ കൊണ്ട് ശരീരം ലഭിച്ചവൻ, യജ്ഞമയൻ, ധർമ്മസ്വരൂപൻ, ഇങ്ങനെയുള്ള വിഷ്ണു, ഇതൊക്കെ അറിയാം. ഇതെല്ലാ വാക്കുകളും പറയണ്ടേ, ഇതെല്ലാം അറിയാം ഹിരണ്യകശിപുവിന്. ധർമ്മസ്വരൂപനായിട്ടുള്ള വിഷ്ണു ബ്രാഹ്മണരുടെ ക്രിയയാകുന്ന ആ യജ്ഞത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളവനാണ്. അതുകൊണ്ട് യജ്ഞങ്ങൾ നശിപ്പിക്കുക, അവൻ്റെ പോഷണം വരുന്നത് അതിൽ നിന്നാണ്. യജ്ഞങ്ങൾ നശിപ്പിക്കുക. ദേവന്മാരും ഋഷികളും പിതൃക്കളും മറ്റ് പ്രാണികളും ഇവർക്കൊക്കെ ധർമ്മത്തിന് ആശ്രയമായിട്ടുള്ളത് അവനാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാവരും ഉപദ്രവിക്കുക, പോയിട്ട് അവരെ അവരുടെ ആചരണങ്ങളിൽ പിന്തിരിപ്പിക്കുക. അപ്പോൾ ഹരിക്ക് കിട്ടേണ്ട പോഷകങ്ങൾ ഇല്ലാണ്ടാവും എന്ന് പരോക്ഷമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. ഹരി ദുർബലനാവും. എവിടെയൊക്കെ ബ്രാഹ്മണരും പശുക്കളും വേദങ്ങളും വർണ്ണാശ്രമത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധത്തിലുള്ള ആചരണങ്ങളും ഉണ്ടോ അവിടെയൊക്കെ ചെന്ന് സകലതും ചുട്ടു പൊട്ടിക്കുക. ഉപകാരപ്രദങ്ങളായിട്ടുള്ള വൃക്ഷാദികൾ മുറിച്ചു കളയുക. ഇങ്ങനെ ചെയ്യാവുന്ന സകല ദ്രോഹങ്ങളും ചെയ്യുക.
എന്ന് പറഞ്ഞു കേട്ടിട്ട് ഈ ദ്രോഹം ചെയ്യാൻ വളരെ ഉത്സുകരായിട്ട് നിൽക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അസുരന്മാരും അവരുടെ ആജ്ഞകളെ ശിരസാ വഹിച്ചിട്ട് അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ അവർ പോയിട്ട് ആ എന്താ പറയുക, പട്ടണങ്ങളും ഗ്രാമങ്ങളും ഗോകുലങ്ങളും ഉദ്യാനങ്ങളും വയലുകളും എല്ലാ സ്ഥലങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാക്ഷസേന്ദ്രനായിട്ടുള്ള ഹിരണ്യകശിപു സ്വർഗം വിട്ടിട്ട് ദേവന്മാർ ഭൂമിയിലേക്ക് പലായനം ചെയ്ത സമയത്ത് തൻ്റെ സഹോദരൻ്റെ ഉദകക്രിയകൾ മുഴുവൻ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം തൻ്റെ സഹോദരൻ്റെ മക്കളെ മുഴുവൻ അടുത്ത് വിളിച്ചിട്ട് ആശ്വസിപ്പിച്ച എങ്ങനെയാണ് ഇത്രയത് ഭാഗവതം പറയണത്. ദേശവും കാലവും ഒക്കെ അറിയണ ഹിരണ്യകശിപു എന്നാ പറയണത് നാരദൻ. എല്ലാറ്റിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള അറിവുള്ള ആളാണ് അദ്ദേഹം. തൻ്റെ സഹോദരങ്ങളായിട്ടുള്ള അസുരപ്രവരന്മാരെയും വിളിച്ചിട്ടും സ്വന്തം അമ്മയായിട്ടുള്ള ദിതിയെ വിളിച്ചിട്ടും, മൂത്ത മകൻ മരിച്ചാൽ ദുഃഖിതയാണല്ലോ അമ്മ, ആ അമ്മയെ വിളിച്ചിട്ടും പറയണം, അമ്മേ, സഹോദര പത്നി, എൻ്റെ സഹോദരൻ്റെ പുത്രന്മാരെ, നിങ്ങൾ വീരനായിട്ടുള്ള ഹിരണ്യാക്ഷനെ പറ്റിയിട്ട് ഒരു കാരണവശാലും വിഷമിക്കാൻ പാടില്ല. ശത്രുവിൻ്റെ മുന്നിൽ യുദ്ധക്കളത്തിൽ മരിക്കുന്നത് വീരന്മാർക്ക് ഏറ്റവും ശ്ലാഘ്യമായിട്ടുള്ളതും ഉന്നതമായിട്ടുള്ള കാര്യമാണ്. അത് പറഞ്ഞിട്ട് ആ സഹോദര പത്നിയോടും അതേമാതിരി അമ്മയോടും പറയണം, സാധ്വികളെ, നമ്മളൊക്കെ വിധിയാൽ ഒന്നിച്ച് യോജിപ്പിക്കപ്പെട്ടവരാണ്. അതിൻ്റെ ആ കർമ്മത്തിൽ തന്നെയാണ് നമ്മുടെ വിയോഗം സംഭവിക്കുന്നത്. ജീവികൾക്ക് ഈ ലോകത്തിലുള്ള താമസം എന്ന് പറഞ്ഞാൽ സത്രത്തിൽ ഒന്നിച്ചു കൂടിയതുപോലെ വളരെ യാദൃച്ഛികമാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഹിരണ്യകശിപു ഒരു ഡിഫറൻ്റ് ആളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭാഗവതം വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് അറിയണമായിരിക്കും. ഇതിൽ കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിത് പറയുന്നത്. ഇങ്ങനൊരു ഹിരണ്യകശിപുവിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഹിരണ്യകശിപുവിൻ്റെ ഉൾക്കാഴ്ച അറിവ് നോക്കും. പരമമായിട്ടുള്ള ആത്മാവ്, നിത്യവും അവ്യയം, ചെലവാക്കാൻ പറ്റാത്തത്, അതായത് എത്ര എടുത്താലും അതിൻ്റെ അകത്ത് തന്നെ പിന്നെയുള്ളത്, ശുദ്ധവും സർവത്ര എല്ലാവിടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ളതും എല്ലാം തന്നെയും എല്ലാം അറിയുന്നതും ആവണമെന്നവർ. ഈ ജീവൻ മായയാൽ ഗുണങ്ങളെ ഈ ആത്മാർത്ഥ അവനവൻ്റെ കാര്യങ്ങളുടെ എന്താ പറയുക ഇഷ്ടാനിഷ്ടങ്ങളായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ ഈ സംസാരത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. വെള്ളം ഇളകണത് കൊണ്ട് അതിൽ പ്രതിഫലിച്ചിട്ട് മരങ്ങളും മറ്റു ജീവികളും അല്ലെങ്കിൽ മനുഷ്യനൊക്കെ അവനവൻ്റെ മുഖം നോക്കിയിട്ട് അത് ഇളകണ മാതിരി തോന്നുന്നു. നമ്മുടെ കണ്ണുകളുടെ പ്രശ്നമാണ് ഭൂമി ചലിക്കണത് മാതിരി തോന്നുന്നത്. അതുകൊണ്ട് അമ്മേ, ഇങ്ങനത്തെ ഗുണങ്ങൾ നിമിത്തം മനസ്സ് എത്ര ഭ്രമിച്ചാലും പൂർണ്ണനായിട്ടുള്ളൊരു വ്യക്തി ലിംഗബന്ധമില്ലാത്തവനാണെങ്കിലും ലിംഗമുള്ളവനെ പോലെ ഭ്രമിക്കുന്നത് പോലെ തോന്നുന്നു. ദേഹമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആത്മാവിൽ ദേഹാഭിമാനം എന്നുള്ളത് ആത്മാവിന് അനാത്മാവിലുള്ള അധ്യാസമാണെന്നാണ് പറയുന്നത്. ഭാഗവതം കടുകട്ടിയാണല്ലോ എപ്പോഴും. പക്ഷെ ഞാനിതിൽ കുറച്ചൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം എത്ര ഗാഢമായിട്ടുള്ള ഒരു വലിയ ഗഹനമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറയണമെന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത്, യമനും, അതായത് മരണത്തിൻ്റെ ദേവനായിട്ടുള്ള യമനും മരിച്ചു പോയിട്ടുള്ള ഒരാളുടെ ബന്ധുക്കളും തമ്മിലുള്ള ഒരു പഴയ കഥ ഞാൻ പറയാം എന്നും പറഞ്ഞിട്ട് ഉശീനര രാജ്യത്ത് സുയജ്ഞൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് മരിച്ചു യുദ്ധത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ മുഴുവൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ശവത്തിൻ്റെ ചുറ്റും ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുടെ വിലാപങ്ങൾ ആദ്യം അദ്ദേഹം കുറച്ച് പറയും. ഹിരണ്യകശിപു പറയുന്നുണ്ട്. ആ പേര് നോക്കൂ, സുയജ്ഞൻ എന്ന് പേരുള്ള ഒരാളാണ്. യജ്ഞങ്ങൾ നന്നായി അനുഷ്ഠിച്ചവനാണ് ഭാഗവതകർത്താവ് ആ പേര് കൊടുത്തിരിക്കുന്നത്. അതായത് ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള എല്ലാ വർണ്ണാശ്രമ ധർമ്മങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് അനുഷ്ഠിച്ചിട്ടുള്ള ഒരാൾ മരിച്ചു കിടക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ മരിച്ചിട്ട് അയാളുടെ ഭാര്യമാരിങ്ങനെ കിടന്ന് കരയാണ്, ഉറക്കെ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങിങ്ങനെ മരിച്ചു പോയല്ലോ, ഈശ്വരന് കരുണയില്ലാണ്ടായല്ലോ, ഞങ്ങൾക്കിനി ആരാണുള്ളത്, അങ്ങേ കൂടാണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഭാര്യമാരിങ്ങനെ എന്താ പറയുക കരഞ്ഞുകൊണ്ടിരുന്നിട്ട്, കൂടാതെ സതി അനുഷ്ഠിക്കാനായിട്ട് ഞങ്ങൾക്ക് അനുവാദം തരണം, ഞങ്ങൾ പാദദാസികളായിട്ട് ഞങ്ങൾ അങ്ങേ മരണത്തിലും അനുഗമിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ വിഷമിച്ചിട്ട് ഇങ്ങനെ കരയുക. ഇങ്ങനെ മരിച്ചു പോയിട്ടുള്ള ഈ ഭർത്താവിൻ്റെ ദേഹം കെട്ടിപ്പിടിച്ച് ഈ ഭാര്യമാർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യൻ അങ്ങോട്ട് അസ്തമിക്കുന്നു. അസ്തമനം നടക്കുന്ന സമയത്ത്
അസ്തമനം നടക്കുന്ന സമയത്ത് സംസ്കാര കർമ്മം അതിനു മുമ്പ് കഴിഞ്ഞിരിക്കണം എന്നാണ് പഴയ കാലത്തെ കണക്ക്. ഇന്നത്തെ മാതിരി മക്കൾ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ എത്തിയുള്ളൂ, അതുകൊണ്ട് ചെതയിൽ വെച്ചു, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അപ്പോൾ അസ്തമനം കഴിഞ്ഞു പോയി. അപ്പോൾ അത് തെറ്റാണ്. അസ്തമനം കഴിഞ്ഞു പോയതുകൊണ്ട് ഈ മരിച്ച രാജാവിൻ്റെ ബന്ധുക്കളുടെ വിലാപം കേട്ടിട്ട് യമധർമ്മൻ ഒരു കുട്ടിയുടെ വേഷത്തിൽ അവിടെ വന്നിട്ട് അവരോട് ഉപദേശിക്കുന്നത്, ഹിരണ്യകശിപു പറയണ് ദിതിയോട്, ഏറെ പ്രായമായവരും ജനനമരണ രൂപമായ ലോകത്തിൻ്റെ ഗതി നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നവരായിട്ട് ഇവർക്ക് മോഹം വരുന്നു എന്നുള്ളത് വളരെ ആശ്ചര്യകരമാണ്. മനുഷ്യൻ എത്ര കണ്ടിട്ടും പഠിക്കണില്ലല്ലോ യമൻ പറയണം. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ വ്യസനിക്കുന്നത്? വഴിയിൽ വീട് കിടന്നാലും ഈശ്വരൻ്റെ രക്ഷയുണ്ടായ നാശത്തിനിടയാവില്ല. ഗൃഹത്തിൽ കഴിഞ്ഞാലും ഈശ്വരൻ ഉപേക്ഷിച്ചാൽ അവൻ നശിക്കുകയും ചെയ്യും. അനാഥനാണെങ്കിലും ഭഗവാനാൽ കടാക്ഷിക്കപ്പെട്ടാൽ അവൻ വനത്തിലും ജീവിക്കും. സർവ്വദേഹങ്ങളും ഇന്ന് ലഭിച്ച ദേഹത്തിൻ്റെ അതാത് കർമ്മങ്ങൾ കൊണ്ട് അതാത് കാലത്ത് ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യണമെന്നാണ് പറയണം. ഇങ്ങനെ വിശേഷമായിട്ടുള്ള ഒരു ജ്ഞാനോപദേശം തന്നെ യമൻ ഒരു ബാലന്റെ രൂപത്തിൽ വന്നിട്ട് ആ സുയജ്ഞ രാജാവിൻ്റെ പത്നിമാരോട് പറഞ്ഞു കൊടുക്കുന്നത്, ഹിരണ്യകശിപു ഇവിടെ സ്വന്തം അമ്മയോടും അവശേഷിച്ചിട്ടുള്ള കൂടപ്പറപ്പുകളോടും വിധവയായി തീർന്ന സഹോദര ഭാര്യമാരോടും പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പറയുന്ന ഹിരണ്യകശിപുവിനെ എങ്ങനെയാണ് നമുക്ക് ഒരു ഈശ്വര വിരോധിയായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതെന്ന് ചിന്തിച്ചാൽ, നമ്മുടെ ഇടയിലൊക്കെയുള്ള നമ്മളൊക്കെ കടന്നു പോകുന്നൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേദാന്തം പ്രസംഗിച്ചാലും പഠിച്ചാലും പറഞ്ഞു പ്രചരിപ്പിച്ചാലും മറ്റുള്ളവർ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് ജീവിച്ച് കാണിക്കാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അതിന് കഴിയാറില്ല. ഹിരണ്യകശിപുവിനും സംഭവിച്ചാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. മറ്റൊരാളെ ഉപദേശിക്കാൻ, മറ്റൊരാളുടെ വിഷമത്തിൽ ഇതൊക്കെ ഉപദേശിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ സ്വന്തം പ്രശ്നത്തിൽ തൻ്റെ അകത്തുള്ള വൈരത്തിനെ ആ ജ്ഞാനത്തിൻ്റെ ശക്തി കൊണ്ട് കത്തിച്ചു കളയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവിടെ അദ്ദേഹം ഭഗവാനെ ഒരു വ്യക്തിയായി കണ്ട് ആ വ്യക്തി സമത്വഭാവം കൈവടിഞ്ഞു. അവൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. അവൻ തൻ്റെ ശൂലം കൊണ്ട് കുത്തുകൊണ്ടാൽ രക്തം വാർന്ന് മരിച്ചു വീഴുന്ന ഒരു വസ്തുവാണെന്ന് ചിന്തിക്കുന്ന ഒരു അജ്ഞാനം എന്ന് നമ്മൾ വിളിക്കണ ഒരു വിഡ്ഢിത്തം പിടിച്ച അബദ്ധധാരണയിൽ നിൽക്കെ തന്നെ ജ്ഞാനത്തിൻ്റെതായിട്ടുള്ള ജീവിതം ക്ഷണികമാണെന്നും മരണമാണ് നിത്യസത്യെന്നും ആത്മാവ് എന്താ പറയുക അനശ്വരമാണെന്നും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഇത് അറബുകാരൻ വേദമോദിയത് മാതിരിയാണോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അല്ല, അദ്ദേഹത്തിൻ്റെ അകത്താ ബോധമുണ്ട്. കഥ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ജയനോ വിജയനോ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ സംസ്കാരം ഉണ്ടാവാം. പക്ഷേ നമ്മൾ അദ്ദേഹത്തിനെ ആ ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ പോലും നമ്മളെയൊക്കെ മുന്നിൽ അദ്ദേഹം ഒരു മാതൃകയാണ്. വാസ്തവത്തിൽ ഹിരണ്യകശിപുവാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ടെക്സ്റ്റ് ബുക്ക്. ഇതെല്ലാം പ്രസംഗിക്കാം, പക്ഷെ ഇത് പ്രാവർത്തികമാക്കി കാണിക്കുക ജീവിതത്തിൽ ഏറ്റവും തീക്ഷ്ണമായ ഘട്ടങ്ങളിൽ. അതാണ് യഥാർത്ഥ പരീക്ഷണം. പക്ഷെ എന്നാലും ഈശ്വരനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ബന്ധം അദ്ദേഹം വൈരഭാവത്തിലെങ്കിലും സൂക്ഷിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവാങ്കൽ തിരിച്ചു ചെല്ലാനായി, ലയിക്കാനായി. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യക്തിയിലേക്ക് പിന്നെ തൻ്റെ സഹോദരൻ്റെ ആ മരണത്തിന് പ്രതികാരം ചെയ്യുക എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രം ഉണ്ടായി തീർന്നതുകൊണ്ട് ആരാലും ജയിക്കാൻ കഴിയാത്തവനും ജനന മരണങ്ങളില്ലാത്തവനും എതിരില്ലാത്തവനും ഏകഛത്രാധിപതിയായിട്ട് തീരാൻ ഹിരണ്യകശിപു ആഗ്രഹിച്ചതുകൊണ്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രസിദ്ധമായിട്ടുള്ള തപസ്സൊക്കെ നമുക്കറിയാം. കൈ ഉയർത്തിയിട്ട് ആകാശത്തിലേക്ക് നോക്കിയിട്ട് കാലിൻ്റെ തള്ളവിരൽ മാത്രം ഭൂമിയിൽ നിരത്ത് ഊന്നിക്കൊണ്ട് മന്ദരപർവ്വതത്തിൻ്റെ പ്രദേശങ്ങളിൽ അദ്ദേഹം അതിഗൗരവമായിട്ടുള്ള തപസ് ആരംഭിച്ചു. കിരണങ്ങളാൽ പ്രളയകാലത്തെ സൂര്യൻ എന്ന പോലെ അവൻ ജടകളുടെ കാന്തി കൊണ്ട് ശോഭിച്ചു എന്നൊക്കെയാണ് ഭാഗവതം പറയണത്. അങ്ങനെ തപസ് ചെയ്തുകൊണ്ട് മുമ്പ് സ്വർഗം വിട്ടുപോയിരുന്ന ദേവന്മാർ പിന്നെയും തങ്ങളുടെ സ്ഥാനത്തെത്തി. കാരണം ഇവനിപ്പോൾ തപസ്സിലാണ്. അങ്ങനെ ഉണ്ടായ ആ തപസ്സിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം ആ തപസ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അപ്പുറത്ത് അദ്ദേഹത്തിൽ നിന്ന് ഗർഭിണിയായിട്ടുള്ള കയാധുവിൻ്റെ ഗർഭത്തിലിരിക്കുന്ന ആ പുണ്യാത്മാവിനെ ഉണർത്തുന്നത് നാരദൻ ഭഗവാന്റെ കഥ പറഞ്ഞിട്ട്. രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഹിരണ്യകശിപു
അനേക കണ്ടീഷൻസ് പറഞ്ഞിട്ട് മരണത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള വരം വാങ്ങുന്ന സമയത്ത് തന്നെ ആ കണ്ടീഷൻസിനെ മുഴുവൻ സാധൂകരിച്ചു കൊണ്ടുള്ളൊരു മരണകാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വയറ്റിൽ തന്നെ ജനിക്കുകയാണ്. പ്രപഞ്ചം അങ്ങനെയാണ്. രോഗമുണ്ടാകുമ്പോൾ ഔഷധം ഉണ്ടാവും. ഇപ്പൊ കൊറോണയ്ക്കൊക്കെ എവിടെയെങ്കിലും ഔഷധം കിടക്കുന്നുണ്ടാവും, നമുക്കറിയില്ല. ഭഗവാൻ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് വലിയൊരു സ്തുതിയുണ്ട്, ബ്രഹ്മദേവൻ്റെ ഒരു സ്തുതി തന്നെയുണ്ട്. ആ സ്തുതിയോട് കൂടിയിട്ട് ബ്രഹ്മദേവൻ വിശേഷപ്പെട്ട ഈ വരം കൊടുക്കണം. ആ വരബലം കിട്ടി, ലോകചക്രവർത്തിയായി. ഞാൻ നേരത്തെ പറഞ്ഞ 4 മക്കൾ ജനിച്ചു. ഇതിൽ പ്രഹ്ലാദനോടൊരു വിശേഷ വാത്സല്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ചില അച്ഛന്മാർക്കുണ്ട്, മറ്റു മക്കളെ വളർത്താൻ സാധിച്ച സമയത്ത് കാര്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ചില കുട്ടികളുടെ ജനനമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ജനിക്കുമ്പോൾ അവർ അടുത്തുണ്ടായിരുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള മക്കളോട് അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ ഒരു എക്സ്ട്രാ സ്നേഹം ഉണ്ടാവും. ഒരുപക്ഷെ അതായിരിക്കാം കാരണം. പ്രഹ്ലാദൻ്റെ ജനനകാലത്ത് അദ്ദേഹം തപസ്സിന് പോയിരുന്നു. നാരദൻ്റെ ആശ്രമത്തിലാണല്ലോ, ദേവേന്ദ്രൻ തട്ടിക്കൊണ്ടുപോയിട്ടൊക്കെ അവിടെ താമസിപ്പിച്ചു എന്നൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു സ്നേഹമായിരിക്കാം. എന്താണെങ്കിലും പ്രഹ്ലാദനോട് അദ്ദേഹത്തിന് വലിയ ഒരു സ്നേഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ നാച്ചുറലി തൻ്റെ മകൻ തൻ്റെ ഒപ്പം തന്നെ പോലെ വളർന്നു വരണം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ, ഒരു പിതാവിൻ്റെ എല്ലാവിധ പ്രതീക്ഷകളോടും കൂടി അവനെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹം അതിഭീഷണമായിട്ടുള്ള ഭരണരീതികളുണ്ട്. അതൊന്നും വിസ്തരിക്കുന്നില്ല, ഭാഗവതത്തിലൊക്കെ വിശേഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രഹ്ലാദനെയും തൻ്റെ ആ മാർഗത്തിലേക്ക്, എല്ലാ അച്ഛന്മാർക്കും ബിസിനസ് നന്നായി കഴിഞ്ഞാൽ മക്കളെ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. മക്കളാണ് ചിലപ്പോൾ അതിനൊക്കെ നിൽക്കാണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയും അതിൻ്റെ ഒരു ഇച്ഛാഭംഗം കുറേശ്ശെ അദ്ദേഹത്തിന് ഉണ്ടായി തുടങ്ങി. ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഏൽപ്പിക്കണം, അപ്പോൾ അതിന് പറ്റിയ ട്രെയിനിങ് കൊടുക്കണം മകനെ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ആ മകനാണെങ്കിൽ കംപ്ലീറ്റ് വേറൊരു വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ദിതിയോടും സഹോദര പത്നിമാരോടും തൻ്റെ സഹോദരങ്ങളോടും ഒക്കെ വലിയ വേദജ്ഞാനം പറഞ്ഞ ആ വ്യക്തി അതൊക്കെ മറന്നുപോയി അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ആ പ്രമത്തതയിൽ എത്തിച്ചേർന്ന് പല ഈശ്വരാന്വേഷികൾക്കും പറ്റുന്ന ഒരു അബദ്ധത്തിൽ ഒരു എക്സാമ്പിളും കൂടിയായിട്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ ഭഗവാനെ കുറേ കാലം വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ജ്ഞാനമാർഗത്തിൽ കൂടെ എല്ലാം ബ്രഹ്മമയമാണെന്നൊക്കെ ചിന്തിക്കും. ഈ കാലഘട്ടങ്ങളിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് നമ്മളെ ഒരു ഗുരുസ്ഥാനത്ത് കണ്ട് ആദ്യം നമസ്കരിച്ചാൽ അവിടുന്ന് നമ്മുടെ ഒരു ഈഗോ പൊട്ടിപ്പുറപ്പെട്ടു കൊടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും നമസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. അങ്ങനെ എത്തിക്കഴിയുന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേദം പറയാൻ പോയിട്ട് കാര്യമില്ലാത്തൊരവസ്ഥയിലെത്തും. നമ്മൾ നമ്മളെ തന്നെ കൈവിട്ട അവസ്ഥയിലെത്തും. ഈ അവസ്ഥയിൽ തന്നെയാണ് നാരായണായ നമഃ എന്നുള്ളത് മാറ്റിച്ചിട്ട് ഹിരണ്യായ നമഃ എന്ന് അദ്ദേഹം പറയിപ്പിച്ചത്. അല്ലാണ്ട് ഹിരണ്യൻ അറിവില്ലാത്തവനായിട്ടല്ല, അറിവ് പക്വമായില്ല അദ്ദേഹത്തിൽ. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അകത്തുള്ള പ്രതികാര ബുദ്ധിയും അദ്ദേഹത്തിന് അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ചെയ്ത തപസ്, അത് നൽകിയ വരം, ആ വരബലം, കയ്യൂക്ക്, പിന്നീട് വന്ന സൗഭാഗ്യങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിനെ എല്ലാവരും താൻ നമസ്കരിക്കപ്പെടേണ്ടവനാണെന്നും എല്ലാവരാലും നമസ്കരിക്കപ്പെടേണ്ടവനാണെന്നുള്ളൊരു ചിന്തയിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആ ആത്മസ്ഫുരണം ഒരു വലിയ ആവരണം വന്ന് മൂടി ഒരു തൂണിൻ്റെ രൂപത്തിൽ നിൽക്കുകയായിരുന്നു. ആ തൂണിനെ തന്നെ അദ്ദേഹം പിന്നീട് വെട്ടിപ്പൊളിച്ചപ്പോൾ അദ്ദേഹത്തിന് ആത്മസ്ഫുരണം ഉണ്ടാവുകയും ഭഗവാങ്കൽ അദ്ദേഹം ലയിക്കുകയും ചെയ്തു എന്ന് കരുതാനാണ് എനിക്ക് സന്തോഷം. ആ തൂണിനെയാണ് ഇതിലും ഉണ്ടാകുമോ എന്ന് സംശയത്തോടുകൂടി മകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം വെട്ടിപ്പൊളിച്ചത്. തൻ്റെ അഹങ്കാരമാകുന്ന ആ ഒരു ഈഗോയിൻ്റെ ഹൈറ്റിൽ അദ്ദേഹം ചവിട്ടുകയും അതിനെ വെട്ടുകയും ചെയ്തു. നമ്മൾ സാധാരണ മറ്റ് മതപദ്ധതികളിൽ ഒന്നും കാണാത്ത പ്രയോഗ രീതികളാണ് നമ്മുടെ പദ്ധതികളിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കറുപ്പും വെളുപ്പുമില്ല, എല്ലാം ഏകമാത്രമായിട്ടുള്ള ഈശ്വരൻ്റെ വശക്കളാണ്. എന്തും ആയുധമാണ്, എന്തും വഴിയാണ് ഭഗവാങ്കലേക്ക് എത്താൻ. അങ്ങനെ ഒന്നിലും ആസക്തിയില്ലാത്തൊരു മകനെ കിട്ടിയ അച്ഛൻ പടിയായിട്ട് വൈരം വളർത്തി മകൻ്റെ മേലെ വൈരം വളർത്തി അവനെ ചെയ്യാവുന്ന സകലവിധ ദ്രോഹങ്ങളും ചെയ്ത് ഭഗവാനെ വിഷമിപ്പിച്ച് ആ
പ്രഹ്ലാദന്റെ ദുരിത ദുഃഖങ്ങളും ദുരന്തങ്ങളും കണ്ടിട്ട് അവൻ സഹിക്കുന്നുണ്ടെങ്കിലും സഹിക്കല്ല, അവൻ അതിനെക്കുറിച്ച് ബോധേഡല്ലെങ്കിൽ പോലും ഭഗവാൻ ബോധേഡാവുന്ന ഒരു അവസ്ഥയിലെത്തി. എല്ലാറ്റിൽ നിന്നും സംഘത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നിസ്സംഗനായിട്ടുള്ള ഭഗവാന് പോലും സംഘം ഉണ്ടാവുകയാണ് ഭക്തന്റെ വിഷമം കണ്ടിട്ട്. ആ ക്രോധത്തിന്റെ മാക്സിമത്തിലാണ് വാസ്തവത്തിൽ പള്ളി കൊണ്ട് കിടന്ന ഭഗവാൻ, ആ രംഗശായി ആവേശാവതാരായിട്ട് നരസിംഹസ്വാമിയായിട്ട് വരും. പ്രഹ്ലാദൻ തൻ്റെ അച്ഛനോടും ഇനി എന്തിനാ ശുക്രാചാര്യ ശിഷ്യന്മാരോടും തൻ്റെ സഹോദരങ്ങളോടും ഒക്കെ പറയുന്ന ഭാഗങ്ങളിലൊക്കെ ഭക്തി, ജ്ഞാനം, വേദാർത്ഥം ഇതിൻ്റെയൊക്കെ കാച്ചി കുറുക്കിയാണ് വ്യാസമഹർഷി അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ തവണ അദ്ദേഹം പ്രബോധനം നടത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ മേലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സ്വന്തം അച്ഛൻ തന്നെ സത്യം എവിടെ വിളിച്ചു പറഞ്ഞാലും അവിടെ സ്വന്തമെന്ന് കരുതുന്നവർ പോലും നമുക്ക് എതിരാകാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തം കൂടിയാണ് പ്രഹ്ലാദന്റെ ഹിരണ്യകശിപുവിൻ്റെയും കഥ. പ്രഹ്ലാദൻ അച്ഛനെ നേർവഴിക്ക് നടത്താൻ അച്ഛനാൽ കറപ്റ്റഡാക്കപ്പെട്ട ജനതയെ, തൻ്റെ തന്നെ ജനതയെ, നാളെ താൻ ഭരിക്കേണ്ട ജനതയെ താൻ ഭരിക്കാൻ തുടങ്ങുമ്പോഴേക്കും സന്മാർഗത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഉത്തമനായ രാജകുമാരനായിട്ട് പ്രാപ്തരാക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. ഉദ്ധരേതാത്മനാത്മാനം, അവനവനെ ഉദ്ധരിച്ചു, മറ്റുള്ളവരെ ഉദ്ധരിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, ഓൾറെഡി ജ്ഞാനം കിട്ടിയ ഒരാൾക്ക് ജീവിച്ചിരിക്കണം, അദ്ദേഹത്തിന് ജീവിതം പൂർണ്ണമാക്കണം എന്നുള്ള ഒരു നിശ്ചയം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കേണ്ട, ശരീരം വെടിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനുള്ള ഉത്തരം ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ലോകോപകാരപ്രദങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക, തൻ്റെ ഒപ്പം മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക. ഇതിന് ശ്രമിച്ച വേറൊരു അവതാരമായിരുന്നു ശ്രീരാമസ്വാമി. ശ്രീരാമസ്വാമി അതിന് ശ്രമിക്കുന്നതുകൊണ്ടാണ് ധർമ്മമൂർത്തിയായിട്ടുള്ള മഹാദേവൻ ശ്രീരാമനെ ധ്യാനിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ആന്തരിക സത്വം ഒന്നാണ്. പ്രഹ്ലാദൻ ചെയ്തതും അത് തന്നെയാണ്, ധർമ്മത്തിന് ഉയർത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രഹ്ലാദൻ സ്വാമിയാണ്, പ്രഹ്ലാദൻ ഒരു അവതാരമൂർത്തിയാണ്. കാരണം ധർമ്മത്തിന് ഉദ്ധരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ കാണാതിരുന്നുകൂടാ. അതിൻ്റെ കൾമിനേഷനാണ്. മറ്റെവിടെയും കാണുന്ന പോലുള്ള ഒരു ഭക്തിയുടെ നിർവചനമല്ല നരസിംഹാവതാര കഥയിൽ. രണ്ടരണികൾ, വിദ്വേഷഭക്തിയും ജ്ഞാനഭക്തിയും തമ്മിലുള്ള ഒരസൽ, ഇതിങ്ങനെ ഒരസിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് വൈകാണ്ട സ്തംഭം വളർന്നിട്ട് തീ വരും. സന്ധ്യാസമയത്ത്, ഏറ്റവും മോശപ്പെട്ട സമയത്ത്, പ്രദോഷ സമയം, ദോഷം ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന സമയത്താണല്ലോ അത് സംഭവിക്കുക. അപ്പോൾ എല്ലാ തരത്തിലും പ്രഹ്ലാദനെ പീഡിപ്പിച്ചു. പ്രഹ്ലാദൻ എന്ന വാക്ക് അല്ലെങ്കിൽ ആ പേരുള്ള ഒരാൾ എന്തൊക്കെ അനുഭവിക്കാൻ പാടില്ലാത്തതുണ്ടോ അത് മുഴുവൻ ആ ശരീരത്തിൽ, പിഞ്ചു ശരീരത്തിൽ ചെയ്യിപ്പിച്ചു. ആനകളെ കൊണ്ട് ചവിട്ടിച്ചതും വെട്ടിക്കീറിയതും അനേക കാര്യങ്ങൾ ചെയ്തു. നമ്മളതിനെ ഭഗവാന്റെ മായയായിട്ടും മാജിക്കായിട്ടും ഒക്കെ കാണാം, അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാതെ. പക്ഷെ ഒരു യോഗിക്ക് ഇതൊന്നും സംഭവിക്കില്ല. അദ്ദേഹം ഒരു യോഗിയാണ്. ആ യോഗിക്ക് എന്ത് ശരീരബോധം! ആ യോഗിയുടെ ശരീരം, ഇപ്പൊ സദാശിവ ബ്രഹ്മേന്ദ്രന്റെ കയ്യ് ഒരു നവാബിന്റെ കൂടാരത്തിന്റെ അകത്ത് കൂടെ അദ്ദേഹം കടന്നുപോയി. നവാബും ഭാര്യ അതിൻ്റെ അകത്തിരിക്കുന്നു. അദ്ദേഹം അതിലെ കൂടെ അങ്ങോട്ട് വിവസ്ത്രനാണ്, അവധൂതനാണ് സദാശിവ ബ്രഹ്മേന്ദ്രൻ. എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ട് അദ്ദേഹം ആ സംഭവം നടന്ന സ്ഥലത്ത് പോകാൻ, നെരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് തമിഴ്നാട്ടിൽ. അദ്ദേഹം ഇങ്ങനെ നടന്നുപോയത്രേ. നവാബ് വാളെടുത്തിട്ട് അദ്ദേഹത്തിന് ആഞ്ഞു വെട്ടി, കൈ അറ്റങ്ങോട്ട് നിലത്ത് വീണു. അദ്ദേഹം ആ നിലത്ത് വീണ കയ്യിനെ എടുത്ത് ഫിറ്റ് ചെയ്തിട്ട് നടന്നുപോയി. നവാബ് വരണ്ടുപോയി. അദ്ദേഹത്തിനെ ഗുരുവായിട്ട് സ്വീകരിച്ചു. സദാശിവ ബ്രഹ്മേന്ദ്രന് സാധിക്കുമെങ്കിൽ സാധിക്കാത്തതാണോ പ്രഹ്ലാദ സ്വാമിക്ക്? അപ്പോ എന്നിട്ടും ഇത്രയും പീഡകൾ അനുഭവിച്ചിട്ടും, ഞാൻ ഇന്നാളുകൂടെ ഫേസ്ബുക്കിൽ എഴുതി, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ പൂമാലയും കിട്ടും, കല്ലേറും കിട്ടുന്നു. സന്തോഷത്തോടെ സ്വീകരിക്കണം, സമഭാവനയോട് കൂടിയിട്ട് സ്വീകരിക്കണം. പ്രഹ്ലാദൻ അതാ കാണിച്ചു. എന്നിട്ടും അദ്ദേഹം പ്രബോധനം നിർത്തുന്നില്ല. കൂടെയുള്ളവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി, രക്ഷയില്ല. അവർക്ക് വേണമെന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ ഒക്കെ കാരണക്കാരനായിട്ടിരിക്കുന്ന ഭരണാധികാരിയായിട്ടുള്ള ഇവരുടെയൊക്കെ നാഥനായിരിക്കുന്ന അച്ഛനെ തന്നെ ഉദ്ധരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുന്നാകമെന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനത്രേ പുത്രൻ പിതാവിനെ. അങ്ങനെയാണെങ്കിൽ പ്രഹ്ലാദൻ ജീവിച്ചിരിക്കുന്ന അച്ഛനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്കിയ മകനല്ലേ?
എത്ര വലിയൊരു ധർമ്മമാണ് അദ്ദേഹം. സ്വന്തം ധർമ്മം, പുത്രൻ എന്നുള്ള നിലയ്ക്കുള്ള ധർമ്മം, രാജകുമാരൻ നിലയ്ക്കുള്ള ധർമ്മം, നാളൊരു കാലത്ത് താൻ രാജാവാകാൻ പോകുന്നു എന്നുള്ള നിലയ്ക്കുള്ള ധർമ്മം, ലോകരോടുള്ള തൻ്റെ ധർമ്മം, ഭക്തന്മാരോടുള്ള ധർമ്മം, ഇതൊക്കെ ഒരേ സമയം അദ്ദേഹം അനുഷ്ഠിച്ചാണ്. ഭീഷ്മർ പോലും ചെയ്തിട്ടില്ല. ഭീഷ്മർ പുത്രധർമ്മം മാത്രമേ അനുഷ്ഠിച്ചിട്ടുള്ളൂ. സ്വന്തം താനൊരു രാജകുമാരനുള്ള ധർമ്മം അദ്ദേഹം തിരസ്കരിച്ചുകൊണ്ടാണ് മഹാഭാരത യുദ്ധം വരെ ഉണ്ടാവുന്നത്. മോശപ്പെട്ട സങ്കരഹീനമായിട്ടുള്ള ഒരു തലമുറ ഉണ്ടായത്. ഭീഷ്മരായിരുന്നു രാജാവായിട്ട് രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ മഹാഭാരതം ഉണ്ടോ? മഹാഭാരതം ഇല്ല. അപ്പൊ പ്രഹ്ലാദന്റെ വംശത്തിൽ മഹാബലിയെ പോലുള്ളവർ ഉണ്ടാവാനുള്ള കാരണം തന്നെ അന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള ഈ കൗൺസിലിംഗാണ്. ഈ കൗൺസിലിംഗാണ് അദ്ദേഹത്തിന്റെ ആ ബാല്യാവസ്ഥയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ വിഷയികളായിട്ടുള്ള അസുരന്മാരെ അദ്ദേഹം ഉദ്ധരിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് അവർക്കുള്ള ശിക്ഷണങ്ങൾ ഇതൊക്കെ വിശേഷമായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, 5 മിനിറ്റോളം ഉണ്ട് എനിക്ക്. എന്താ പറയുക, ആ അവസാന ഭാഗത്തേക്ക് കടക്കാൻ ഞാൻ ഇങ്ങനെയൊക്കെ പറയണ കേട്ടിട്ട് മകൻ്റെ ഇത്തരം പ്രവണതകൾ വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല. കാരണം അവിടെ മകനോടുള്ള വാത്സല്യത്തിനേക്കാൾ ഉപരി ഏതൊരു ഭരണാധികാരിയും ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. തനിക്കെതിരെ മറ്റുള്ളവർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടോ നോക്കും. ഒരാൾ പറയുന്നത് കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടോ എന്നാ നോക്കുക. ആ ഇൻഫ്ലുവൻസ് അപകടമാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലതും എഴുതുമ്പോഴേക്കൊക്കെ ഹാലളകണത് ചില ആൾക്കാർക്ക്. ഈ ഇൻഫ്ലുവൻസ്ഡ് ആവുക എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ് എല്ലാ കാലത്തും ഭരണാധികാരികൾക്ക്. കാരണം അത് പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണ്. ഇപ്പം മകൻ തന്നെ തനിക്കെതിരെ പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നു. ഇപ്പൊ കഥകളിയിലൊക്കെ കാണിക്കാം, ഇവർ നാരായണനാമം ജപിക്കണേ കാണിക്കും. അസുര കുട്ടികളൊക്കെ നാരായണനാമം ജപിക്കണു, അവര് സാഷ്ടാംഗം നമസ്കരിക്കണു, ഭജന പാടണു, ഇതൊക്കെ കാണിക്കാറുണ്ട് കഥകളിയിൽ. അപ്പോൾ കംപ്ലീറ്റ് ഹിരണ്യകശിപുവിന്റെ കാഴ്ചപ്പാടിൽ തൻ്റെ മകൻ അവരെയൊക്കെ കറപ്റ്റാക്കി. അപ്പോൾ ഇങ്ങനെ കറപ്റ്റായിട്ടുള്ളൊരു മകനെ വെച്ചു പൊറുപ്പിച്ചാൽ, ഇവൻ ജീവിച്ചിരുന്നാൽ തനിക്ക് വലിയ പ്രശ്നങ്ങൾ വന്നു ചേരും എന്ന് മനസ്സിലാക്കുകയാണ്. ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ തൻ്റെ അധികാരപ്രമത്തതയെ അടിച്ചുറപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ നിലയ്ക്ക് മാത്രമായി ആ അസുരൻ്റെ ചിന്ത. അവിടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അച്ഛൻ എന്ന ഭാവം പോലും മരിച്ചു. എത്ര വലിയൊരു പതനാന്ന് ആലോചിച്ച് നോക്കൂ. ദിതിയോടും സഹോദരങ്ങളോടും ധർമ്മവും ജ്ഞാനവും മരണത്തിൻ്റെ വ്യർത്ഥതയും, മരണം എന്നുള്ളത് ശാശ്വതമായിട്ടൊരു എൻ്റെ അല്ല, ആത്മാവാണ് അനശ്വരം എന്നൊക്കെ ഉപദേശിച്ച ഒരാളുടെ പതനം. 10,000 വർഷം തപസ് ചെയ്താലും ഒരു നിമിഷത്തെ കൈക്രിയ മതി നമ്മൾ താഴോട്ട് വീഴാൻ. അൺഫോർച്ചുനേറ്റ്ലി അതാണ് നമ്മുടെ ധർമ്മം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മതാന്ധനായിട്ടുള്ള ഭഗവാൻ കഥകളിയിൽ ഹിരണ്യകശിപു ചൂണ്ടി കാണിക്കും ഓരോ തൂണുകളും. കുറച്ച് ആധ്യാത്മിക ബോധമുള്ള അറിവുള്ള നടന്മാരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരെയൊക്കെ ചൂണ്ടിക്കാണിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദുരിതം ചെയ്താൽ വരുമോ നന്മകൾ എന്ന് ചോദിച്ചിട്ട് നരസിംഹസ്വാമി നമ്മൾ ഓരോരുത്തരെയും ചൂണ്ടിക്കാണിക്കുക. കോട്ടക്കൽ ദേവദാസേട്ടനൊക്കെ അങ്ങനെ കാണിക്കാറ്. അത് നമ്മളോടുള്ള ചോദ്യമാണ്. അതേപോലെ തന്നെ ഹിരണ്യകശിപു കെട്ടുന്ന നടനാണെങ്കിലും ഭക്തന്മാരുണ്ടാവുമല്ലോ, അവർ നമ്മളെ ചൂണ്ടിക്കാണിക്കും. ഇവിടെയുണ്ടോ, ഇവിടെയാണോ ഹരി, ഇവിടെയാണോ ഹരി, ഓരോ സ്ഥലത്തും ചൂണ്ടിക്കാണിക്കും. അപ്പോ ഭഗവാൻ ഏത് നിമിഷത്തിലായിരിക്കാം താൻ ഇങ്ങനൊരു രൂപമെടുക്കണ എന്ന് സങ്കല്പിച്ചിട്ടുണ്ടാവുക. നമ്മളൊരു പ്ലാനിങ് ഒക്കെ ചെയ്യുമല്ലോ. ഞാൻ നാളെ കല്യാണത്തിന് പോകുമ്പോൾ ഈ ഡ്രസ്സ് ഇടും, അല്ലെങ്കിൽ ഞാൻ ഈ പ്രസൻറ്റേഷൻ നടത്താൻ പോകുമ്പോൾ ഈ കോട്ടാണ് ഇട്ടിട്ട് പോവുക, അല്ലെങ്കിൽ ഇന്ന് ഈ ഷർട്ട് ഇടാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ താടി വെക്കാണ്ടിരിക്കാം. ഭഗവാൻ എങ്ങനെയാണ് ഇങ്ങനൊരു രൂപത്തിൽ എത്തിപ്പെട്ടത്? അദ്ദേഹം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുമോ? ദേവന്മാർ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ട് ഓം ശ്രീ ഭഗവതേ തുഭ്യം മഹ തുടങ്ങുന്ന ഒരു മന്ത്രത്തോട് കൂടിയിട്ട് ഭഗവാനെ ഭാഗവതത്തിൽ ഭജിക്കുമ്പോഴാണ് ഭഗവാൻ പറഞ്ഞത് സമാധാനമായിട്ടിരിക്കുക. ഏത് മഹാഭാവിയാണെങ്കിലും അവൻ്റേതായിട്ടൊരു കാലം വരുമ്പോൾ അവൻ നശിച്ചേ പറ്റൂ. അവന് വൈകാണ്ടൊരു മകനുണ്ടാവും. ഞാൻ അന്ന് അവനെ രക്ഷിക്കുന്നതിനായിട്ട് ഇവനെ ഞാൻ വധിക്കുന്നവർ. ആ കാലം വരാൻ വേണ്ടിയിട്ട് ഭഗവാൻ കാത്തിരുന്നുണ്ട്. അപ്പൊ ഭഗവാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ
എന്തിനാ പിന്നെ അതിനെ ആവേശാവതാരം എന്ന് വിളിക്കുന്നത്? പെട്ടെന്നുണ്ടായതാണ്, ആവേശത്തിലുണ്ടായിട്ടുള്ളതാണ്. ആ ആവേശത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അവതാരമാവണമെങ്കിൽ ഭഗവാന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നൊരു നിമിഷത്തിലായിരിക്കണ്ടേ? പ്രഹ്ലാദനെ അനേക വിധത്തിൽ രക്ഷിച്ചു. ഹിരണ്യകശിപുവിനോടും ഭഗവാന് അത്യധികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അത് ജയനോ വിജയനോ ആയിക്കോട്ടെ, മാറ്റി നിർത്താം. തന്നിൽ വിദ്വേഷ ഭക്തിയോടുകൂടി ഇരിക്കണവനും പ്രേമത്തോടു കൂടി ഇരിക്കണവനും സമനായി കാണുന്ന ഒരാളാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ അവൻ്റെ തന്നിലേക്കുള്ള യാത്ര, തന്നിലേക്കുള്ള ലയനം ത്വരിതപ്പെടുത്താൻ കൂടെ വേണ്ടിയിട്ടായിരിക്കണം അവൻ ചോദിച്ച എല്ലാ കണ്ടീഷനുകളെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ആ ഒരു സന്ധ്യ നേരത്ത് അകത്തുമല്ല പുറത്തുമല്ല ഉമ്മറപ്പടിയിൽ, ആകാശത്തുമല്ല ഭൂമിയിലുമല്ല മടിയിൽ, ഇങ്ങനെയൊക്കെയാണല്ലോ. അതിൽ അദ്ദേഹത്തിൻ്റെ ആ വരവിന് മുമ്പുള്ള ഭാഗം നമ്മൾ സിനിമയുടെ ട്രെയിലറൊക്കെ പോലെയാണ്. നമ്മളാദ്യം കാർ വന്നിക്കണു, കാർ ഡോറ് തുറക്കണു, നായകൻ പുറത്തിറക്കണു എന്നൊക്കെ പറഞ്ഞതിനൊക്കെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ളൊരു അവതരണമാണ് ഭാഗവതത്തിൽ കൊടുത്തിട്ടുള്ളത്. പ്രഹ്ലാദൻ ഇയാളുടെ കുത്തുവാക്കുകളും ഭീഷണികളും വകവെക്കാണ്ട് പറയുന്നുണ്ട്. അവിടെ അച്ഛാ എന്നല്ല വിളിക്കണത്, ന കേവലം മേ ഭവതശ്ച രാജൻ, രാജാവേ എന്നാ വിളിക്കണത്, അച്ഛാ എന്നല്ല വിളിക്കണത്. മതാന്ധനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് അവിടെ അഭിസംബോധന ചെയ്യണത്, അച്ഛാ എന്നല്ല വിളിക്കണത്. ഈഗോ കത്തി നിൽക്കുന്ന രാജാവേ, എനിക്ക് മാത്രല്ല എൻ്റെ അച്ഛനും മഹാബലശാലികളായിട്ടുള്ള മറ്റുള്ളവർക്കും, അവിടെ അച്ഛൻ എന്നുള്ളത് വേറൊരാളായിട്ടാണ് പറയണത്. രാജാവേ, എനിക്ക് മാത്രമല്ല എൻ്റെ അച്ഛനും മഹാബലശാലികളായിട്ടുള്ള മറ്റുള്ളവർക്കും നാഥനായ ഭഗവാൻ തന്നെയാണ് ബലം. നികൃഷ്ടങ്ങളായിട്ടുള്ള സകല സ്ഥാവര ജംഗമ വസ്തുക്കളും ബ്രഹ്മാദി ദേവന്മാരടക്കം ആ സർവേശ്വരനാൽ അടിമകളാക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഉരുക്രമനായിട്ടുള്ള സർവേശ്വരൻ തന്നെയാണ് കാലചക്രത്തിന്റെ അധിപതിയായിട്ടുള്ള കാലമൂർത്തിയായിട്ട് സ്ഥിതി ചെയ്യണത്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ദേഹം, ശക്തി, ധൈര്യം, ഇന്ദ്രിയം, ഇങ്ങനെ സകല വസ്തുക്കളുമായിട്ട് അദ്ദേഹം നിലകൊള്ളുന്നുണ്ട്. സത്യം തുടങ്ങിയിട്ടുള്ള രജസ്, തമസ് തുടങ്ങിയിട്ടുള്ള 3 ഗുണങ്ങൾക്കും നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവനാണ്, പരാൽപരനാണ്. അങ്ങനെയുള്ള അദ്ദേഹം തന്നെയാണ് വിശ്വത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യണത്, സംഹരിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ പണ്ട്, ഇതിൻ്റെയൊക്കെ വേറെ രൂപം ദിതിയോട് പണ്ട് പറഞ്ഞ ആളോടാണ് ഇത് പറയണത്. ഞാനിത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കണേ. നമ്മൾക്ക് വരുന്ന ചുതി ഇതാണ്. നമ്മൾ എത്ര സത്സംഗം നടത്തിയാലും നമ്മൾ ഹിരണ്യകശിപുവിൻ്റെ അവസ്ഥയിൽ നിൽക്കണവരാ. അച്ഛൻ തൻ്റെ അസുര സ്വഭാവം ഉപേക്ഷിക്കേണ്ടതാണ്. അവിടെയാണ് അച്ഛനെ വിളിക്കണത്. വീണ്ടും അടുത്ത ശ്ലോകത്തിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ വിളിക്കണം. പിതാവേ, അവിടുത്തെ അസുര സ്വഭാവം ഉപേക്ഷിക്കുക. അങ്ങ് ബുദ്ധൻ പറഞ്ഞ മാതിരി എല്ലാം നമുക്ക് കഴുകിക്കളഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ, ഒന്നും പുറത്തുനിന്ന് പുതുതായിട്ട് കിട്ടാനില്ല എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്വയമേവ ശുദ്ധരാണ്. ആ സ്വയമേവ ശുദ്ധി ഇല്ലാതാക്കി നിൽക്കുന്ന എന്തൊക്കെയുണ്ട് അതിനെയാണ് നമ്മൾ അസുരത്വം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ അസുര സ്വഭാവം ഉപേക്ഷിക്കുക, മനസ്സിനെ സമനിലയിലാക്കുക, ശാന്തചിത്തതയിൽ കൊണ്ടുവരിക. ഭഗവാൻ ഞാൻ പറഞ്ഞല്ലോ, ഭക്തിയിലെ ശാന്തഭാവത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആളാണ് പ്രഹ്ലാദൻ. അല്ലെങ്കിൽ ഇത്രയും അത്യുഗ്ര രൂപത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അധർമ്മ മാർഗത്തിൽ സ്ഥിതി ചെയ്യുന്നതും നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുള്ള എന്തൊക്കെ ഭാവങ്ങളുണ്ടോ അതൊക്കെ മനസ്സിനെടുത്ത് പുറത്തേക്ക് കളയുക. കാരണം അത് മനസ്സിൻ്റെ സമഭാവനയെ നശിപ്പിക്കും. മനസ്സിനെ സമമായിട്ട് വെക്കുന്നതാണ് അച്ഛാ ഏറ്റവും വലിയ ആരാധന ഭഗവാന്റെ എന്നാണ് പറയണത്. അല്ലാണ്ട് ജപിക്കുന്നതല്ല, നമസ്കരിക്കുന്നതല്ല. പ്രഹ്ലാദന്റെ സ്കൂൾ ഓഫ് തോട്ടാട്ടോ ഞാൻ പറയണത്. മനസ്സിനെ സമമായി വെക്കുന്നതാണ് ആരാധന എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് പറയുക, സർവം തട്ടിയെടുക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ. ഇവരാണ് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ. ഇവരെ ജയിക്കാണ്ട് നമ്മൾ 10 ദിക്കും ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഒരുത്തൻ യഥാർത്ഥ ജയം കിട്ടുക? മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞ ഒരുത്തന് എല്ലാ ജീവജാലങ്ങളും സമഭാവനയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ അജ്ഞാനത്തിൽ മുങ്ങിത്താഴ്ന്ന് കിടക്കുന്ന ശത്രുക്കൾ, അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ശത്രുക്കൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് ചോദിക്കും. അപ്പോൾ പറയും മന്ദബുദ്ധി എന്നാണ് വിളിക്കുന്നത്. മന്ദബുദ്ധി എന്ന് വിളിച്ചിട്ടാണ് മന്ദാത്മൻ എന്നാണ് വിളിക്കുന്നത് ഹിരണ്യകശിപു. മന്ദാത്മൻ, മന്ദമായ ആത്മാവ്, ബോധമില്ലാത്തവന്. ആത്മാവിന് എങ്ങനെയാണ് മന്ദത ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഒരു കോൺട്രഡിക്ഷനാണ് വാസ്തവത്തിൽ.
അപ്പോൾ എടാ മന്ദബുദ്ധി, നീ അർത്ഥശൂന്യമായിട്ട് അതും ഇതും പറയാണ്. നിന്റെ മരണം എടുത്തിരിക്കണു. ഈ ചാവാൻ പോണ നേരത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ പറയാം, ഇങ്ങനത്തെ വിഡ്ഢിത്തരങ്ങളൊക്കെ പറയാം. മരണം അടുത്തെത്തിയിരിക്കുന്ന ആൾക്കാർ സാധാരണ ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണല്ലോ പറയാ. അവർക്ക് അടുത്ത പറയണം, ഭാഗ്യം കെട്ടവനെ, എന്നിൽ നിന്ന് അന്യനായിട്ട് നീ പറഞ്ഞ പ്രകാരം ഒരു ജഗദീശ്വരൻ ഉണ്ടെങ്കിൽ അയാൾ എവിടെ ഇരിക്കുന്നു? ഇതാണ് പല വലിയ വലിയ സ്റ്റാറ്റസ് എത്തിയിട്ടുള്ള പബ്ലിസിറ്റിയുള്ള നമ്മൾ ഇന്ന് ഗുരുക്കന്മാരെന്ന് വിളിച്ചു കിടക്കുന്ന പല ആൾക്കാരുടെ അവസ്ഥ. കോൺട്രവേഴ്സി ഉണ്ടാവും ഞാൻ പറയണേ, പക്ഷെ പല സ്ഥലത്തും ഇത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിൽ നിന്ന് അന്യനായിട്ടൊരു ഈശ്വരനെ ഉണ്ടെങ്കിൽ അയാൾ എവിടെ ഇരിക്കണു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എല്ലായിടത്തും ഉണ്ട് എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഹിരണ്യകശിപു ചോദിക്കണേ, എങ്കിൽ ഈ തൂണിൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്നൊരു ക്വസ്റ്റ്യനാ ചോദിക്കണേ. ഈ തൂണിൽ ഉണ്ടോ എന്നല്ല ചോദിക്കണത്, ഈ തൂണിൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്നാ ചോദിക്കുന്നത്. അപ്പോൾ പ്രഹ്ലാദൻ ഇല്ല, കാണുന്നുണ്ടല്ലോ. ഭാഗവതം പറയുന്നതാണ്, പ്രധാന ടെക്സ്റ്റാണ്. നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേട്ടുള്ള കഥയിൽ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നൊക്കെ പറയുന്നതായിട്ടാണ്. ഭാഗവതത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. ഈ തൂണിൽ എന്താ എനിക്ക് കാണാൻ പറ്റാത്തതെന്ന് ചോദിക്കണം. അപ്പോൾ പറയണ് ഇതവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പം അർത്ഥശൂന്യമായിട്ട് പുലമ്പണം നിന്റെ ശിരസ് തകർക്കും എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ വാളെടുത്തിട്ട് ഹിരണ്യകശിപു ആ സ്തംഭത്തിനെ വെട്ടുന്നതും അവൻ ആ ഒരു അത്യുഗ്രമായിട്ടുള്ള ആ അവതാരം തൻ്റെ ശബ്ദരൂപത്തിലാണ് ആദ്യം ആവിർഭവിക്കുന്നത്. തൻ്റെ സേവകൻ്റെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, സകല ഭൂതങ്ങളിലും താൻ നിറഞ്ഞിരിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഈ അസുരൻ്റെ വരബലമായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാവിധ ആ വ്യവസ്ഥകളെയും അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ നടപ്പിൽ വരുത്തിക്കൊണ്ട്, മനുഷ്യനുമല്ല മൃഗരൂപത്തിലും അല്ലാതെ ഭഗവാൻ സ്തംഭത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ ന മനുജാകാരം എന്നൊക്കെ പറഞ്ഞു, സ്തംഭയെ കട്ടയതോ എന്ന് പറഞ്ഞിട്ട് എന്താണോ എഴുതിയിട്ടുള്ളത് അത് ഉണ്ടാവുന്നത്. ആ തീയിലിട്ട് പഴിപ്പിച്ച സ്വർണം പോലെ പിങ്കളവർണ്ണങ്ങളും അത്യുഗ്രങ്ങളായിട്ടുള്ള കണ്ണുകളോടുള്ള നരസിംഹമൂർത്തി ചെറിയൊരു നഖം കൊണ്ട് തോണ്ടിയെടുത്ത് മടിയിലിട്ട് ഈ ത്രിസന്ധ്യ നേരത്ത് ഗരുഡൻ മഹാസർപ്പത്തെ എന്ന പോലെ ഗതയെടുത്ത് പ്രഹരിക്കുന്നവനെ ഭഗവാൻ പിടിച്ചു എന്നാണ് പറയണത്. അങ്ങനെ അസുരൻ കിടന്ന് കളിക്കുന്ന കൈ എടുത്തിട്ടാണെന്നാണ് പറയണത്. അങ്ങനെ എടുത്ത് തൂക്കി മടിയിലിട്ടിട്ട് നിമിഷാർദ്ധം കൊണ്ട് അവനെ അതിവേഗതയിൽ, അത് ഒരുപാട് വർണ്ണനകളുണ്ട്. പാമ്പലിയെ പിടിക്കുന്ന മാതിരി അങ്ങനെ അങ്ങനെ കോപാധിക്യത്താൽ നോക്കാൻ പോലും കഴിയാത്ത ഭയങ്കരമായിട്ടുള്ള നരസിംഹം ഹിരണ്യനെ വധിക്കുമ്പോൾ, അവൻ്റെ ജീവരക്തം ഭൂമിയിൽ ഒഴുക്കുമ്പോൾ, ആ സമയത്ത് കഥകളിയുടെ കാര്യം തന്നെ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറിവുള്ള മനസ്സിൽ ഭഗവാനോട് ഭക്തിയുള്ള നടന്മാർ ചിലർ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഹിരണ്യകശിപു 2 കൈയും കൂപ്പിയിട്ട് ആ ഭഗവാനെ തൊഴും. ഹിരണ്യകശിപു 2 കൈയും കൂപ്പിയിട്ട് ചത്തു മലയ്ക്കുന്നതിന് പകരം 2 കൈയും കൂപ്പി തൊഴുതുകൊണ്ടാണ് പ്രാണം പിടിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചതും, പ്രഹ്ലാദൻ ആഗ്രഹങ്ങളില്ലാതിരിക്കണം ഭഗവാനെ എന്ന് വരം തരാനായിട്ട് കൊടുക്കാനായിട്ട് ഭഗവാൻ നിർബന്ധിക്കുമ്പോൾ കൊടുത്തുമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇങ്ങനെ സമയം ഒരുപാട് അതിക്രമിച്ചത് കൊണ്ട് ഞാൻ ചുരുക്കണം. എനിക്ക് ഓൾറെഡി സ്വാമിജി നോട്ടിഫിക്കേഷൻ പറഞ്ഞു, സമയം അതിക്രമിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിർത്താൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ മനുഷ്യനിലാണല്ലോ സമയത്തിന് എപ്പോഴും ബന്ധിതനായിട്ടുള്ളത്. സമയത്തിനനുസരിച്ചിട്ടത് നിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നരസിംഹാവതാരം നടന്നു നിൽക്കുകയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട്, ആ നരസിംഹാവതാരം ഭഗവാൻ പിൻവലിച്ചിട്ടില്ല എന്ന് സങ്കല്പിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഭഗവാന്റെ ആവശ്യം ആ രൂപത്തിൽ ഇന്ന് ഒരുപാടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മേൽപ്പത്തൂര് പറഞ്ഞ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏവം നാടിത രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിത ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതേ ത്വത്വാധൃൻ നിഖിലോത്തരം പുനരഹോ കസ്വാം പരോ ലംഘയേത് പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപദേ സർവാമയാത് പാഹി മാം സർവാമയാത് പാഹി മാം സർവാമയാത് പാഹി മാം. നാരായണാഗ്രഗുരോ ഭഗവാൻ നമസ്തേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സർവേശ്വര.